ഞാൻ ഭോപ്പാലിൽ ഒരു കാട്ടിലായിരുന്നു കുറച്ച് നാൾ ശുശ്രൂഷിച്ചത്. நான் போபால் பிரதேசத்தில் இருந்தபோது ஒரு காட்டின் பகுதியில் தான் ஊழியத்தை செய்து வந்தேன். ഇന്ത്യയുടെ കാടെന്നറിയപ്പെടുന്നതാണ് മധ്യപ്രദേശ്. இந்தியாவின் காடு நிறைந்த பகுதி என்று அறியப்படுவதுதான் மத்திய பிரதேசம். മധ്യപ്രദേശിന്റെ കാടെന്നറിയപ്പെടുന്നതാണ് റായ്സൻ. മധ്യപ്രദേശത്തിൽ അറിയപ്പെടുന്ന കാട് தான் റായ്സൻ. അപ്പോൾ ഭോപ്പാലിന്റെയും റായ്സന്റെയും മിഡിൽ ഒരു കാട്ടിലായിരുന്നു ഞാൻ കുറച്ച് നാൾ താമസിച്ചത്. ഭോപ്പാലുക്കും റായ്സനുക്കും ഇടയിലുള്ള ഒരു കാടിൽ தான் கர்த்தருடைய ஊழியத்தை நான் செய்து வந்தேன். ഞാൻ അവിടെ ഞാൻ നിൽക്കുന്ന ഞങ്ങൾ മിനിസ്ട്രി ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെല്ലണമെങ്കിൽ 3 ഗ്രാമം ക്രോസ് ചെയ്തിട്ട് വേണം എനിക്ക് പോവാൻ. நான் ஊழியம் செய்கிற സ്ഥലத்துக்கு செல்ல வேண்டுமானால் 3 கிராமங்களை கடந்து தான் நான் செல்ல வேண்டும். ആദ്യത്തെ ഗ്രാമം ഒരുവിധം കുഴപ്പമില്ലാത്ത ഗ്രാമമാണ്. முதல் கிராமம் തീര പ്രശ്നം ഇല്ലാത്ത ഗ്രാമം. രണ്ടാമത്തെ ഗ്രാമം അവർ പ്രോപ്പറായിട്ട് വസ്ത്രം പോലും ധരിക്കത്തില്ല. അവരുടേതായ രീതി വളരെ അപരിഷ്കൃതമായ രീതിയാണ്. രണ്ടാമത് ഗ്രാമത്തിൽ വസിക്കുന്ന മക്കൾ சரியாக വസ്ത്രങ്ങളെ கூட അണിந்து കൊള്ളുവதில்லை. അവരുടെ കലാചാരം ரொம்ப വ്യത്യാസമായിരുന്നു. മൂന്നാമത്തെ ഗ്രാമത്തിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. മൂന്നാമത് ഗ്രാമത്തിന്റെ നിലമയെ പറ്റി ഞാൻ ഇനി உங்களுக்கு சொல்ல வேண்டாம் அல்லவா. ഈ ഗ്രാമത്തിൽ കൂടെ ഞങ്ങളെ പോകുമ്പോൾ ഞങ്ങളെ അവരിങ്ങനെ തുറിച്ചു നോക്കും. அவங்க இந்த கிராமத்தின் வழியாக கடந்து போகும்போது அவங்க எங்களை உற்று பார்ப்பார்கள். അപ്പൊ ഞങ്ങളെ കാണുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ചിന്തിക്കാത്തത് കൊണ്ട് അവരിങ്ങൾ ദേഷ്യത്തിൽ നോക്കും. ஏன்னா அவங்களுக்கு பார்க்கும்போது நானும் அவங்களும் இல்லை நம்ம அவங்க கூட்டத்தில் இல்லாதவர்கள் படினால ஏதோ ஒரு விசித்திரமான ஜீவி வருதுன்னு எங்களை பார்ப்பாங்க. അവര് കല്ല് പറക്കി വലിയ കല്ലുരുട്ടി റോഡിലോട്ട് വെക്കും. அவர்கள் வந்து நாங்க போகிற வழியில பெரிய பெரிய பாறை கற்களை உருட்டி வைப்பார்கள். അവര് വഴിയിൽ നിന്ന് മാറത്തില്ല. அந்த വഴിയിലിருந்து அங்க போகிற பாதையிலிருந்து விலகுவதில்லை. അവരുടെ 100-300 പശുക്കളൊക്കെ ഉണ്ട് ഒരാൾക്ക്. ഒരു നബർക്ക് 300 പശുക്കളെ മേയ്ത്തു വരുന്നവர்கள். അവരുടെ പശുക്കളെല്ലാം റോഡിലായിരിക്കും നിൽക്കുന്നത്. അവരുടെ പശുക്കളെല്ലാം റോഡിൽ தான் കിടക്ക வைப்பாங்க. ഈ പശുവിന് ഒരു പ്രത്യേകതയുണ്ട്. ഓൺ അടിച്ചാലും മാറാത്ത പശുക്കളാണ്. இந்த பசுக்களுக்கு ஒரு சிறப்பு தன்மை என்னன்னு கேட்டா நீங்க எத்தனை தான் ஹார்ன் சைனாட் போட்டாலும் அது விலகவே விலகாது. അതിന് കഴുത്തിൽ കയറില്ല. അത് റോഡിൽ തന്നെ നിൽക്കൂ. அதுக்கு கழுத்துல கயறொன்னும் போடுறதில்ல, வட்ட கயறொன்னும் இல்ல, அது ரோட்ல தான் இருக்கும். ഞാൻ ഇങ്ങനെ വളരെ വിഷമത്തോടെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഇവര് തന്നെ മാറാതെ നിൽക്കും. நாங்க ரொம்ப கடினமா வேதனையோடு இந்த பிரயாணம் பண்ணுகிற வேளையில இவெல்லாம் மாறாமல் அப்படியே நிற்கும். അപ്പൊ അവിടുത്തെ ഉള്ള ഒരു പാസ്റ്റർ എനിക്കൊരു ഐഡിയ പറഞ്ഞു തന്നു. அங்க உள்ள போதகர் எனக்கு ஒரு நல்ல ஒரு ஆலோசனை சொன்னார். അവൻ നിങ്ങൾ ഇവരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ തുടങ്ങി. நீங்க இவங்களை பார்க்கும்போது ஒன்னு சிரிக்க ஆரம்பிங்க. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. நான் മുயற்சி பண்ணி பார்த்தேன். അവര് നിൽക്കുക അങ്ങനെ ഇങ്ങനെ ദേഷ്യത്ത് നോക്കുമ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു. அவர்கள் கோப முகத்தோடு பார்க்கும்போது நான் அவங்களோட புன்சிரி முகத்தோடு அவங்களை பார்க்க ஆரம்பிச்சேன். ആദ്യത്തെ ദിവസം എന്നെ കണ്ടപ്പോൾ അവർക്ക് ചിരിക്കണമെന്നും ദേഷ്യപ്പെടണമെന്നുള്ള കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. முதல் நாள் എന്നെ பார்த்தபோது എന്നതിൽ കോപപ്പെടണമാ ചിരിക്കണമാ എന്ന കുഴപ്പത്തിൽ മാറിനാங்க. രണ്ടാമത്തെ ദിവസം ഞാൻ നല്ലോണം ചിരിച്ചവരെ നോക്കി. രണ്ടാമത്തെ നാൾ பார்த்தபோது நான் அவங்கள முகத்தை பார்த்து நல்லது போல அவங்கள சிரித்தேன். അവർ എന്നെ നോക്കി ചെറുതായിട്ട് ചിരിച്ചു. அவங்க கொஞ்சமா அவங்க சிரிக்க ஆரம்பித்தார்கள். മൂന്നാമത്തെ ദിവസം ഞാൻ എന്റെ കൈ ഉയർത്തി ടാറ്റ കാണിച്ചു. நான் மூன்றாவது நாள் போகும்போது என் കരങ്ങളെ ഉയർത്തി அவங்களுக்கு ஹாய் சொன்னேன். അവര് പെട്ടെന്ന് റോഡിൽ നിന്ന് മാറി എന്നെ ഇങ്ങനെ കുമ്പിട്ട് കാണിച്ചു. അവർ சீக்கிரத்துல ரோட்ல இருந்து விலகி போய் எனக்கு நமஸ்காரம் பண்ணார்கள். അങ്ങനെ അവര് തന്നെ പശുവിനെ അടിച്ചു മാറ്റാൻ തുടങ്ങി. போகும்போது அந்த வழியில கிடக்கிற பசுக்களை அவர்களே தூர விலக்க ஆரம்பித்தார்கள். അവര് തന്നെ കല്ല് പറക്കി മാറ്റാൻ തുടങ്ങി. அவர்களே அந்த கல்களை மாற்ற விட ஆரம்பித்தார்கள். ഒരു ചിരിയുടെ പവർ അല്ലേ ഇത്? ஒரு சிரியினால உண்டான மாற்றம். അതുകൊണ്ട് ദൈവമക്കളെ നമ്മുടെ മുഖത്ത് ഒരു ചിരി വേണം. அதனால நீங்க சிரிச்சா நாங்கள் மாறுவோம். நல்ல ദേഷ്യത്തോടെ വരുന്നവരെ നമ്മൾ ചിരിച്ചുകൊണ്ട് കീഴടക്കണം. நீங்க உங்க முகத்துக்கு நேரா உங்களுக்கு வாழ்க்கைக்கு நேரா யாரெல்லாம் கோபமுறத்தோடு வருகிறார்களோ கொஞ்சம் புஞ்சிரித்து பாருங்க. எல்லாவற்றையும் உங்களுக்கு கீழ்ப்படுத்திக் கொள்ளலாம். ആത്മാവിൽ എരിവുള്ളവർ ചിരിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആവിയിൽ ഉണ്മയുള്ളവர்கள் എല്ലാവരും ചിരിച്ചുകൊണ്ടേ ഒരു ഹല്ലേലൂയ സന്തോഷമായി. ആമേൻ. എനിക്ക് ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ കൂടിയിട്ട് ആമേൻ 3 ദിവസമായി എനിക്ക് ഒത്തിരി സന്തോഷമാണ് നിങ്ങളുടെ കൂടെ ആരാധിക്കാൻ കൂടിയിട്ട്. நான் இங்கு வந்து 3 நாட்களாக உங்களோடு கூட இருந்ததும் ஆராதித்ததும் ஊழியம் செய்ததும் எனக்கு மிக சந்தோஷம். ആമേൻ. എൻ്റെ ലൈഫിൽ വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ അത് കരുതുകയാണ്. എൻ്റെ வாழ்க்கையில மிக தேவன் தந்திருக்கிற அனுபவமாக நான் அதை எண்ணுகிறேன். കൃപാസനം ചർച്ചിലെ സീനിയർ പാസ്റ്ററായ സുഭാഷ് രക്തം പാസ്റ്ററിനും എൻ്റെ നന്ദിയെ രേഖപ്പെടുത്തുന്നു. இந்த சபையின் சீனியர் பாஸ்டராக இருக்கிற பாஸ்டர் சுபாரவர்களுக்காக என் நன்றியை தெரிவித்துக் கொள்கிறேன். 3ാമത്തെ കൺവെൻഷൻ ലീഡ് ചെയ്ത പാസ്റ്റർ യാബേസിനും ഈ നന്ദിയെ രേഖപ്പെടുത്തുന്നു. കൺവെൻഷനെ തലമേ താങ്ങി നടത്തി കൊണ്ടിരിക്കുന്നതാണ് പാസ്റ്റർ യാബേസുക്കും നന്ദി தெரிவித்துக் അതുപോലെ വർഷിപ്പ് സെക്ഷൻ നല്ല അനുഗ്രഹപ്രദമായ രീതിയിൽ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ ജോണിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
ஆசீர்வதிக்கப்பட்ட முறையில் கர்த்தருடைய பாடல் ஆராதனை ஊழியத்தை செய்து கொண்டிருக்கிற பாஸ்டர் ஜான் அவர்களுக்காக நன்றி ശ്രേഷ്ഠന്മാരായ പദവിയുള്ള ദൈവദാസന്മാർ ആമേൻ നമ്മുടെ വേദിയിൽ ഇരിക്കുന്നു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗണത്തുക്കുரிய പോതകர்கள் നമ്മുടെ മേടയിൽ അമർന്നിരിக்கிறார்கள். അവർക്ക് നന്ദിയും വാഴ്ത്തും. ആമേൻ വേദിയിലും അതുപോലെ തന്നെ സദസ്സിലും ഇതുപോലെ ദൈവദാസന്മാരും ദൈവമക്കളും കൂടിയിരിക്കുന്നതിലായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അമർന്നിരിക്കുന്ന എല്ലാ ദൈവ പിള്ളേകൾക്കും ദൈവ ഊഴിയர்களுக்கும் യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ വാഴ്ത്തുകളെ தெரிவித்துக் கொள்கிறேன். കഴിഞ്ഞ 3 ദിവസം എന്നെക്കാളും സ്ട്രോങ് ആയിട്ട് ആമേൻ എൻ്റെ ഭാഷയെ ആമേൻ ലാംഗ്വേജിനെ പരിഭാഷപ്പെടുത്തുവാൻ ആമേൻ കർത്താവിന്റെ ദാസൻ ജോൺ ജോസഫിനെ ഉപയോഗിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 3 நாட்களாக என்னுடைய மொழிக்கு பரிபாஷம் கொடுத்து உங்களுக்கு புரிகிற அளவுக்கு சொல்லி தருகிற பாஸ்டர் ஊழியக்காரர் பாஸ்டர் ஜான் ஜோசப் அவர்களுக்காக நன்றி தெரிவித்துக் கொள்கிறேன். നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവരെയും നിனைத்து ആண்டവർക്ക് നന്ദി செலுத்துகிறேன். വലിയ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ വസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. பெரியோர் தெய்வீக பிரசன்னம் இதற்குள் வசித்துக் கொண்டே இருக்கிறது. നിങ്ങൾ എത്ര പേര് പാടി തീ പോലെ ഇറങ്ങണമേ എന്ന്? നിങ്ങൾ എത്ര പേര് കണ്ടു ആ തീ പോലത്തെയുള്ള സാന്നിധ്യം? നിങ്ങൾ എത്ര പേർ പാടിനീர்கள் തീ പോലെ ഇറങ്ങ വേണ്ടുമേ അഗ്നിയായി ഇറങ്ങി വാരുമേയുള്ള പാടലെ പാടുമ്പോൾ എത്ര പേർ அந்த അഗ്നിയെ ദർശിத்தீர்கள்? ഇന്ന് രാത്രി ആ തീയുടെ സ്പർശനം പ്രാപിച്ചിട്ടേ നമ്മൾ മടങ്ങി പോകാവൂ. இந்த இரவேளையில் அந்த അഗ്നിயின் തൊടുதலை കൊണ്ട് കണ്ടിട്ട് അനുഭവിച്ചിട്ട് தான் നമ്മൾ திரும்பி போக வேண்டும். അത് സീനായി മാമലയിൽ മാത്രമല്ല, ഇന്ന് നമ്മുടെ മധ്യത്തിലും ഇറങ്ങി വരുവാൻ കഴിവുള്ള ദൈവ സാന്നിധ്യമാണ്. സീനായി മലയിൽ மட்டுமல்ல, ഇன்றைக்கும் നമ്മുടെ നടുവിലും ഇറങ്ങി വര വല്ലമയുള്ള ഒരു അഗ്നി தான் அந்த അഗ്നി. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഒരേ ഒരു നിബന്ധന தான் ഉണ്ട്. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ അവനുണ്ട്. 2-3 പേർ നാമത്തിൽ എங்கே കൂടിനാലും അവരുടെ നടുവിൽ ഞാൻ இருக்கிறேன் എന്ന് சொன்ன ദൈവം നമ്മുടെ നടുവിലും இருக்கிறார். അങ്ങനെയാണെങ്കിൽ നമ്മുടെ നടുവിൽ ഇല്ലയോ നമ്മുടെ ആണ്ടവർ നമ്മുടെ നടുവിലെ ഇല്ലയാ? ആമേൻ. നമ്മുടെ രാജാവ് ഉണ്ടെങ്കിൽ ഇങ്ങനെയാണോ നമുക്ക് ഇരിക്കേണ്ടത്? നമ്മുടെ രാജ இருக்கிற இடத்துல നാം ഇപ്പിടിത്താൻ ഇരുപ്പമാ? ആമേൻ. ഇന്ന് നമ്മുടെ ഒരു പാർട്ടി പ്രവർത്തകർ, ഒരു ലീഡേഴ്സ് നമ്മുടെ മധ്യത്തിൽ വന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കും ഇരിക്കേണ്ടത്? நம்ம ஒரு அரசியல்வாதி நம்ம ஆலயத்தில் நம்முடைய ஆராதனைக்கு வருவாரையா நம்ம எவ்வளவு சந்தோஷமா இருப்போம். എത്ര മാത്രം നമ്മൾ ചെയ്യി വിളിക്കും, எவ்வளவு எல்லாம் அலங்காரங்கள் எவ்வளவு மாறம் அதுக்குடையான ஆயத்தங்களை செய்து வைப்போம். രാജാതി രാജാവ് നമ്മുടെ ആരാധനയിൽ വരുമ്പോൾ നമ്മൾ കൈകെട്ടിയിൽ ഇരുന്നാൽ എന്തായിരിക്കും സ്ഥിതി? ராஜாதி ராஜாவாகிய நம்முடைய தெய்வம் നമ്മുടെ பக்தியில் ഇറങ്ങി വരുമ്പോൾ നമ്മുടെ നിലയ്ക്ക് ഒരു മാറ്റം വേണ്ടാമാ? ആമേൻ. ഒരിക്കൽ ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് കുമ്പനാട് വരെ രാത്രി 12 മണി ഡിസംബർ 31 തീയതി വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുക. நான் கடந்த நாள்ல டிசம்பர் 31ஆம் தேதி തിരുവനന്തപുരത്തിലിருந்து കുമ്പനാടുക്ക് എൻ വാഹനത്തെ ഓട്ടിക്കൊണ്ട് ഞാൻ சென்று கொண்டிருந்தேன். ഞാൻ പോകുമ്പോൾ വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ഫൈനൽ നടക്കുകയാണ്. ഞാൻ പോകുന്ന വേളയില് വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ വേൾഡ് കപ്പ് ഉடைய ഫൈനൽ മാച്ച് നടന്നു. ഓരോ ജംഗ്ഷനിലും വലിയ ബിഗ് സ്ക്രീൻ അവിടെ ഉണ്ട്. അതിന്റെ മുമ്പിൽ ഒത്തിരി യുവാക്കന്മാരുണ്ട്. ஒவ்வொரு சந்திப்பிலும் பெரிய பெரிய ஸ்கிரீன் போட்டு அதுல நிறைய வாலிபர்கள் ஒன்றாக கூடி நிற்கிறார்கள். ആമേൻ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത്രമാത്രം യുവാക്കൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ദേശത്തുണ്ടല്ലോ എന്ന് ചോദിച്ചു. நான் அது யோசித்து போனேன். இவ்வளவு பெரிய திரளான வாலிபர்கள் நம்ம தேசத்தில் இருக்கிறார்களே என்று அதிசயப்பட்டேன். ആമേൻ. ആമേൻ. മെസ്സി ബോൾ ഇങ്ങനെ പയ്യെ തട്ടാൻ തുടങ്ങുമ്പോൾ அந்த ഫുട്ബോൾ പ്ലെയറാன മെസ്സി வந்து ബാളെ அப்படி തട്ടിക്കൊണ്ട് പോക ആരംഭിക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ നമ്മുടെ യുവാക്കൾ എങ്ങനെയാ നിൽക്കുന്നതെന്ന്? ഒറ്റ കാലിലാണ് നിൽക്കുന്നത്. அந்த நேரத்துல அந்த வாலிபர்கள் எல்லாம் ஒரே கால்ல நிப்பாங்க, ஒற்ற கால்ல நிப்பாங்க. ബോൾ പൊങ്ങുമ്പോൾ ഇവരും പൊങ്ങും. அந்த கோலுக்கு நேராக அந்த பந்து போகும்போது இவங்க அப்படியே உயர்ந்து வருவார்கள். മെസ്സി ഓരോ തട്ട് തട്ടുമ്പോൾ ഇവർ ഓരോ ചാട്ടം ചാടും. മെസ്സി ഓരോ തട്ടും ബോളിൽ തട്ടുമ്പോൾ ഇവങ്ങളും ഓരോ ചാട്ടം ചാടിയിട്ട് இருப்பாங்க. ഈ ചാട്ടം നമ്മൾ ചർച്ചിൽ കാണാറില്ല. இந்த ചാട്ടം നമ്മൾ ചർച്ചിൽ കാണാതെ. ഈ ചാട്ടം, ഈ കയ്യടി നമ്മൾ ചർച്ചിൽ കാണാറില്ല. இந்த തുള്ളൽ നമ്മുടെ സഭയിൽ இருக்காது. പക്ഷേ നമ്മൾ ആ വലിയ സ്ക്രീനിന്റെ മുമ്പിൽ അവർ കാണാറുണ്ട്. அந்த വലിയ பெரிய ஸ்கிரீனுக்கு முன்பாக அவங்க காண்பிக்கிறார்கள். കൊട്ടാരക്കര എത്തിയപ്പോൾ ഞാൻ വണ്ടി പയ്യെ നിർത്തി സൈഡിൽ. കൊട്ടാരക്കരയ്ക്ക് പക്കത്തിൽ പോன போது என் வாகனத்தை அப்படியே மெதுவா ஸ்லோ பண்ணேன். എനിക്ക് അറിയാവുന്ന കുറെ യൗവനക്കാർ അവിടെ നിൽക്കുന്നത് കണ്ട് எனக்கு സുപരിചിതமான கொஞ்சம் வாலிபர்களை நான் அங்கே காண முடிந்தது. ആമേൻ. ഞാൻ അവരോട് പോയി കുറച്ചു നേരം നിന്നു. நான் அவர்களோடு கூட கொஞ்ச நேரம் நின்றேன். നിങ്ങൾക്കെല്ലാം ഇരിക്കാൻ ഒരു ചെയർ വേണ്ടേ? உங்களுக்கெல்லாம் உட்கார்றதுக்கு ஒரு சேர் தானே வேணும். അവര് 3 പേരാണ് ഒരു ചെയറിൽ ഇരിക്കുന്നത്. அவர்கள் 3 பேர் ஒரு சேர்ல உட்கார்ந்து இருக்கிறாங்க. അവർക്ക് അവിടെ ഫാൻ വേണ്ട, அவங்களுக்கு ஃபேன் தேவையில்லை, ലൈറ്റ് വേണ്ട, லைட் தேவையில்லை, ഒന്നും വേണ്ട. ஒண்ணும் வேண்டாம். എന്തൊരു സന്തോഷമാണെന്നറിയാമോ? ஆனா எவ்வளவு சந்தோஷமா இருக்கிறாங்க ആമേൻ. தெரியுமா? ഒരുത്തന്റെ മണ്ട വേറൊരുത്തൻ കേറിയിരിക്കുക. ஒருத்தனுக்கு தலைக்கு மேல வேற ஒருத்தன் ஏறி இருக்கிறான். അവിടെ ഒരു സൗകര്യവും ഇല്ല. அங்க வேற ஒரு சௌகரியங்களும் இல்ல. ഇതുപോലെ മാറ്റി വിരിച്ചിട്ടില്ല. இங்க இது மாதிரி மேட் போட்டுருக்கவில்லை. താഴെ ഇരിക്കുന്നുണ്ട് കുറെ പേര്, கொஞ்சம் பேர் கீழே உட்கார்ந்து இருக்கிறாங்க. അതിന്റെ മേളിൽ കയറി ഇരിക്കുന്നുണ്ട് കുറെ പേര്. அவருக்கு மேல ஏறி இருக்கிறவங்க உண்டு. അവരുടെ മുഖത്തിൽ ഒന്നും വിഷമമില്ല. அவங்களுக்கு ஒவ்வொரு முகத்துல எந்த கவலையுமே இல்ல. എല്ലാം ആകാംക്ഷയോടെ നിൽക്കുകയാണ്. எல்லாரும் வாஞ்சையோட பார்த்துட்டு இருக்கிறாங்க. അതിനകത്ത് ഒരാളോട് ഇങ്ങനെ ചോദിച്ചു, நான் ஒரு ஆளத்துல இப்படி கேட்டேன், നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? நீங்க ஏன் இவ்வளவு பெரிய பிரச்சனை அந்த சத்தத்தை
ஏத்துட்டு இருக்கிறீங்க? അവൻ ഇത് എന്നിട്ട് അവൻ കുറച്ച് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് അതുകൊണ്ട് വിചിത്ര ജീവിയോൽ എന്നെ നോക്കിയിട്ട് പറയും ഇത് ഞങ്ങളുടെ ആവേശമാ. அவன் என்ன அப்படியே முகத்தை என்ன பார்த்துட்டு அவன் சொன்னான் இது எங்களுடைய எல்லாம் ஒரு பெரிய ஆவேசமா இருக்குது. അവൻ ഞാൻ ചോദിച്ചു നീ ഈ കിടന്ന് ചാടുന്ന വല്ലതും മെസ്സി കാണുന്നുണ്ടോ? நான் கேட்டேன் நீ இங்க கிடந்து இப்படி சாடுறதெல்லாம் அந்த விளையாடுறானே அந்த ஃபுட்பால் பிளேயர் மெஸ்ஸி காண்றாரான்னு അവൻ கேட்டேன். പറഞ്ഞു ഇല്ല. அது அவன் சொன்னா இல்ல. പിന്നെ എന്തിനാ നീ കിടന്ന് ഈ തൊണ്ട കീറുന്നേ? அது நான் கேட்டேன் மறுபடியும் நீ அதுக்காக பின்ன சத்தம் போட்டு உன் தொண்டையை கிழிக்கிற? കഴിഞ്ഞ ആഴ്ച ചർച്ചിൽ ഞാൻ കണ്ടോണ്ടിരിക്കുന്ന പയ്യനായത്. ஏன்னா கடந்த வாரத்துல நான் சபையில இந்த பையனை கண்டுட்டு இருந்தேன். യേശുവിന്റെ ക്രൂശീകരണം പ്രസംഗിച്ചപ്പോൾ അവൻ ഇരുന്ന് ഉറങ്ങി എന്നെ ഇങ്ങനെ വിളിച്ച മനുഷ്യനാ. நான் இயேசுவுடைய சிலுவை மரணத்தை குறித்து பிரசங்கம் பண்ணும்போது அவன் தூங்கி என்னை முன்னாடி கூப்பிட்ட மனுஷன். ആ പേരൻസ് പറയാ അവൻ അങ്ങനാ. அவன் அப்ப பெற்றோர்கள் சொல்லுவாங்க இவன் இப்படித்தான். പക്ഷേ അവൻ സ്ക്രീനിന്റെ മുമ്പിൽ ഇങ്ങനെയാ നിൽക്കുന്നേ. அவன் அந்த ஸ்கிரீனுக்கு முன்னாடி இருக்கும்போது அவனுடைய சாட்டம் அவனுடைய ஆர்ப்புவிடையும் சத்தம் எல்லாம் ரொம்ப பெருசா இருக்குது. എന്നിട്ട് ഞാൻ ചോദിച്ചു അവനോട്, நான் എന്നിട്ട് கேட்டேன், എടാ നീ ചർച്ചിൽ പോയി ഒരു സ്തോത്രം പറഞ്ഞ അത് നിന്റെ കർത്താവ് അറിയും. நீ சபையில போயிருந்து ஒரு ஸ்தோத்திரம் சொன்னா அதை கேட்கிற ஒரு கர்த்தர் இருக்கிறாரப்பா. ആമേൻ. അതിന് പകരം നിനക്ക് അനുഗ്രഹം തരുന്ന ഒരു ദൈവമുണ്ട്. அதை கேட்டு உனக்கு ஆசீர்வாதத்தை தருகிற ஒரு தெய்வம் உண்டு. നീ ഇവിടെ കിടന്ന് എത്ര ചാടിയാലും നിനക്ക് ഒരു നന്മയും കിട്ടത്തില്ല. நீ இங்க கிடந்து எவ்வளவுதான் துள்ளினாலும் உனக்கு எந்த நன்மையும் கிடைக்க போறதில்ல. ഇന്ന് രാത്രി യൗവനക്കാരോട് ഞാൻ വിളിച്ചു പറയട്ടെ, என்னுடைய வாலிப பிள்ளைகளோடு நான் அழைத்து சொல்கிறேன், കാൽവരി കൊലക്കളത്തിൽ എനിക്ക് വേണ്ടി രക്തം തന്ന യേശുവിന്റെ കാര്യം കേൾക്കുമ്പോ, கால்வரியின் கொலைக்களத்தில் எனக்காக உனக்காக ரத்தம் சிந்தின என் இயேசுவுடைய காரியங்களை கேட்கும்போது നിന്റെ ശരീരത്തിലെ രക്തം തിളക്കണം. உன் சரீரத்தில் இருக்கிற ரத்தம் திளைக்க வேண்டும். അവൻ നിനക്കായി ചങ്കിലെ ചോര ഊറ്റി തന്നെങ്കിൽ നീ മിണ്ടാതിരിക്കരുത്. உங்களுக்காக அவருடைய சங்கிலே சோரை உனக்கு தந்தாராயானால் நீ மௌனமாய் இருக்க கூடாது. ആമേൻ. നിന്നെ അറിയാത്ത ഒരു മെസ്സിക്ക് വേണ്ടി നിനക്ക് ചാടാൻ കഴിയുമെങ്കിൽ നിന്റെ പേരറിയുന്ന എന്റെ യേശുവിന് വേണ്ടി നിനക്കൊരു സ്തോത്രം പറയാൻ കഴിയുമോ? உங்களை தெரியாத உலகத்தில் ஒரு விளையாட்டு மனுஷனுக்காக உங்களுக்கு சத்தத்தை உயர்த்துவதற்கு தொண்டை துறப்பதற்கு முடியுமானால் உங்களை நன்றாய் அறிகிற உங்கள் பேரறிகிற என் ஆண்டவருக்காக சத்தத்தை உயர்த்துவதற்கு கரங்களை தட்டுவதற்கும் அவரை ஆராதிப்பதற்கும் ஏன் நீங்கள் தயங்குகிறீர்கள்? சந்தோஷமுள்ள தெய்வ பிள்ளைகள் கரங்களை தட்டி உற்சாகமாக இந்த இரவில கொஞ்ச நேரம் ஆண்டவரை மகிமைப்படுத்தி சொல்லுங்க, என்னை காண்கிறவரை இந்த வேளையில் ஆராதிக்க இருக்க முடியாது. ആമേൻ. അല്പനേരം ദൈവ സാന്നിധ്യത്തിൽ കരങ്ങളെ തട്ടി ആരാധിച്ചാട്ടെ. ஆண்டவர் சமூகத்தில் தெய்வ பிரசன்னத்தில் கரங்களை தட்டி வாலிப பிள்ளைகள் எல்லாரும் உற்சாகமாய் எஸ் നിനക്ക് ജീവൻ തന്ന ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. உனக்கு வாழ்க்கை தந்த ஜீவிதத்தை தந்த தேவனுக்கு ஆராதனை கொடு. നിനക്ക് ആരോഗ്യം തന്ന ദൈവത്തിന് കരങ്ങളെ തട്ടി ஆரோக்கியத்தை தந்த தெய்வத்துக்கு கரங்களை தட்டி உற்சாகமா. നിനക്ക് കുടുംബത്തെ തന്ന ദൈവത്തിന് കരങ്ങളെ തട്ടി குடும்பத்தை தந்த தெய்வத்துக்கு சந்தோஷமா. നിനക്ക് സൗഖ്യം തന്ന ദൈവത്തിന് കരങ്ങളെ തട്ടി സ്തുതിച്ചാട്ടെ. உனக்கு சுகத்தை தந்த தெய்வத்துக்கு கரங்களை தட்டி சந்தோஷத்தோடு ஸ்தோத்திரம் பண்ணி. നിന്റെ കൈയടി കാണുന്ന ഒരു ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. கரங்கள் தட்டுவதை பார்க்கிற ஒரு தெய்வ சாநித்தியம் இதுக்குள்ள உண்டு. ആമേൻ. മെസ്സി നിന്റെ ആരാധന കാണത്തില്ല, പക്ഷേ യേശു നിന്റെ ആരാധന കാണും. விளையாட்டு வீரராக மெஸ்ஸி உன் ஆராதனை காண மாட்டான், ஆனா உனக்கு ஆராதனை காண்கிற ஒரு தெய்வம் உண்டு. യെസ്. അല്പനേരം കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. கரங்களை தட்டி எல்லாரும் உற்சாகமா. റിബരബര ശദരബര ദുരിയന്തര ദൽഖന റിയന്തര. Oh, thank you Jesus. 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 മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ദൈവ സാന്നിധ്യം ഇവിടെയുണ്ട്. മഹിമയും നമ്പിക്കയായി இருக்கிற தேவனுடைய மகிமையின் பிரசன்னம் இதற்குள்ள உண்டு. ഈ ഭൂമിയിൽ നിന്ന് ആരാധന ഉയർത്തുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് തിരുസാന്നിധ്യം ഇറങ്ങി വരും. ഭൂമിയിൽ ഇരുന്നുകൊണ്ട് നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഉള്ളകത്തിൽ നിന്ന് ദൈവിക പ്രസന്നം ഇറങ്ങി വരും. നിന്നെ അറിയുന്ന ഒരു ദൈവം, உங்களை அறிகிற ஒரு தெய்வம் തീ പോലെ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങും. தீ போல இந்த இரவிலே இந்த இடத்துல இறங்குவார். ആർക്ക് വേണ്ടി ഇറങ്ങുന്നതെന്ന് അറിയാമോ? யாருக்காக இறங்குவார் தெரியுமா? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. விசுவாசிக்கிறவர்களுக்காக. ഞാൻ വിശ്വസിക്കില്ലെങ്കിൽ நான் விசுவாசித்தால் എനിക്ക് വേണ്ടി ഇറങ്ങും. எனக்காக இறங்குவார். എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. எனக்காக யுத்தம் செய்வார். നീ വിശ്വസിച്ചാൽ நீங்கள் விசுவாசித்தால் നിനക്ക് വേണ്ടി ഇറങ്ങും. உங்களுக்காக இறங்குவார். നിന്റെ കുടുംബത്തിൽ വിശ്വസിച്ചാൽ உங்க குடும்பத்தார் விசுவாசித்தால் നിന്റെ കുടുംബത്തിന് വേണ്ടി உங்க ഇറങ്ങും. குடும்பத்தாருக்காக இறங்குவார். പേഴ്സണൽ ആകട്ടോ. தனிப்பட்ட ഞാൻ ആരാധിച്ചാൽ എനിക്കാ. நான் ஆராதித்தால் அது எனக்காக. നമ്മൾ ഒരുമിച്ച് ആരാധിച്ചാൽ നമുക്കാ. நாம் ഒരുമിച്ച് ആരാധിച്ചാൽ നമുക്കാக. ആമേൻ. ഇന്ന് രാത്രികാലം വിടുതൽ പ്രാപിച്ചിട്ടേ പോകാവൂ. இந்த இரவிலே நீங்கள் விடுதலை பெற்றுக் கொண்டுதான் கடந்து செல்ல வேண்டும். അല്പനേരത്തെ വേദ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. கொஞ்ச நேரത്തെ வேத தியானத்திற்காக ஒரு வசனத்துக்கு நேராய் கடந்து வருவோம். മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം. മൽകിയ தீர்க்கதரிசியின் புத்தகம் 3-ஆம் அதிகாரம் 7-ஆம் வசனத்துடைய 2வது பாகம். അവിടെ
ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരും. அங்கே நாம் இவனமாய் படிக்கிறோம், என்னிடத்துக்கு திரும்புங்கள் அப்பொழுது உங்களிடத்துக்கு திரும்புவேன் என்று சேனைகளின் கர்த்தர் சொல்லுகிறார். എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു என்று சேனைகளின் கர்த்தர் சொல்லுகிறார். വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണിത്. மிகவும் ஆசீர்வதிக்கப்பட்ட புஸ்தகம் புஸ்தகம். നമുക്കറിയാം, മനുഷ്യനുമായിട്ട് ദൈവം ഒരു ബന്ധം ആഗ്രഹിച്ചിരുന്നു. നമുക്ക് தெரியும், மனிதனுமாக தேவன் ஒரு ஐக்கியத்தை விரும்பி இருந்தார். മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ടും മനുഷ്യൻ പാപം മുഖാന്തരം ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. மனுஷனை சிருஷ்டிக்கப்பட்ட மனுஷன் பாவம் செய்ததனால தேவனோடு உள்ள ஐக்கியத்தை அவன் இழந்து போனான். അതിന്റെ അർത്ഥം ദൈവം പാപത്തെ സ്നേഹിക്കുന്നില്ല, പക്ഷേ പാപിയെ സ്നേഹിക്കുന്നു. அதற்கு என்ன காரணம் என்று ஒன்று கேட்டால், தெய்வம் പാപത്തെ നേസിക്ക മാട്ടാർ, ആന പാപിയെ നേസിക്கிறார். പക്ഷേ ഈ ജനത്തെ വീണ്ടും പിടിച്ചു തന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പദ്ധതി വേണമെങ്കിൽ, പാപം ചെയ്ത മനുഷ്യനെ മറുപടിയും திரும்பி தன்னிடத்தில் கொண்டு வருவதற்காக ദൈവത്തിന്റെ പദ്ധതി ദൈവം രൂപകൽപ്പന ചെയ്തു. ദേവൻ തമ്മുടെ திட்டத்தை அவர் ஆயத்தப்படுத்தினார். ആമേൻ. അവിടെ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. അங்கே ദേവൻ അബ്രഹാമെ തിരഞ്ഞെടുത്താർ. അബ്രഹാമിൽ കൂടെ സകല ജാതിയും അനുഗ്രഹിക്കപ്പെടുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അബ്രഹാമിൻ മുഖാന്തരമായി എല്ലാ ജനവും ദേവനാൽ ആശീർവദിക്കപ്പെടുമെന്നത് ദൈവത്തിന്റെ തിട്ടമായിരുന്നു. അബ്രഹാമിന്റെ പുത്രൻ ഇസ്ഹാക്ക് യാക്കോബിനെ ദൈവം തിരഞ്ഞെടുത്തു. അബ്രഹാമിന്റെ കുമാരനാകിയ ഇസ്ഹാക്കെ കർത്താവ് തിരഞ്ഞെടുത്താർ. ആമേൻ. യാക്കോബിനെ ദൈവം തിരഞ്ഞെടുത്തു. യാക്കോബെ തിരഞ്ഞെടുത്താർ. യാക്കോബ് മുഖാന്തരം ഏകദേശം യാക്കോബും യോസഫുമുള്ള 70 സംഖ്യ മിസ്രൈമിലേക്ക് പോയി. അങ്ങിരുന്ന് യാക്കോബ് അവനോട് കൂടെ ഉള്ള കിട്ടത്തட்ட അനേക തലമുറകൾ ഇസ്രായേലിലേക്ക് എഗിപ്തുക്ക് അടിമകളായി പോനാர்கள். ഈ 70 പേര് പോയി 400 വർഷം കഴിഞ്ഞപ്പോൾ ഏകദേശം 30,000 പേർ, 30 ലക്ഷത്തിലധികം പേരായി മാറി. 70 പേരാக போனவர்கள் ஏகദേശம் 400 வருடங்கள் தாண்டின பிறகு 30 லட்சத்துக்கு மேலான நபர்களாக பெருகினார்கள். ഈ ജനത്തെ ദൈവം വീണ്ടെടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. இந்த ஜனத்தை கர்த்தர் மீட்கும்படியாக தீர்மானம் பண்ணினார். ദൈവം മോശയെ അവർക്ക് ലീഡറായി അയച്ചു അവരെ കൊണ്ടുവന്നു. മോശയെ അവർക്ക് തലവനാக അനുപ്പി അവരെ വിടുവിക്കുம்படிയായി യത്നം பண்ணினார். നിങ്ങൾക്കറിയാമോ, 10 ബാധ അവരുടെ മധ്യത്തിൽ അയച്ചു ഈ ജനത്തെ വിടുവിച്ചു. അവനமாக 10 വാദങ്ങളെ അനുപ്പി இந்த ஜனத்தை அவர்கள் மத்தியில் இருந்து விடுவித்து മിസ്രൈമിലായിരുന്നു 10 ബാധ, പക്ഷേ ഇത് 10 അനുഗ്രഹമായിരുന്നു ഇസ്രായേൽ ജനതയ്ക്ക്. எகிப்திற்கு தான் இது 10 வாதைகளாக இருக்கும் போதும் இஸ்ரவேல் ஜனங்களுக்கு இது 10 விதமான ஆசீர்வாதங்களாக மாறினது. ആമേൻ. മിസ്രൈമിൽ കൽമഴ പെയ്യുമ്പോൾ ആമേൻ ഇസ്രായേലിൽ കൽമഴ പെയ്യുന്നില്ല. கல்மழை இஸ்ரவேல் எகிப்தில் பெய்யும் போது இஸ்ரவேலுக்கு அந்த பாதகம் இல்லாமல் இருந்தது. 10ാമത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരം ഓരോ ഭവനത്തിൽ വന്ന് മുട്ടുമ്പോൾ, தலைப்பிள்ளை சங்காரமாகிய 10வது வாதையானது ஒவ்வொரு வாதுகளை முட்டும் போது ആമേൻ, ഇസ്രായേലിന്റെ കൂടാരത്തിന്റെ മേൽ രക്ത അടയാളം ഇരിക്കുകയാ. இஸ்ரவேலுடைய கூடாரங்கள் மேல் ஆட்டுக்குட்டியின் ரத்தம் அடையாளமாக இருந்தது. ആമേൻ. ഏഞ്ചൽ അവന്റെ മരണദൂതൻ വന്ന് ചോദിക്കുക, നീ ആരാണെന്നല്ല ചോദിക്കുന്നത്, രക്തം അടയാളമുണ്ടോ എന്നാ ചോദിക്കുന്നത്. எகிப்தில் இருக்கும்போது அவன் ஸ்தோத்திர மரணதூதன் வந்துட்டு நீ யாருன்னு கேட்கிறது இல்ல, அவன் பார்க்கிறதே ரத்தம் அடையாளமாக இருக்கிறதா என்பது. രാത്രികാലം ഞാനൊരു ദൂത് പറയട്ടെ. ഞാൻ இந்த இரவில் ஒரு செய்தியை சொல்லவா? ഇന്നലകളിൽ മരണദൂതൻ വന്ന് നിന്റെ വീട്ടിൽ മുട്ടിയില്ലേ? கடந்த நாட்கள்ல மரணதூதன் வந்து உங்க வீட்ல வந்து அறைக்கதவை தட்டவில்லையா? നിന്റെ കുടുംബത്തെ പോലും നശിപ്പിച്ചു കളയുവാൻ ശത്രു പദ്ധതി ഒരുക്കിയില്ലേ? കുടുംബത്തെ മുഴുവதாக அழித்து போடுவதற்கு சத்துரு திட்டம் போடவில்லையா? നീ അറിയാത്തൊരു രക്തമടയാളം നിന്റെ കുടുംബത്തിൽ മേൽ ഇരുന്നത് കൊണ്ടല്ലേ ഇന്ന് രാത്രികാലം നിന്നെ ജീവനോട് ദൈവം ഇവിടെ കൊണ്ടുവന്നത്. ஆனால் நீங்கள் அறியாத தெய்வ குഞ്ഞാടിன் ரத்தம் உங்க வீட்டின் மேல் அடையாளமாக இருந்ததனால இவ்வளவாய் தப்பி பிழைத்து இந்த இரவில் ஆண்டவரை ஆராதிக்கும்படியாக கர்த்தர் கொண்டு வந்திருக்கிறார். அதை விசுவாசிக்கிற தெய்வ பிள்ளைகள் ஒருமித்து சத்தத்தை உயர்த்தி ஒருமித்து கர்த்தரை ஸ்தோத்திரம் பண்ணி சொல்லுங்க, ஆண்டவரே. ஆமென். Praise the Lord. Amen. Praise the Lord. Hallelujah. ആമേൻ. വീട് പൂട്ടി ഗോദറേജിന്റെ പൂട്ടിട്ടാൽ ആമേൻ മരണദൂതൻ കേറത്തില്ലെന്ന് വെക്കരുതേ. வீட்டை பூட்டி கோதரேஜுடைய தாக்கோல் கொண்டு பூட்டி போட்டிருந்தாலும் மரணதூதன் உள்ள ஏறமாட்டான்னு எந்த கேரண்டி இல்ல பாருங்க. ഒറ്റ കണ്ടീഷനാ ഉള്ളത്. ஒரே ஒரு நிபந்தனை தான் உண்டு. അത് ഇസ്രായേലിനായാലും മിസ്രൈമിനായാലും, அது ഇസ്രായേലർക്കായിരുന്നാലും എഗിപ്തിയർക്കായിരുന്നാലും രക്തം അടയാളം ഉണ്ടോ എന്നുള്ള ഒരു അടയാളമാണ് നോക്കുന്നത്. രക്തം മറ്റും അടയാളമായി ഇരുന്നാൽ மட்டும்தான் தப்பித்துக் கொள்ள முடியும். യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, യേശുവിന്റെ രക്തത്താൽ மீட்கப்பட்ட தெய்வ பிள்ளைகளே, ശത്രു നിന്നെ വന്ന് നോക്കുമ്പോൾ ഒറ്റ അടയാളമാണ് നോക്കുന്നത്. ശത്രു வந்து உங்க பக்கத்துல பார்க்கும்போது ஒரே ஒரு அடையாளத்தை தான் பார்க்கறான். യേശുവിന്റെ രക്തം അടയാളം നിന്റെ മേൽ ഉണ്ടോ എന്ന്. യേശുവിന്റെ രക്തത്തിൻ അടയാളം உங்க மேல் இருக்கிறதா, அசுரன் மேல் இருக்கிறதா என்பதை. എന്താ അന്യനെ തൊട്ട ശക്തി നിന്നെ തൊടാഞ്ഞത്? எந்த அந்நிய தெய்வங்களுடைய விக்கிரகங்களுடைய வல்லமைகள் உங்களை தொடாமல் இருக்கிறது? കാരണം നിന്റെ മേൽ ഒരു അടയാളം ദൈവം ഇട്ടിട്ടുണ്ട്. കാരണം உங்கள் மேல கர்த்தர் ஒரு அடையாளத்தை வைத்திருக்கிறார். നീ ദൈവത്തിനുള്ള
ഉള്ളതായോണ്ട് നിന്നെ തൊടാൻ കഴിയത്തില്ല. നീ ദേവനുക്കുரியവനാണപടിയാലോ ഉന്നെ ഒരുപോലും ശത്രുവിക്ക് തൊടാൻ முடியல. അങ്ങനെ ഇങ്ങനെ 10 ബാധയിൽ കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ ജനതയെ മോശ മുഖാന്തരം കൊണ്ടുവരികയാണ്. അവനമാ இந்த 10 വാദങ്ങളെ முடித்து தேவனுடைய தாசனாகிய மோசே மூலமாய் இந்த இஸ்ரவேல் ஜனங்களை எகிப்திலிருந்து கொண்டு வருகிறார். ആ വെയിലത്ത് അവർക്ക് തണലായി മേഘസ്തംഭം അവർക്ക് മുൻപായി പോകുകയാണ്. പകൽ വേളയിൽ അവർക്ക് മേഘസ്തംഭം അവർക്ക് നിഴലായി മുன்னாடி പോകുന്നത്. വഴി അറിയാത്ത ജനതയ്ക്ക് വഴി കാണിക്കുന്ന ഒരു മേഘസ്തംഭം. അവ വഴി தெரியாத ജനക്കൂട്ടത്തിற்கு വഴികാട്ടുമ്പടിയായി ഉള്ള ഒരു മേഘസ്തംഭം. ഇരുട്ടറയിൽ നിൽക്കുന്ന ജനതയ്ക്ക് വെളിച്ചമായ ഒരു അഗ്നിത്തൂണ്. ആമേൻ. ഇരുട്ടിൽ നിൽക്കുന്ന ജനത്തിற்கு വെളിച്ചമായി இருக்கும்படி അഗ്നി സ്തംഭം. ഈ ജനത്തെ വഴികാട്ടുവാൻ വേണ്ടി ദൈവ സാന്നിധ്യം അവരുടെ കൂടെ പോകുകയാണ്. இந்த ஜனத்தை வழிநடத்தும்படிக்கு தெய்வ பிரசன்னம் அவங்களுக்கு முன்பாக போய் கொண்டிருந்தது. കനാൻ ദേശത്തിലേക്ക് യോശുവയുടെ നേതൃത്വത്തിൽ എത്തി. കാനാൻ ദേശത്തിൽ യോശുവയുടെ തലവത്വത്തിൽ അവർ പ്രവേശിച്ചാர்கள். അവരുടെ ആഹാരം സുഭിക്ഷമായി കഴിച്ച് ദൈവ സാന്നിധ്യത്തിൽ അവർ യോശുവയുടെ നേതൃത്വത്തിൽ കനാനിലെത്തി. എല്ലാവിധமான ആഹാരങ്ങളെ സുഭിക്ഷമായി ഭക്ഷിച്ചുകൊണ്ട് അവർ കാനാനിൽ യോശുവയുടെ തലവത്വത്തിൽ മുന്നേറി പോனார்கள். പിന്നെയും അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയി. ആനാലും അവർ ദേവനെ വിട്ടു വിലകി പോனார்கள், ദൂരം പോனார்கள். ദൈവം സമയാസമയം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. അതാ വേളകളിൽ ദേവൻ ന്യായാധിപതികളെ ഏർപ്പെടുത്തിനാർ. നമുക്കറിയാം അതിന്റെ രൂത്തിന്റെ പുസ്തകത്തിൽ ന്യായാധിപന്മാരുടെ സമയമാണ് കാണുന്നത്. ரூத்துடைய പുസ്തകത്തിൽ ന്യായാധിപതികളുടെ നാളുകളെ കുറിച്ച് നാം பார்க்கிறோம். അങ്ങനെ ശമൂവേലിന്റെ അവസാനത്തെ ന്യായാധിപതി ശമൂവേൽ വന്നു. കടസിയായുള്ള ന്യായാധിപതിയാണ് ശമൂവേൽ വന്നാൽ ജനം വന്ന് ഞങ്ങൾക്ക് രാജാവിനെ വേണമെന്ന് ചോദിച്ചു. ജനം വന്ന് ശമൂവേലിനെ കേട്ടാൽ ഞങ്ങൾക്ക് രാജാവെ വേണ്ടുമെന്ന് കേട്ടാர்கள். അത് പ്രകാരം ശമൂവേൽ ശൗലിനെ അഭിഷേകം ചെയ്തു. പ്രകാരமாக ശമൂവേൽ ശൗലെ അഭിഷേകം பண்ணி രാജാവാക്കി മാറ്റി. ആമേൻ ആമേൻ. ദൈവത്തിൽ നിന്ന് വിട്ടുമാറിയപ്പോൾ ദൈവം ദാവീദിനെ തെരഞ്ഞെടുത്തു. சவுல் தேவனுக்கு பிரியமில்லாமல் சொன்னபடியால் அவனை விலக்கி விட்டு தேவன் தாவீதை தெரிந்தெடுத்தார். ദാവീദിന് ശേഷം ദാവീദിന്റെ സന്തതിയായ ശലോമോനെ തെരഞ്ഞെടുത്തു. ദാവീദുக்கு பிறகு தாவீதுடைய സന്തതിയായിരുന്ന ശലോമോനെ തെരഞ്ഞെടുത്തു. ശലോമോന് ശേഷം കിങ്ഡം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ശലോമോനുக்கு பிறகு രാജ്യം രണ്ടാக പിരിക്കപ്പെട്ടது. ഒന്ന് സദേൺ കിങ്ഡവും ഒന്ന് നോർത്തേൺ കിങ്ഡവും. ഒന്ന് വടക്കും രണ്ട് തെക്കുமாக രണ്ട് ഭാഗങ്ങളാக പിരിക്കപ്പെട്ടത്. ആമേൻ. നോർത്തേൺ കിങ്ഡം അസീറിയയിൽ 722 ബിസിയിൽ അസീറിയക്കാർ വന്ന് ഇവരെ പിടിച്ചടക്കി. വടക്ക് രാജ്യമാകിയ വടക്ക് രാജ്യത്തെ BC 722 അസീറിയ രാജാക്കൾ വന്ന് അവരെ പിടിച്ചുകൊണ്ട് പോനാர்கள். അപ്പോൾ യഹൂദ പറഞ്ഞു ഞങ്ങളെ പിടിച്ചടക്കാൻ കഴിയത്തില്ല. அப்படி தென் பிரிவில் இருந்தவர்கள் சொன்னார்கள் எங்களை யாராலும் பிடித்தடக்க முடியாது. ഞങ്ങൾക്ക് ദേവാലയമുണ്ട്, எங்களுக்கு தேவாலயமுண்டு, ഞങ്ങളുടെ അവിടെ ആരാധനയുണ്ട്, எங்களுக்கு ஆராதனை உண்டு, ഞങ്ങളുടെ അവിടെ യാഗങ്ങളുണ്ട്, எங்களுக்கு பலிகளுண்டு, ഞങ്ങൾക്ക് പുരോഹിതന്മാരുണ്ട്, ആസാര്യരുണ്ട്, ഞങ്ങൾക്ക് വർഷിപ്പ് ലീഡേഴ്സ് ഉണ്ട്, எங்களுக்கு ആരാധന തലവറുണ്ട്, ഞങ്ങൾക്ക് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, எங்களுக்கு വാദ്യ കരുവികളുണ്ട്, ഞങ്ങൾക്ക് ദൈവത്തിന്റെ ആലയമുണ്ട്, எங்களுக்கு தேவனுடைய ஆலயமுண்டு. പക്ഷെ അവരറിഞ്ഞില്ല. ஆனால் അവർക്ക് தெரியாது ആ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് ദൈവ സാന്നിധ്യം വിട്ടുപോയിരുന്നു. அந்த தேவனுடைய ஆலயத்தில் தேவனுடைய பிரசன்னம் விலகி போயிருந்தது என்பதை. ആമേൻ. നിങ്ങൾക്കറിയാമോ വർഷത്തിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് കയറാം. உங்களுக்கு தெரியுமோ வருடத்தில் ஒரே ஒரு முறை தான் பிரதான ஆசாரியன் மகாபரிசுத்த ஸ்தலத்தில் பிரவேசிக்க முடியும். ആമേൻ. അശുദ്ധിയോടെ മഹാപുരോഹിതൻ അതിപരിശുദ്ധൽ കയറിയാൽ അവിടെ മരിച്ചു വീഴും. அவன் பரிசுத்தம் இல்லாமல் அந்த மகாபரிசுத்த ஸ்தலத்தில் பிரவேசிப்பானேயானால் அந்த இடத்திலே அவன் சத்து விழுந்து விடுவான். പക്ഷേ ഇവൻ അശുദ്ധിയോടെ കയറിയിട്ടും മഹാപുരോഹിതൻ മരിച്ചു വീഴുന്നില്ല. ഇപ്പോൾ അശുദ്ധമുള്ളവനായ இந்த பரிசுத்த மகாபரிசுத்த ஸ்தலத்தில் பிரவேசித்தும் அவன் சாகலையே. അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. காரணம் എന്നോ നടന്നിരിക്കുന്നു. എവിടെയൊക്കെയോ റോങ് ആയിട്ടുണ്ട്. എവിടെയോ തവറ് സംഭവിച്ചിരിക്കുന്നു. ഒരു കാര്യമാണ് അവർ മനസ്സിലാക്കാഞ്ഞത്. അത് ഒരേ കാര്യം மட்டும் അവർക്ക് புரிந்து கொள்ளவில்லை. അവരിൽ നിന്ന് ഈ സാന്നിധ്യം വിട്ടുപോയിരുന്നു. தேவ பிரசன்னம் அந்த ஆலயத்தில் நிரம்பியிருந்தது. அந்த தேவ பிரசன்னம் அவளை விட்டு விலகி போனதை அவர்கள் புரிந்து கொள்ளவில்லை. ദൈവം അവർക്ക് വാണിംഗ് കൊടുത്തു. தேவனுக்கு எச்சரிப்பை கொடுத்தார். നിങ്ങൾ മടങ്ങി വന്നില്ല എങ്കിൽ, நீங்கள் திரும்பி வராவிட்டால் നിങ്ങളെ ബാബിലോണിക്കുള്ള പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും. நான் உங்களை பாபிலோன் ராஜாவின் கீழே சிறைவாசத்துக்கு உங்களை ஒப்புக்கொடுப்பேன். ഹബക്കുക്ക് പ്രവാചകൻ വായിക്കുമ്പോൾ ഇതാ അതിന്റെ മെസ്സേജ്. ഹബക്കുക്ക് ദീർഘദർശിயின் മൂലமாக വാസിക്കുമ്പോൾ இதுதான் அவருடைய செய்தி. തന്റെ ജനം നീതികേട് പ്രവർത്തിക്കുന്നെന്ന് പറഞ്ഞ് ദൈവത്തോട് കംപ്ലൈന്റ് പറയുന്നു. தன்னுடைய ஜனம் எல்லாம் அநீதி செய்கிறார்கள் என்பது தேவனுக்கிட்ட அந்த கம்ப்ளைண்டா சொல்லுகிறாரு. ആമേൻ. ദൈവം പറഞ്ഞു ഞാൻ അവരെ ശിക്ഷിക്കും. தேவன் சொல்றார் நான் அவரை தண்டிப்பேன். അപ്പോൾ ഹബക്കുക്ക് ചോദിച്ചു നീ എങ്ങനെ അവരെ ശിക്ഷിക്കും? ഹബക്കുക്ക് കേட்கிறான் நீ எப்படி அதை தேவமே நீ எப்படி அவளை தண்டிக்க போகிறீங்க? ഇപ്പോൾ തളർന്നിരിക്കുന്ന ബാബിലോണിനെ ഞാൻ എഴുന്നേൽപ്പിക്കും. நான் இப்போ இடிந்து கிடக்கிற பலன் இல்லாமல் இருக்கிற பாபிலோனை மறுபடியும் புத்துயிர் விட்டு எழும்ப பண்ணுவேன். അവരെ കൊണ്ട് ഞാൻ ഇസ്രായേലിനെ യഹൂദയെ പണിഷ്മെന്റ് ചെയ്യും.
அந்த பாபிலோன் சாம்ராஜ்யத்தை வைத்து நான் இஸ்ரவேல் ஜனங்களை தண்டிப்பேன். അപ്പോൾ ഹബക്കൂക്ക് പറഞ്ഞു എങ്ങനെ ഒരു ആമേൻ ദുഷ്ട രാജ്യം കൊണ്ട് നിന്റെ ജനത്തെ ആമേൻ ആമേൻ നശിപ്പിക്കും നീ? ஹபக்கூக் கேட்டால் அப்படிப்பட்ட துஷ்ட ஜனமாகிய ஒரு ராஜ்யத்தை கொண்டு எப்படி உம்முடைய ஜனத்தை நீ தண்டிக்க போகிறீங்க? ആമേൻ മടങ്ങി വന്നില്ല എങ്കിൽ ദൈവത്തിന്റെ നീതി ആമേൻ ആമേൻ ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടുമെന്ന് പ്രവാചകന്മാരിൽ അറിയിച്ചു. திரும்பி வராமல் இருந்தால் யாரை கொண்டு என்ன செய்யும் என்பது கர்த்தருக்கு நல்லா தெரியும். அதனால தான் சொன்னா துன்மார்க்கரை கொண்டு நான் அவளை சிட்சிப்பேன். യെരമ്യ പ്രവാചകനിൽ കൂടെയുള്ള ദൂത് അവരെ കേൾപ്പിച്ചു. எரேமியா தீர்க்கதரிசியின் மூலமாய் தெய்வீக ஆலோசனை அவருக்கு சொன்னார். ഇവർ മടങ്ങി വന്നില്ല. இவர் திரும்பி வரவில்லை. 586 BC 586 നെബൂഖദ്നേസർ രാജാവ് വന്ന് ഈ ദേവാലയത്തെ ചുട്ടു നശിപ്പിച്ചു. நேபுகாத்நேச்சர் தன்னுடைய சேனாகளோடு வந்து இந்த ஆலயத்தை மொத்தத்துல சுட்டு தீயில சுட்டு போட்டார். ആമേൻ. ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ജനത്തെ പിടിച്ചു കൊണ്ടുപോയി. இது மட்டுமல்லாமல் அங்கே இருந்த ஜனத்தை எல்லாம் சிறைவாசம் பண்ணி கொண்டு போனார். ഇപ്പോൾ ബാബിലോണിൽ ഇരുന്ന പഴയ കാലം ഓർത്ത് ദുഃഖിക്കുകയായി ഇവർ. இப்போது பழைய காலங்களை நினைத்து பாபிலோனில் இருந்து எல்லாரும் துக்கிக்கிறார்கள். പണ്ടത്തെ ആരാധനയെ ഓർത്ത് ദുഃഖിക്കുകയാ. முன்னாடி இருந்த ஆராதனை நினைத்து இவர் வேதனைப்படுகிறார்கள். ഇപ്പോൾ അവർക്ക് ആരാധന ആലയമില്ല. இப்போ ஆராதிக்கணும் എന്നത് ஆராதனைக்கு ஆலயம் இல்லை. അവർക്ക് ആരാധിക്കാൻ വേറൊരു സ്ഥലമില്ല. ആരാധിപ്പதற்கு വേറെ ഒരു ഇടമിல்லை. പണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചെന്ന് പറയാനേ കഴിഞ്ഞുള്ളൂ. ഇവർക്ക് ഒരേ சொல்றதுக்கு ஒரே ஒரு காரியம், முன்னாடி என் பிதாக்கள் அதை ஆராதித்துக் கொண்டிருந்தார்கள். പക്ഷെ നിങ്ങൾക്കറിയാമോ സെരുബാബേലിന്റെ നേതൃത്വത്തിൽ വന്ന് ഇവർ ദേവാലയം പണിതു. ஆனால் உங்களுக்கு தெரியுമോ സെരുബാബേലിന്റെ தலைமைத்துவத்தின் கீഴിൽ இவர்கள் கடந்து வந்து தேவாலயம் பணிதார்கள். അതിനുശേഷം നമുക്കറിയാം നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ വന്ന് മതിലുകൾ പണിയപ്പെട്ടു. உங்களுக்கு தெரியும் നെഹമ്യാവിன் தலைமைத்துவத்தின் கீழ் கடந்து வந்து அவருடைய மதில்களை கட்டினார்கள். ആമേൻ. മതിൽ പണിതപ്പെട്ട് ഇവർ ദൈവത്തിലേക്ക് മടങ്ങി വന്നു. മതിൽ കെട്ടിന പിറകെ അവർ ദൈവത്തിലേക്ക് മടങ്ങി വന്നു. വലിയൊരു ഉണർവ് അവിടെ സംഭവിച്ചു. ഒരു എഴുപ്പൽ നടന്നത്. എസ്രാ ശാസ്ത്രി തിരുവെഴുത്ത് വായിക്കുന്നു. 6 മണിക്കൂറോളം തിരുവെഴുത്ത് വായിക്കുന്നു. 6 മണിക്കൂർ നീണ്ടதாக எஸ்ரா தீர்க்கதரிசி ஆசாரியன் வந்து இந்த நியாயப்பிரமாணத்தை புத்தகத்தை வாசித்து கேட்பிக்கிறார். അത് കേൾക്കുന്ന ജനങ്ങളെല്ലാം ദൈവത്തിന്റെ വചനം കേട്ട് സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിക്കുന്നു. அந்த வசனத்தை கேட்கும்போது ஜனமெல்லாம் ஒன்றாக கீழே முகம் குப்புற விழுந்து தேவனை ஆராதிக்க ஆரம்பித்தார்கள். വചനം കേട്ട ജനം ദൈവത്തിന്റെ ഉണർവ് അവിടെ വെളിപ്പെട്ടു. வசனத்தை கேட்டவர்களுக்கு தெய்வனுடைய எழுப்புதல் உண்டானது. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെട്ടു. தேவனுடைய கிரியை அங்கே வெளிப்பட்டது. പക്ഷേ ഇവർ ദൈവത്തിൽ നിന്ന് പിന്നെയും അകന്നുപോയി. ஆனாலும் அவர்கள் தேவனை விட்டு தூரமாய் விலகி போனார்கள். ആമേൻ. ഒരു കാലഘട്ടത്തിൽ ദൈവത്തെ അറിഞ്ഞ തലമുറ, ஒரு காலகட்டத்தில் தேவனை அறிந்து கொண்ட சந்ததி, ഒരു കാലഘട്ടത്തിൽ ദൈവ സാന്നിധ്യം വഹിച്ച തലമുറ, ஒரு காலகட்டத்தில் தேவனுடைய பிரசன்னத்தை சுமந்து கொண்ட சந்ததி, ഒരു കാലഘട്ടത്തിൽ അഭിഷേകത്തിൽ നിന്ന തലമുറ, ஒரு காலகட்டத்தில் அபிஷேகத்தில் நிறைந்த சந்ததிகள் ദൈവത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് ദൂരമായി പോയിരിക്കുകയാണ്. അതുകൊണ്ട് ആമേൻ 39ാമത്തെ ബുക്കായ അവസാനത്തെ ബുക്കിൽ മലാക്കി വിളിച്ചു പറയുക, എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ, എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും. அதனால தான் பழைய ஏற்பாடு 39வது புத்தகமாக இருக்கிற கடைசி புத்தகத்தில் இவ்வளமாய் அறைகூவல் விட்டு சொல்ல, என்னிடத்தில் திரும்புங்கள், நான் உங்களிடத்தில் திரும்பி வருவேன் என்று. വളരെ മനോഹരമായ ഒരു ബുക്ക്, மிகவும் அழகான ஒரு புக். 55 വാക്യങ്ങളുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബുക്ക്. വെറും 55 വചനങ്ങൾ நிறைந்த மிகவும் அழகான ஒரு புத்தகம். ഇതിനകത്ത് ആമേൻ മലാക്കിയും ദൈവവുമായിട്ടുള്ള കോൺവെർസേഷനാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. இதுக்கு உள்ளே മൽകിയ தீர்க்கதரிசியும் தேவனுமாய் நடக்கிற സംഭാഷണം എഴുതപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ ജനത്തിനോട് മടങ്ങി വരാൻ പറയുന്ന ദൂതാണ് ഇതിനകത്ത് കേൾക്കുന്നത്. விட்டு தூரமாய் போன ஜனத்தை பார்த்துக்கொண்டு நீங்கள் சமீபித்து தேவனிடத்தில் வாருங்கள் என்று சொல்லக்கூடிய செய்தியை தான் நமக்கு வாசிக்க முடிகிறது. അപ്പോൾ ആ ജനം പറയുക, അപ്പോൾ அந்த ஜனம் சொல்லுகிறார்கள், ഞങ്ങൾക്ക് ആലയമുണ്ട്, எங்களுக்கு ஆலயம் உண்டு, ഞങ്ങൾക്ക് ആരാധനയുണ്ട്, எங்களுக்கு ஆராதனை உண்டு, ഞങ്ങൾക്ക് യാഗങ്ങളുണ്ട്, எங்களுக்கு பலிகள் உண்டு, ഞങ്ങൾക്ക് സകലവും നടക്കുന്നുണ്ട് ക്രമമായി, எங்களுக்கு எல்லாமே ஆமென் ஒழுங்காக நடந்து கொண்டிருக்கிறது. പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. அது எங்கேயோ என்னெல்லாமோ அவர்கள் இழந்து போனார்கள். ആമേൻ. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി മലാക്കിയിൽ കൂടെ അവരോട് ദൂത് പറയുകയാണ്. தேவனுடைய ஆவியில வல்லமையாய் ஒரு செய்தி அவளுக்கு சொல்லுகிறார். എന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നാൽ, என்னிடத்தில் திரும்பி வந்தால் ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരും. நான் உங்களிடத்துக்கு திரும்பி வருவேன். അവൻ എന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നാൽ, என்னிடத்துக்கு நீங்க திரும்பி வந்தால் ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരും. நானும் உங்களிடத்தில் திரும்பி வருவேன். ഇവിടുത്തെ ചോദ്യം, ഞങ്ങൾ എന്തിനാൽ മടങ്ങി വരണം? இங்க கேள்வி, நான் எதற்காக திரும்பி வர வேண்டும்? എല്ലാം ക്രമമായി പോകുന്നുണ്ടല്ലോ, எல்லாம் ஒழுங்காய் போய் கொண்டிருக்கிறது. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ടല്ലോ, தேவன் எங்களை ஆசீர்வதித்துக் கொண்டிருக்கிறார், സമൃദ്ധിയിൽ നിൽക്കുകയാണല്ലോ, நாங்கள் சம்பூர்ணமாய் இருக்கிறோமே, ഞങ്ങൾ എന്തിനാ മടങ്ങി വരേണ്ടത്? எதற்காக நாங்கள் திரும்பி வரணும்? ഇവിടെ അക്കമിട്ട് മലാക്കിയിൽ കൂടെ
ദൈവത്തിന്റെ വരവിൽ മടങ്ങി വരേണ്ടത് കാര്യം ദൈവജനത്തോട് അറിയിക്കുകയാണ്. இங்க ஒன் பை ஒன்னாக ஒன்றன் பின் ஒன்றாக தேவஜனம் எதற்காக திரும்பி வர வேண்டும் என்பதை வேதத்திலிருந்து நமக்கு வாசிக்க முடியும். ദൈവം അവരോട് ഒന്നാമത്തെ പറയുകയാ. தேவன் முதலாவது அவர்களுக்கு சொல்லுகிறார். മൂന്നാമത്തെ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കിടക്കുക. മൂന്നാം അധികാരം രണ്ടാമത്തെ വചനത്തിൽ നാം നിപുണമായി വാസിக்கிறோம். ആമേൻ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന്, நான் உங்களை நேசிக்கிறேன் என்று യഹോവ അരുളി ചെയ്യുന്നു. கர்த்தர் சொல்லுகிறார். എന്നാൽ നിങ്ങൾ എന്തിനാൽ ഞങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. ஆனால் நீங்கள் ഇപ്പോൾ கேட்கிறீர்கள், நீங்கள் நான் எதற்காக உங்களை நேசிக்க வேண்டும் என்று கேட்கிறீர்கள். ആമേൻ. ആദ്യത്തെ ദൈവത്തിന്റെ മറുപടി അവരോട് പറയാ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ஏன் நீங்கள் மடங்கி திரும்பி வர வேண்டும்? முதலாவதாக நான் உங்களை நேசிக்கிறேன். അപ്പോൾ യേശാവും യാക്കോബും ഇരിക്കെ ഞാൻ യാക്കോബിനെ തെരഞ്ഞെടുത്തത്, ഇസ്രായേൽ തെരഞ്ഞെടുത്തത് ഒരു മേന്മ കൊണ്ടല്ല, എന്റെ സ്നേഹം കൊണ്ടാ. நான் யாக்கோபும் ஏசாவும் இருக்கிற இடையில யாக்கோபை தெரிந்தெடுத்தது வேற ஒண்ணுனாலும் அல்ல, நான் அவனை அதிகமா நேசிக்கிறதுனால. ഇന്ന് ഈ ആമേ പന്തലിൽ ഇരുന്ന് നിങ്ങൾക്ക് ദൈവവചനം കേൾക്കുവാൻ നിന്നെ തെരഞ്ഞെടുത്തത് നിന്റെ കുടുംബശ്രേഷ്ഠത കൊണ്ടല്ല, നിന്നെ ഞാൻ സ്നേഹിച്ചത് കൊണ്ടാണെന്ന്. இந்த பந்தல் கீழிருந்து தேவ வசனத்தை கேட்கும்படிக்கு உங்களுக்கு கர்த்தர் கொடுத்திருக்கிற வாய்ப்பு, தேவன் உங்களை நேசித்து தெரிந்தெடுத்து தந்த ஒரு வாய்ப்பு. ആ സ്നേഹത്തിലേക്ക് ദൈവം കാണിച്ചു തരികയാ. அந்த സ്നേഹத்திற்கு கர்த்தர் உங்களை அழைத்து காண்பித்து தருகிறார். ആമേ. യേശാവ് പറയാ, ഞാൻ പണിയും. ஏசாவு சொல்கிறார், நான் கட்டுவேன். ഏദോമേര് പറയും, ഞാൻ പണിയും. പക്ഷെ ദൈവം പറയും, ഞാൻ ഇടിച്ചു കളയും. ஏதோமே சொல்கிறார்கள், நாங்கள் கட்டுவோம். ஆனால் தேவன் சொல்கிறார், நான் அதை இடித்து போடுவேன். ദൈവമില്ലാതെ നീ എന്ത് കെട്ടിപ്പണിതാലും അത് ശൂന്യമായി മാറും. தேவன் இல்லாமல் நீ எதெல்லாம் கட்டி எழுப்பினாலும் அவை எல்லாம் பாழாய் போகும். നിന്നെ തെരഞ്ഞെടുത്തത് എന്റെ സ്നേഹം കൊണ്ടാ. நான் உன்னை தெரிந்தெடுத்தது என்னுடைய நேசத்தினாலே. പക്ഷെ നീ ചോദിക്കുക, നീ എന്തിനാൽ ഞങ്ങളെ സ്നേഹിക്കുന്നു? ஆனால் நீ கேட்கிறாய், ദൈവമേ നീ ஏன் எங்களை நேசிக்கிறாய் என்று. ഇന്ന് ഈ രാത്രികാലം നിങ്ങളോട് ഒരു ദൂത് പറയുകയാ. இரவிலே நான் உங்களுக்கு ஒரு செய்தியை சொல்லுகிறேன். ഇവിടെ ഈ പന്തലിന്റെ കീഴിൽ ഇരിക്കുന്ന നിങ്ങളോട് ഒരു ദൂത് ഞാൻ വിളിച്ചു പറയുകയാ. പന്തലിൻ കീഴിൽ இருக்கிற உங்களை பார்த்து ஒரு செய்தியை சொல்லுகிறேன். ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. தேவன் உங்களை நேசிக்கிறார். നിന്നെ സ്നേഹിച്ചതുകൊണ്ടാ സ്വന്തം പുത്രൻ നിനക്ക് വേണ്ടി തന്നതെന്ന് അടിവരയിട്ട് പറയുകയാ. உங்களை தேவன் நேசித்ததனால அவருடைய சொந்த குமாரனை உங்களுக்கு தந்தார் என்று நான் கோடிட்டு காண்பிக்க விரும்புகிறேன். തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തന്റെ സ്വന്തം കുമാരനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനെ കെട്ടുപോകാமல் അവൻ നിത്യജീവനെ പെற்றுകൊള്ളുമ്പടിക്ക് അവൻ ഇവളവായി ലോകത്തിൽ അൻപ് കൂർന്നാർ. പക്ഷെ നിങ്ങൾ ചോദിക്കുക, എന്തിനാൽ നീ എന്നെ സ്നേഹിക്കുന്നു? நீங்க கேக்குறீங்க, எதற்காக என்ன நேசிக்கிறீங்க? നിങ്ങളെ ഞാൻ റെവലേഷൻ 2-ാം അധ്യായത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. ഞാൻ വെളിപ്പെടുത്തൽ വിശേഷം 2-ാം അധികാരത്തിലേക്ക് നേരെ നിങ്ങളെ കൊണ്ടുപോകാൻ വിരുമ്പുന്നു. മനുഷ്യരുടെയും ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മനുഷ്യനുക്ക് ദേവനോടുള്ള സ്വഭാവത്തിന്റെ വേറുപാട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിരുമ്പുന്നു. ഞാനും ജോൺ ജോസഫ് പാസ്റ്ററോട് ഇവിടെ നിൽക്കുകയാണ്. ഞാനും പാസ്റ്റർ ജോൺ ജോസഫ് ഇങ്ങ നിൽக்கிறோம். ജോൺ ജോസഫ് പാസ്റ്റർ എനിക്ക് 10 നന്മകൾ ചെയ്തു. ജോൺ ജോസഫ് പാസ്റ്റർ എനിക്ക് 10 നന്മകളെ ചെയ്താர். പക്ഷേ അവസാനം എനിക്കൊരു തിന്മ ചെയ്താൽ, കடைசியாக எனக்கு ஒரு தீமை செய்தார், ഞാൻ ഏതായിരിക്കും ഓർക്കുന്നത്? എதை ஞாபகத்தில் வைத்திருப்பேன்? അന്നാലും ജോൺ ജോസഫ് പാസ്റ്റർ എന്നോട് അത് ചെയ്തല്ലോ. இந்த 10 നന്മകളെ ചെയ്തിട്ട് കடைசியாக ഒരു തിന്മ ചെയ്തീர்களே, അത് മനുഷ്യന്റെ സ്വഭാവം. അത് എപ്പോഴും മനുഷ്യനുடைய സ്വഭാവം. അങ്ങനെയല്ലേ? அப்படிதானே நம்ம. ആമേൻ. ഞാൻ പറഞ്ഞു തരാം ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്ന്. நான் சொல்லித்தரேன் தேவனுடைய സ്വഭാവം என்ன என்று. റെവലേഷൻ 2 വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം എടുത്താട്ട് വെളിപ്പെടുത്തൽ വിശേഷം 2-ാം അധികാരം 2-ാം വചനം ഇങ്ങനെയായി சொல்லுகிறது. അവിടെ എഫെസോസ് സഭയെക്കുറിച്ചുള്ള ദൂത് ദൈവത്തിന്റെ ആത്മാവിൽ കൂടെ വിളിച്ചു പറയുകയാണ്. എഫേസു സഭയെക്കുറിച്ചുള്ള ചെയ്തിயை ആമേൻ സ്തോത്രം ഇങ്ങ ആണ്ടവർ சொல்லுகிறார். അവിടെ ഇങ്ങനെ ഇരിക്കും, ഞാൻ നിന്റെ പ്രവൃത്തിയും, அங்க இவனமாய் சொல்றது, நான் உன் கிரியைகளையும். ആമേൻ. ശ്രദ്ധിച്ചോ, നിന്റെ പ്രവൃത്തി, நான் உன்னுடைய கிரியைகள். ഞാൻ ഇവിടെ വന്നിട്ട് ഒത്തിരി സന്തോഷത്തോടെ ആയിരിക്കുന്നത്. ഞാൻ இடத்துல வந்து ரொம்ப சந்தோஷமா இருக்கிறேன். ദൈവനാമത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന നിങ്ങളുടെ അധ്വാനം കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. தேவனுக்காகவும் தேவ நாமத்திற்காகவும் சபைக்காகவும் நீங்க செய்கிற ஒவ்வொரு கிரியைகளை കാണുമ്പോൾ ரொம்ப சந்தோஷமா இருக்கிறேன். മനുഷ്യൻ അത് മറന്നാലും, மனிதன் மறந்து போனாலும் ദൈവം മറക്കത്തില്ല. தேவன் ஒருபோதும் மறப்பதில்லை. കാരണം നിന്റെ പ്രവൃത്തിയെ കാണുന്ന
കാണുന്ന ഒരു ദൈവമുണ്ട്. உங்கள் கிரியைகளை காண்கிற ஒரு தேவன் உண்டு. ഈ മൂന്നാമത്തെ ദിവസം രാത്രി തിരുവചനം കേൾക്കാൻ വന്നിരിക്കുന്നല്ലോ. മൂന്നാം നാൾ இரவில் கர்த்தருடைய வார்த்தை கேட்க வந்திருக்கிறீர்களே. ഇത് കാണുന്ന ഒരു ദൈവമുണ്ട്. இது காண்கிற ஒரு தேவன் உண்டு. നീ ചെയ്യുന്ന നിന്റെ പ്രവൃത്തി അറിയുന്ന ഒരു ദൈവം. நீங்கள் செய்கிற கிரியைகளை அறிகிற ஒரு தேவன். നിന്റെ പ്രവൃത്തി അറിയുന്ന ഒരു ദൈവം. உங்கள் கிரியைகளை அறிகிற தேவன். രണ്ടാമത്തെ അവിടെ കിടക്കുക നിന്റെ പ്രയത്നം നിന്റെ ഹാർഡ് വർക്ക് അറിയുന്ന ദൈവം. பிரயாசத்தை அறிகிற ஆண்டவர். ആമേ ഇവിടെ നിന്റെ ആമേ പ്രയത്നവും അറിയുന്ന ഒരു ദൈവം. உங்கள் பிரயாசத்தை அறிகிற ஆண்டவர். അടുത്തത് പറയാം നിന്റെ സഹിഷ്ണുത അറിയുന്ന ഒരു ദൈവം. അടുത്തത് சொல்ல உன் பொறுமை அறிகிற ஆண்டவர். ആമേ നിനക്ക് കൊള്ളരുതാത്തവരെ കണ്ടുകൂടാത്തതുമായി ആമേ ആമേ അവരോട് കോംപ്രമൈസ് ചെയ്യാത്ത ഒരു സ്വഭാവമുള്ളത് അറിയാം. நீ பொல்லாதவளை சகிக்க கூடாமல் இருக்கிறதையும் எனக்கு நல்லா தெரியும். അപ്പോൾ ഒന്ന് നിന്റെ പ്രവൃത്തി അറിയാം. ஒன்று உங்களுடைய கிரியைகளை தெரியும். രണ്ട് നിന്റെ ഹാർഡ് വർക്ക് അറിയാം. ரெண்டு உங்களுடைய பிரயாசங்களை தெரியும். ദൈവനാമത്തിനു വേണ്ടി ചെറുത് ചെയ്യുന്നതൊന്നും വെറുതെ അല്ല. தேவநாமத்திற்காக நீங்க செய்வதொന്നും விருதாய் போகாது. ആമേ അതെല്ലാം എനിക്കറിയാം. அதெல்லாம் எனக்கு நல்லா தெரியும். ദൈവ സാന്നിധ്യത്തിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പ് പോലും അറിയുന്ന ഒരു ദൈവം. தேவ பிரசன்னத்தில் நீங்க இருக்கிற இருப்பு போல கர்த்தர் அறிந்திருக்கிறார். അവസാനം പറയുക கடைசியாக சொல்லுகிறார் എങ്കിലും ஆனாலும் നിനക്കൊരു കുറവുണ്ട്. உன்னிடத்தில் ஒரு குறை உண்டு. മനുഷ്യനാണെങ്കിൽ എന്ത് ചെയ്തേനെ ആദ്യമേ കുറവ് പറഞ്ഞേനെ. மனுஷனா இருந்தா முதல்ல என்ன சொல்லுவாங்க? முதல்ல குறைய சொல்லுவாங்க. അവർക്ക് തിന്മ പറയാൻ എളുപ്പം. அவருக்கு தீமையை குறித்து குறைகளை சொல்லுவதுதான் நம்ம எളുപ്പം. നന്മ ചെയ്താലും ഒരു തിന്മയുണ്ടെങ്കിൽ അത് പറയും അവര്. எத்தனை தான் நன்மைகளை பெற்றுக்கொண்டாலும் செய்திருந்தாலும் சொல்றது எல்லாமே ஏதோ செய்த. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു 5 or 6 കറി ഉണ്ടാക്കിയിട്ട് ഒരു കറിയിൽ ഉപ്പൊന്ന് കൂടിപ്പോയാൽ ആരായിരിക്കും അതിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത്? உங்களுக்கு தெரியுமா, இங்க சாப்பாடு வைக்கிறாங்க, எல்லா கூட்டுக்கறிகளும் நல்லா வச்சுட்டு ஒரே ஒரு கூட்டில் மட்டும் கொஞ்சம் உப்பு கூடுதல் இருந்தா போற இடத்துல எல்லாம் சொல்லிட்டு நடப்போம், இன்னைக்கு அந்த கூட்டில் மட்டும் உப்பு கூடுதல் என்ன എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? നല്ലതിന്റെ പേരൊന്നും പറഞ്ഞില്ലേലും ഇതിനല്പം ഉപ്പുണ്ടെന്ന് പറയും. உண்மைதானே? நம்மகிட்ட கேட்ட சொல்லுவோம்ல, எல்லாம் நல்லா இருந்தது, அந்த கூட்டில் மட்டும் கொஞ்சம் உப்பு கூடலன்னு. ആമേൻ. തിന്മ മാത്രം കാണുന്ന ചിലര്, தீமையை மட்டும் பார்க்கிற, குறைகளை மட்டும் பார்க்கிறவர்கள், എല്ലാ ദിവസവും എല്ലാ ഫംഗ്ഷനിലും ചുരിദാർ മേടിച്ച് തന്നാലും ഒരു ബർത്ത്ഡേക്ക് ചുരിദാർ മേടിച്ച് തന്നില്ലെങ്കിൽ എന്നാലും നിങ്ങൾ എനിക്കത് മേടിച്ച് തന്നില്ലല്ലോ എന്ന് തിന്മ മാത്രം പറയുന്ന ചിലര്. எல்லா பிறந்த நாளுக்கு எத்தனை சுடிதார் சாரின்னு வாங்கி கொடுத்தாலும் ஆனா ஒரே ஒரு நாள் மட்டும் மனுஷன் அப்படியே மறந்து போயாச்சுன்னா அதை மட்டும் சுட்டி காட்டி எப்பவுமே வழக்கிட்டு கொண்டிருக்கிற மனைவிமார். ഞാൻ നിങ്ങളെ പറ്റി പറയല്ലേ, சொல்லல, ഞാൻ കേരളക്കാരെ പറ്റി പറയുക. കേരളത്തിലുള്ളവങ്ങളെ പറ്റി சொல்றேன். ആമേ. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ ആമേ കേരളക്കാര് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ തുണിയും എടുത്തിടും. உங்களுக்கு தெரியுமா, கேரளத்துல ஒரு கடையில சாரி துணி எடுக்க போனா எல்லா துணியும் எடுத்துடுவாங்க. എന്നിട്ട് ആമേ പറ്റുമെങ്കിൽ അതെല്ലാം കിട്ടിയാലും ആ സന്തോഷമായിരിക്കും. ஆனா அதெல்லாம் வாரி கொண்டு போறது ரொம்ப சந்தோஷமா இருப்பாங்க. ആമേ. നമ്മുടെ കുറവുകളെ മാത്രം കാണുന്ന ചിലര്, நம்முடைய குறைகளை மட்டும் பார்க்கிற சிலர். പക്ഷെ നമ്മുടെ ദൈവം എങ്ങനെയാണെന്ന് അറിയാമോ? நம்முடைய தேவன் எப்படி தெரியுமா? നിന്റെ നന്മയെ കാണുന്ന ദൈവം. உங்களுடைய நன்மைகளை, நிறைவுகளை காண்கிற ஆண்டவர். നീ ചെയ്യുന്ന ചെറിയ കാര്യം പോലും അറിയുന്ന ഒരു ദൈവം. நீ செய்த சிறிய காரியமா இருந்தாலும் அதை அறிகிற ஒரு தெய்வம். അവസാനം പറയുക, கடைசியாக சொல்லுகிறார், എങ്കിലും ஆனாலும் നിനക്കൊരു കുറവുണ്ട്. ஒரு குறை உண்டு. അതെന്താണെന്ന് അറിയാമോ? என்ன தெரியுமோ? നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞു പോയി. நீ ஆதியில் கொண்டிருந்த அன்பை விட்டு போனாய். അത് സത്യമാണോ? அது உண்மையானோ? ഇന്ന് മലാക്കി പറയുക, എന്റെ അടുക്കലേക്ക് മടങ്ങി വരാൻ. மலாக்கி தீர்க்கதரிசி சொல்கிறார், எந்த பக்கத்துல திரும்பி வாருங்கள். ജനം ചോദിക്കുക, ഞങ്ങൾ എന്തിലും മടങ്ങി വരണം? அவன் ஜனம் கேட்கிறார்கள், நான் எதற்காக திரும்பி வர வேண்டும்? ദൈവം പറയാ, നിന്റെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. தேவன் சொல்லுகிறார், உன்னுடைய முதல் ஆதி அன்பிലേക്ക് திரும்பி வர வேண்டும். ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, நான் ஒன்று கேட்கட்டுமே? ദൈവത്തെ അറിഞ്ഞ സമയത്ത് தேவனை அறிந்து கொண்ட காலகட்டத்தில் നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? உங்களுடைய ஜெபம் எப்படி இருந்தது? നിങ്ങളുടെ കണ്ണുനീർ എങ്ങനെയായിരുന്നു? உங்களுடைய கண்ணீர் எப்படி இருந்தது? രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നല്ലോ. இரவு காலங்களில் எழும்பி ஜெபித்தீர்கள் அல்லவா? ഞാൻ എന്നെ മാറ്റി വെച്ച് പറയല്ലേ, എന്നെ കൂടെ ചേർത്ത് വെച്ചിട്ടാ പറയുന്നത്. மட்டுமல்ல, என்னையும் கூட சேர்த்து சொல்லுகிறேன். എവിടെയൊക്കെയോ ആ സ്നേഹം കുറഞ്ഞു പോയിട്ടില്ലേ? வைத்து அந்த ஆதியுள்ள அன்பு நம்ம இழந்து விட்டோம் அல்லவா? എവിടെയൊക്കെയോ വാത്സല്യം കുറഞ്ഞു പോയിട്ടില്ലേ? எங்கேயோ நம்முடைய தேவனோடு உள்ள அந்த வைராக்கியம் குறைந்து போகவில்லையா? എവിടെയൊക്കെയോ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടില്ലേ? எங்கேயெல்லாமோ தேவனிடத்தில் நாம் தூரமாய் போனோம் அல்லவா? ഇന്ന് അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ இன்றைக்கு அப்படி உங்களுக்கு தென்படுகிறதே ஆனால் ഇത് നിങ്ങളോടുള്ള ദൂതാ. இது உங்களுடைய செய்தி. ഇത് നിങ്ങളോടുള്ള ദൂതാണെങ്കിൽ உங்களுடைய செய்தி இது ആണെങ്കിൽ നിങ്ങൾ ഇത് ഏറ്റെടുക്കണം. இது உங்களோட செய்தியாயிருந்தால் நிச்சயம் அதை ஏற்றுக்கொள்ள வேண்டும். இது നിങ്ങളോട് അല്ലെങ്കിൽ, இது உங்களோட அல்ல என்றால் ഒരിക്കലും ഏറ്റെടുക്കണ്ട. ஒருபோதும் நீங்கள் ஏற்றுக்கொள்ள வேண்டாம். നിങ്ങളുടെ സ്നേഹത്തിൽ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, உங்களுடைய அன்புக்கு, தேவனோடுள்ள அன்புக்கு ஒரு குறைவு சம்பவித்துண்டிருப்பேயானால், അപ്പാ എനിക്ക് കുറവ് സംഭവിച്ചു എന്ന് പറഞ്ഞ് ഏറ്റുപറയാനുള്ള മനസ്സ്, அப்பா
அப்பா எனக்கு குறைவு சம்பவித்து போற்றது என்று அதை ஏற்று சொல்வதற்கு ஒரு மனது. യേശുവിനെ അറിഞ്ഞപ്പോൾ ഉപവാസം എടുക്കുന്നതിന് ലിമിറ്റ് ഇല്ലായിരുന്നു. യേശുவை അറിഞ്ഞ നാൾകളിൽ അനേക നാൾകൾ ഉപവാസം ഇരുന്ന് ജപിപ്പതിൽ നമ്മൾ ഒന്നും കുറവ് വയ്ക്കല്ല. അന്ന് മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് ലിമിറ്റ് ഇല്ലായിരുന്നു. അന്നേക്ക് മുഴങ്കാലിൽ നിന്ന് ജപിപ്പതിൽ നമ്മൾ ഒന്നും അളവ് വയ്ക്കവില്ല. ബൈബിൾ വായിക്കുന്നതിന് ലിമിറ്റ് ഇല്ലായിരുന്നു. വേദപുസ്തകത്തെ വാസിപ്പതിൽ നമ്മൾ ഒന്നും അളവ് വയ്ക്കവില്ല. ഇന്നെല്ലാം അളവ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം നമ്മൾ അളന്നുதான் ചെയ്തിട്ടിരിക്കുന്നു. എവിടെയൊക്കെയോ ആ സ്നേഹം കുറഞ്ഞു പോയി. എല്ലാമോ அந்த அன்பு குறைந்து போயிட்டல்ல. അങ്ങനെ കുറഞ്ഞു പോയിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, அப்படி குறைந்து போயிட்டு யாராவது இருப்பீர்களே ஆனால், കർത്താവേ എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുന്ന ഒരു തീരുമാനം ഇതിനകത്ത് നടക്കട്ടെ. ആണ്ടവരേ എന്നോട് മன்னியுங்க എന്ന് சொல்லுகிற ഒരു തീരുമാനം இந்த இரவுகளில் இங்கு நடந்து ഈ രാത്രി ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുകയാണ്. இந்த இரவுகளில் தேவனுடைய செய்தி உங்களுக்கு அறிவித்து சொல்கிறேன். നിന്റെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. முதல் அன்பிലേക്ക് திரும்பி வாருங்கள். ആദ്യമേ ഞാൻ എന്റെ യേശുവിലേക്ക് വന്ന സമയത്ത്, முதல் முறையாக நான் இயேசுவிடத்தில் வந்தபோது എന്റെ തീരുമാനം എങ്ങനെയായിരുന്നു? என்னுடைய தீர்மானம் இப்படியாக இருந்தது. ഞാൻ യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാ. நான் இயேசுவுக்காக என் ஜீவனை கொடுப்பதற்கு தயாரா இருக்கிறேன். എവിടെ പോകാനും തയ്യാറാ. எங்க പോവதற்கு தயாரா இருக்கிறேன். പക്ഷേ വലുതായി ശുശ്രൂഷ തുടങ്ങിയപ്പോ, ஆனா ஊழியங்கள் பெருசான போது പലപ്പോഴും ഭയമുള്ളിലേക്ക് വന്നു. அடிக்கடி எனக்கு பயம் உள்ள வந்தது. എന്റെ ആദ്യ സ്നേഹം കുറഞ്ഞു പോയി. என் ஆதியின் அன்பு குறைந்து போய்விட்டது. അതെ, ഇന്ന് രാത്രികാലം ഞാൻ എന്നോട് ചേർത്ത് പറയുകയാ, என்னை உட்படுத்தி நான் உங்களுக்கு சொல்லுகிறேன். എവിടെയെങ്കിലും ആദ്യ സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, எங்கேயாவது முதல் அன்பு குறைந்து போய்விட்டானா, ഇന്ന് രാത്രികാലം മടങ്ങി വരണം. இந்த இரவில் திரும்பி வர வேண்டும். ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വാ. தேவ பிரசன்னத்துக்குள் திரும்பி வாருங்கள். ആമേൻ. മത്തായിയുടെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ, ലൂക്കാ സുവിശേഷം 15-ാം അധികാരത്തിൽ അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ, 18-ാമത്തെ വചനത്തിൽ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നാം ഇങ്ങനെയായി വാസിக்கிறோம். ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കിലേക്ക് ചെല്ലും. நான் எழும்பி என் தகப்பன் வீட்டிലേക്ക് போய் சொல்வேன். അപ്പാ, സ്വർഗ്ഗത്തോടും നിന്നോട് ഞാൻ പാപം ചെയ്തെന്ന ഒരു തീരുമാനം ഞാൻ അറിയിക്കും. நான் அப்பா உமக்கும் பரலோகத்துக்கும் விரோத பாவம் செய்தேன் என்று நான் இடத்துல சொல்லுவேன். നിങ്ങൾക്ക് അറിയാവുന്ന പാരബിൾ ആണിത്. உங்களுக்கு தெரியாமல ഉപമയാണ് ഇത്. അപ്പന്റെ സ്വത്ത് സ്വരൂപിച്ചിട്ട് അന്യദേശത്തേക്ക് പോയ ധൂർത്തപുത്രൻ, அப்பனுடைய சம்பத்தெல்லாம் ஆஸ்திகள் எல்லாம் வாங்கி விட்டு தூர போய் ஆஸ்திகளை வீணாய் செலவழித்த ஒரு மனுஷன். ആമേൻ. അവന്റെ അപ്പന്റെ സ്നേഹത്തെ മറുതലിച്ചു പോയ ഒരു മനുഷ്യൻ. അപ്പന്റെ അன்பை വിട്ട് ദൂരമായി പോന മറുതലിച്ച ഒരു മനുഷ്യൻ. അവൻ ദൂരെ പോയപ്പോൾ അപ്പന്റെ സ്നേഹം ഓർമ്മ വന്നു. അവൻ ദൂരമായി പോന போது அப்பனுடைய அன்பு அவனுக்கு ஞாபகத்தில் வந்தது. ഞാൻ ഇന്ന് എന്റെ അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലും. நான் இன்றைக்கு என் அப்பன் பக்கத்துல கடந்து சொல்வேன். ഞാൻ മടങ്ങി ചെല്ലുമ്പോൾ എന്റെ എന്റെ അപ്പൻ എന്നെ സ്വീകരിക്കും. நான் திரும்பி போகும்போது என் தகப்பனார் என்னை ஏற்றுக்கொள்வார். അങ്ങനെ തീരുമാനം എടുത്തിട്ട് മടങ്ങി ചെല്ലുമ്പോ, அப்படி தீர்மானம் எடுத்துட்டு திரும்பி போகும்போது ദൂരത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു അപ്പനെ കാണാൻ കഴിയും. ദൂരെ பார்த்து கொண்டிருக்கிற தகப்பனாரை இவனுக்கு காண முடிந்தது. ഇവൻ പോകുന്നത് ഇനി മകനായിട്ടല്ല, இவன் இப்ப போவது மகனாக அல்ல, ഒരു ആമേൻ ദാസനിൽ ഒരുവനായിട്ട് ചെല്ലുകയാണ്. ഒരു വേലക്കാരിൽ ഒരുവനായി செல்லுகிறான். ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, യഹൂദന്മാർ പ്രായമുള്ളവർ ആരും ഓടത്തില്ല. நான் நேற்றுக்கு சொன்னேன், யூதர்களே வயதானவர்கள் ஒருபோதும் ஓட மாட்டார்கள். അവരുടെ വസ്ത്രം അതിന് ഓടുവാൻ തക്കവണ്ണമുള്ള വസ്ത്രമല്ല, அவளுக்கு ஓடக்கூடிய தகுதியான வஸ்திரம் அல்ல. പക്ഷേ ഈ മകൻ മടങ്ങി വരുന്നത് കണ്ടിട്ട്, அந்த மகன் திரும்பி வருவதை பார்த்த തന്റെ தகப்பனார் വസ്ത്രം പൊക്കിക്കൊണ്ട് വേഗത്തിൽ ഓടി മകന്റെ അടുക്കിലേക്ക് ചെന്നു. தான் உடுத்திருந்த உடையை கொஞ்சம் தூக்கி எடுத்து விட்டு சீக்கிரத்துல ஓடி அவன் மகன் பக்கத்துல கடந்து செல்லுகிறான். മകന്റെ നമ്മ കഴുത്തിലേക്ക് ആലിംഗനം ചെയ്തു നിന്നു. അവൻ ഉടനാக അവൻ മകനെ കഴുത്തെ കട്ടിപ്പിടിത്തുകൊണ്ട് നിന്നാൻ. ആമേൻ. പലപ്പോഴും നമ്മുടെ ചിന്തയുണ്ട്, ചില നേരങ്ങളിൽ നമ്മൾ ഇവിടമായി ചിന്തിக்கிறோம், ഞാൻ മടങ്ങി വന്നാൽ അപ്പൻ സ്വീകരിക്കത്തില്ല. நான் திரும்பி வந்தால் தகப்பனார் ஏற்றுக்கொள்வாரா? പക്ഷെ നിങ്ങൾക്കറിയാമോ അപ്പന്റെ സ്നേഹം? உங்களுக்கு தெரியுமோ தகப்பனுடைய அன்பு? നീ ദൂരത്തിൽ നിന്നും മടങ്ങി വരുന്നത് കാത്തു നിൽക്കുന്ന ഒരു അപ്പൻ, நீங்கள் தூரந்து திரும்பி வரும்போதே அதை பார்த்து கொண்டிருக்கிற தகப்பனார், അവൻ നിനക്ക് വേണ്ടി ജീവനെ തരുവാൻ തയ്യാറുള്ള ഒരു അപ്പൻ, உனக்காக ஜீவனை கொடுப்பதற்கு ஆயத்தமாய் இருக்கிற தகப்பன். അത് തന്നാൽ പിന്നെ എന്താ തരാതിരിക്കുക? ആമേൻ. அப்படி வந்தால் என்னதான் அவருக்கு தராமல் இருப்பார்? ഇവിടെ അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങി വന്ന പുത്രന്റെ അടുക്കിലേക്ക് ഓടി ചെല്ലുന്ന ഒരു പിതാവ്, தகப்பனிடத்தில் கடந்து திரும்பி வருகிற மனுஷன் மகனிடத்தில் ஓடி செல்லுகிற தகப்பனார். ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ, கேட்கிறவரிடத்தில் ஒரு செய்தியை சொல்லுகிறேன். എവിടെങ്കിലും ദൈവത്തിന്റെ അടുക്കിലേക്ക് നിങ്ങൾ മടങ്ങി വരാനുണ്ടെങ്കിൽ, எங்கே அது எந்த சூழ்நிலையிலாவது தேவனிடத்தில் திரும்பி வரக்கூடிய ஏதாவது காரியங்கள் இருக்குமேயானால் ഇന്ന് തന്നെ തീരുമാനമെടു, കർത്താവേ അവിടെ തെറ്റിപ്പോയി ഞാൻ മടങ്ങി വരാൻ തയ്യാറാ. இப்பதான் ஒரு தீர்மானம் எடுத்து சொல்லுங்க, அங்கே வச்சு தவறி போய்விட்டு ஆண்டவரே நான் திரும்பி வர விரும்புகிறேன். ആ സ്നേഹത്തിലേക്ക് ഞാൻ മടങ്ങി വരാൻ തയ്യാറാ. அந்த அன்புல நான் மறுபடியும் திரும்பி வர விரும்புகிறேன்னு சொல்லுங்க. അതെ, ഇന്ന് ആരെങ്കിലും തീരുമാനമെടുക്കുന്നെങ്കിൽ നിന്റെ അടുത്തേക്ക് ഓടി വരുന്ന ഒരു പിതാവുണ്ട്. அப்படி தீர்மானம் எடுக்கிற மக்கள் மடுவுல உங்க பக்கத்துல ஓடி வருகிற
தகப்பனுண்டு. அவன் ஒன்னாமத்து மலாக்கி പറയാ നീ സ്നേഹത്തിലേക്കൊന്ന് മടങ്ങി വാ. இரண்டாவதாக மல்கியா தீர்க்கதரிசி சொல்கிறார் அன்பிലേക്ക് திரும்ப வாருங்கள். രണ്ടാമത്തെ മലാക്കി പറയാ അതിന്റെ 6ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കിടക്കിയ മലാക്കി 1ന്റെ 6ാമത്തെ വാക്യത്തിൽ மல்கியா தீர்க்கதரிசியின் புத்தகம் 6ஆம் அதிகாரம் 1ஆம் அதிகாரம் 6ஆம் வசனத்தில் வினமாக கிடக்கிறது. അവിടെ ഇങ്ങനെ പറയാ നിന്റെ ബഹുമാനത്തിലേക്ക് മടങ്ങി വരാൻ அவனுடைய 6ാം അധ്യായത്തിൽ ഇങ്ങനെ മകൻ അപ്പനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കേണ്ടതല്ലയോ? കുമാരൻ തൻ പിതാவையும் ஊழியக்காரன் தன் எஜமானையும் கனம் பண்ணுகிறார்களே, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ പിതാവാനാൽ എൻ ഗനം എங்கே? ആമേൻ. എവിടേക്കോ ആ ബഹുമാനം കുറഞ്ഞു പോയിട്ടില്ലേ? എங்கയോ തകപ്പനുക്കുரிய ഗനം കുറഞ്ഞു പോയിവിട്ടല്ലോ. പണ്ടൊക്കെ ദൈവമെന്ന് പറയുമ്പോൾ മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. മുൻകാലങ്ങളിൽ ദൈവം എന്ന് சொல்லும்போது ദൈവ കാര്യം എന്ന് சொல்லும்போது മുഴങ്കാലിൽ നിന്ന് ജപിപ്പോമല്ലവാ. പക്ഷേ എവിടേക്കോ ഈ ബഹുമാനം കുറഞ്ഞു പോയിരിക്കുകയാണ്. ഇപ്പോൾ തകപ്പനുള്ള அந்த ഗനം ഇപ്പോൾ കുറഞ്ഞു പോയിവിട്ടതല്ലവാ. ഇത് പറയുന്ന ആരോടാണോ? പുരോഹിതന്മാരെ കൂടെ ചേർത്താ പറയുന്നത്. சொல்லுகிறது உங்களை மட்டுமல்ல ஆசாரியர்களையும் சேர்த்து சொல்லுகிறார்கள். അത് എന്നെയും കൂടെ ചേർത്താ പറയുന്നത്. പ്രസംഗം பண்ணுகிற எங்களையும் கூட சேர்த்து தான் சொல்லப்படுகிறது. അത് എന്നോടുള്ള ബഹുമാനം എവിടെ? എന്നോടുള്ള ഗനം എங்கே? ഇവിടെ ശക്തമായി ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുകയാണ്. மிக வல்லமையாக தேவனுடைய செய்தியை அறிவித்து சொல்கிறார். ഈ ജനത്തെ ദൈവം തെരഞ്ഞെടുത്ത ജനമാ. இந்த ஜனம் தேவனால் தெரிந்தெடுக்கப்பட்ட ஜனம். അവിടെ യെശയ്യാപ്രവചനം 1ആം അധ്യായം 2ആം വാക്യത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. യെശയ്യാ தீர்க்கதரிசி യെശയ്യാ 1ന്റെ 2ആം വാക്യത്തിൽ 2ஆம் அதிகாரம் 2ஆம் வசனத்தில் வினமாக இருக்கிறது. അവൻ കാള തന്റെ ഉടയവനെയും കാളை തன்னுடைய യജമാനനെയും കഴുത തന്റെ യജമാനനെയും കഴുത തന്റെ യജമാനനെയും അവൻ പുൽത്തൊട്ടി അറിയുന്നെന്ന് പറഞ്ഞിട്ട് ദൈവം എന്റെ ജനമോ എന്നെ അറിയുന്നില്ലെന്ന് പറയുകയാണ്. പുൽത്തൊട്ടി അറിയുമ്പോൾ എൻ ജനമോ എന്നെ അറിയവില്ല എന്ന് சொல்லுகிறார். ഇന്ന് രാത്രികാലം ദൈവത്തിന് ദൂത് പറയുകയാണ്. இரவில் தேவனுடைய செய்தி சொல்லுகிறேன். എവിടേക്കോ ബഹുമാനം കുറഞ്ഞു പോയിട്ടില്ലേ? എങ്ങെല്ലാമോ தேவனுக்குள்ள ഗനം കുറഞ്ഞു പോയിവിട്ടല്ലോ. യെശയ്യാപ്രവചനം 6ആം അധ്യായത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ தீர்க்கதரிசி புத்தகம் 6ஆம் அதிகாரத்தில் வரும்போது അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അവൻ അங்கே ഇവിടമായി എഴുതി വെക്കപ്പെട്ടിരിക്കുന്നത്. സാറാപ്പൂക്കൾ 2 കൊണ്ട് പറന്ന് സറാപ്പുകൾ 2 ചിറകിനാൽ പറന്നുകൊണ്ട് 2 കൊണ്ട് പാദം മൂടി 2 കൊണ്ട് തന്റെ കാലുകളെ മൂടി 2 കൊണ്ട് പറന്നുകൊണ്ട് യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ ഏറ്റു പറയുമ്പോൾ 2 ചിറകിനാൽ പറന്നുകൊണ്ട് കർത്താവ് ദേവൻ യഹോവ ദേവൻ പരിശുദ്ധ പരിശുദ്ധൻ എന്ന് சொல்லும்போது ദൈവത്തിന്റെ തേജസ് കൊണ്ട് സർവ്വഭൂമിയും മൂടി. ദേവന്റെ മഹിമയാൽ എല്ലാ ഭൂമിയും നിറമ്പിനது. അവരുടെ ഉമ്മരപ്പടി ദൈവ സാന്നിധ്യം കൊണ്ട് കുലുക്കാനിടയായി. മഹിമയാൽ അവരുടെ ഭൂമി അனைத்துം കുലുങ്ങ ആരംഭിച്ചത്. വാസകൾ നിലകൾ അസൈந்து പോയിട്ട് മഹത്വം കൊടുക്കേണ്ടുന്നത് പോലെ ദൈവത്തിന് മഹത്വം കൊടുത്താൽ മഹിമ കൊടുക്ക വേണ്ടിയ വിധത്തിൽ ദേവനുക്ക് മഹിമ കൊടുപ്പമേയാനാൽ നീ ഇരിക്കുന്ന സ്ഥലം കുലുങ്ങുവാനിടയായി തീരും. ഇരിക്കുന്ന ഇടം അസൈയുംപടി ഇടയായി തീരും. ദൈവ സാന്നിധ്യം വ്യാപരിക്കുമ്പോൾ ദേവ പ്രസന്നം ഇറങ്ങി വരുമ്പോൾ ഒരിക്കലും കുലുങ്ങത്തില്ലെന്ന് പറഞ്ഞ സീനായി പർവ്വതം മത്തനെ പോലെ കുലുങ്ങാൻ തുടങ്ങും. ഒരുപോതും അസയാതെ എന്ന് சொன்னக்கூடிய സീനായി പർവ്വതം கூட അത് അസയ ആരംഭിച്ചത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ വെളിപ്പെട്ടാൽ ഇന്ന് ഇരവ് ദേവന്റെ പ്രസന്നം ഇതിൽ വെളിപ്പെടുമേയാനാൽ ഇന്ന് രാത്രി ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ബഹുമാനം കൊടുത്താൽ ദേവനുക്ക് കൊടുക്ക വേണ്ടിയ ഗണത്തെ കൊടുപ്പോമേയാനാൽ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ആരാധന കൊടുത്താൽ ദേവനുക്ക് കൊടുക്ക വേണ്ടിയ ആരാധന കൊടുത്താൽ ദൈവ സാന്നിധ്യം സീനായി ഇറങ്ങിയതുപോലെ ഇവിടെ പർവ്വതത്തിൽ ഇറങ്ങും. ദേവന്റെ പ്രസന്നം സീനായി മലയിൽ ഇറങ്ങുന്നതുപോലെ ഇങ്ങേയും ഇറങ്ങും. മനുഷ്യന് ഒതുക്കാൻ കഴിയാത്ത ദൈവ സാന്നിധ്യം, മനുഷ്യനാൽ കട്ടുപ്പെടുത്ത മുടിയാത്ത ദൈവ സാന്നിധ്യം, മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ദൈവ സാന്നിധ്യം, മനുഷ്യനുക്ക് പിടിച്ചടക്ക മുടിയാത്ത ദൈവ പ്രസന്നം. എമ്മൗസിലേക്ക് നടന്നു പോകുന്ന ശിഷ്യന്മാരുടെ മേൽ ദൈവത്തെ യേശു സംസാരിച്ചപ്പോൾ എമ്മൗസുക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ശിഷ്യர்களோடு ദേവൻ പേசின போது അവരുടെ ഉള്ളം തുള്ളിക്കൊണ്ടിരുന്നു. അവരുടെ ഉള്ളത്തിൽ അഗ്നി കത്തിക്കൊണ്ടിരുന്നു. ഉള്ളം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളം അഗ്നിയാൽ കത്തിക്കൊണ്ടിരുന്നത്. ഉള്ളം വചനം കേൾക്കുമ്പോൾ കത്തുന്നുണ്ടെങ്കിൽ, ഇങ്ങ വചനം കേൾക്കുമ്പോൾ அப்படி கொழுந்து விட்டு எரிகிறதையானால், അവൻ നിന്റെ ഉള്ളം തിളയ്ക്കുന്നുണ്ടെങ്കിൽ, ഉള്ളത്തിൽ കൊഴുந்து വിട്ട് എരിகிறதையானால், ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം നിന്നെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവ പ്രസന്നം നിന്നിൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ആമേൻ. നിങ്ങൾക്കറിയാമോ ദൈവ സാന്നിധ്യം അറിയുന്നവർ മിണ്ടാതിരിക്കത്തില്ല. ദൈവ പ്രസന്നത്തെ ഉണർവുകൾ മൗനമായി இருக்க മാட்டார்கள். അവർ ദൈവത്തിന്റെ സന്നിധിയിൽ റെസ്പോണ്ട് ചെയ്യും. ദൈവ പ്രസന്നത്തുകളിൽ അതുക്കുള്ള സന്തോഷത്തോടെ ദൈവനെ പ്രതികരിച്ചു കൊണ്ടിരിപ്പാர்கள். ആമേൻ. യെശയ്യാ 6ആം അധ്യായത്തിൽ ദൈവ സാന്നിധ്യം കണ്ടപ്പോ, യേശയ്യാ 6ആം അധികാരത്തിൽ ദൈവ പ്രസന്നത്തെ കണ്ടപ്പോൾ യെശയ്യാ വിളിച്ചു പറയുകയാണ്. യേശയ്യാ ഇവണമായി சொல்லுகிறான், ഞാൻ അശുദ്ധിയുള്ള അധരമുള്ള മനുഷ്യൻ. അയ്യോ ഞാൻ അശുദ്ധ ഉദരമുള്ള മനുഷ്യൻ. ആമേൻ. എന്നെ വിട്ടു പോകാൻ പറഞ്ഞു ദൈവമേ യെശയ്യാ വിളിച്ചു നിലവിളിക്കുക. ഇപ്പോ എന്നെ വിട്ട് ദൂരെ പോകുമ്പടിയാ യേശയ്യാ കൂപ്പിട്ട് சொல்லுகிறார். നിങ്ങൾക്കറിയാമോ, உங்களுக்கு தெரியுமோ, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ
അനുഭവിക്കുമ്പോ தேவ பிரசன்னத்தை உணரும்போது മറ്റുള്ളവന്റെ കുറവല്ല കാണുന്നത്, மற்றவருடைய குறையை நாம் பார்க்க மாட்டோம். എന്റെ കുറവ് ഞാൻ കാണും, என்னுடைய குறைவை நான் பார்ப்பேன். ഇന്ന് രാത്രി നിന്റെ കുറവ് നിനക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, இந்த இரவுவேளையில் உங்க குறைவை நீங்க புரிந்து கொள்வீர்களே ஆனால் ദൈവ സാന്നിധ്യം നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. தேவ பிரசன்னம் உங்களோடு கிரியை செய்து கொண்டிருக்கிறது. നീ പറയാ ഞാൻ തികഞ്ഞവനായി ഇരിക്കുന്നെങ്കിൽ, நீங்க நினைக்கிறீங்க எல்லாமே பூர்ணனாய் இருக்கிறேன்னு நினைத்தால் എവിടെയൊക്കെയോ കുറവ് സംഭവിച്ചിട്ടുണ്ട്, எங்கேயோ குறைவு സംഭവിച്ചിട്ടുണ്ട്. ദൈവ സാന്നിധ്യം വ്യാപരിച്ച യെശയ്യാ വിളിച്ചു പറയുകയാ, தேவ பிரசன்னத்தை அறிந்து கொண்ட യേശയ്യാ ഇവിടമായി சொல்லுகிறார், അശുദ്ധിയുള്ള നാവുള്ള മനുഷ്യൻ, நான் அசுத்த உதடுள்ள மனுஷன், ഞാൻ ഈ വിളിക്ക് യോഗ്യനല്ല, நான் இதற்கொண்டும் தகுதியுள்ளவனல்ல. ഇന്ന് ഈ രാത്രികാലം ബഹുമാനം കൊടുക്കേണ്ടതുപോലെ കൊടുത്താൽ, தேவனுக்கு கொடுக்க வேண்டிய கனத்தை கொடுத்தால், അതെ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് പറയുക എന്റെ അടുക്കലേക്കൊന്ന് മടങ്ങി വാ, தேவனுக்கு கொடுக்க வேண்டிய கனத்தை கொடுத்து என்னிடத்தில் திரும்பி வா. ആമേൻ. ബഹുമാനത്തോടൊന്ന് മടങ്ങി വാ, கனம் கொடுத்து விட்டு திரும்பி வா. ആമേൻ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്, ഭയത്തോടെയും വിറയലോടെയും യഹോവയെ സ്തുതിപ്പീൻ. சங்கீதக்காரன் இவனமாய் சொல்லுகிற பயத்தோடும் பக்தியோடும் கர்த்தரை சேவியுங்கள். ഇന്ന് രാത്രികാലം ദൈവത്തോടുള്ള ഭക്തി എവിടെയെന്ന് ദൈവം ചോദിക്കുകയാണ്. இரவுவேளையில கர்த்தருக்குள்ள பக்தி எங்கேன்னு கர்த்தர் கேட்கிறார். ഞാൻ അപ്പനെങ്കിൽ, நான் தகப்பனாயிருந்தால், ഞാൻ അപ്പനെങ്കിൽ நான் தகப்பனானால் എന്നോടുള്ള ബഹുമാനം എവിടെ? எனக்குள்ள ഭക്തി എங்கே? ആമേൻ. ഞാൻ യജമാനനെങ്കിൽ, நான் எஜமானனாயிருந்தால் എന്നോടുള്ള റെസ്പെക്ട് എവിടെ? எனக்குள்ள கனம் எங்கே? ഒന്ന്, നീ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. ஒன்று அன்பிലേക്ക് திரும்பி வர வேண்டும். രണ്ട്, ബഹുമാനത്തിലേക്ക് മടങ്ങി വരണം. രണ്ട്, கனத்திலே திரும்பி வர வேண்டும். മൂന്നാമത്തെ എന്തിലേക്ക് മടങ്ങി വരണമെന്ന് 7-ാം വാക്യത്തിൽ കിടക്കുകയാണ്. மூன்றாவது எதற்காக எதிலே திரும்பி வர வேண்டும் என்று 3-ാം വചനത്തിൽ இருக்கிறது. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാ, இங்கே பார்க்கிறோம், നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ മലിന ഭോജനം അർപ്പിക്കുന്നു, நீ என் பீடத்தின் மேல் அசுத்தமான அப்பத்தை படைக்கிறதுனாலே, എന്നാൽ നിങ്ങൾ എന്തിനാൽ ഞാൻ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു. ஆனாலும் உம்மை எதனாலே நாங்கள் அசுத்தப்படுத்தினோம் என்கிறீர்கள். അവിടെ ഇങ്ങനെ കിടക്കുന്നു, യഹോവയുടെ മേശ നിന്ദ്യമെന്ന് നിങ്ങൾ പറയുന്നതിനാൽ നിങ്ങൾ കണ്ണുപൊട്ടിയതിനെയും യാഗം കഴിപ്പിക്കാൻ കൊണ്ടുവന്നത് ദോഷമല്ലേ എന്ന് ചോദിക്കുക. கர்த்தருடைய பந்தி எண்ணமற்று போயிற்று என்று நீங்கள் சொல்லுகிறதுனாலே, நீங்கள் கண் ஊனமானதையும் பலியிட கொண்டு வந்தாலும் அது பொல்லாப்பல்ல, நீங்கள் கால் ஊனமானதை நசல் பிடித்ததை கொண்டு வந்தாலும் அது பொல்லாப்பல்ல என்கிறீர்கள். അവിടെ ഇങ്ങനെ പറയുക, ആരാധനയിൽ നിന്ന് അകന്നു പോയിരിക്കുകയാ. அங்கே இவ்வளமாய் நமக்கு படிக்க முடிகிறது, ஆராதனையிலிருந்து தூரமாய் போன ஜனம், യഥാർത്ഥമായി ആരാധിക്കേണ്ട ഒരു ജനത, உண்மையாகவே தேவனை ஆராதிக்க வேண்டிய ஜனம், ദൈവ സാന്നിധ്യം വരുമ്പോൾ ദൈവത്തിന് പ്രതികരിക്കുന്ന ഒരു ജനത, தேவ பிரசன்னம் இறங்கும் போது தேவனுக்கு முன்பாக தேவனை துதிக்கிற ஒரு ஜனம், ഇപ്പൊ കണ്ണുപൊട്ടിയതിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയാ, கண்கள் ஊனமானதை தேவாலயத்தில் கொண்டு வருகிறார்கள், മുടന്തുള്ളതിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയാ, கால் ஊனமானதை தேவாலயத்துக்கு கொண்டு வருகிறார்கள். ദൈവത്തിന്റെ ശബ്ദം വളരെ ശക്തമായി മലാക്കിയുടെ പ്രവചിക്കുക. இங்கே தேவனுடைய சத்தத்தை மல்கிய தீர்க்கதரிசி மிக பலமாக பேசுகிறார். നിന്റെ സ്നേഹം എവിടെ? உன் அன்பு எங்கே? നിന്റെ ബഹുമാനം എവിടെ? கனம் எங்கே? നിന്റെ ആരാധന എവിടെ? ആരാധന എங்கே? പണ്ടൊക്കെ ദൈവ സാന്നിധ്യം ഏൽപ്പിക്കുമ്പോൾ നീ അറിയാതെ ദൈവത്തെ വിളിക്കുമായിരുന്നു. നീ മുൻകാലങ്ങളിൽ ദൈവ പ്രസന്നം ഇറങ്ങുമ്പോൾ നീ അറിയാമലേ ദേവനെ തുതിക്കുക ആരംഭിപ്പാ. ഇപ്പോൾ നിനക്ക് വേണ്ടാത്തതിനെ ദൈവ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരികയാ. ഇപ്പോൾ ഉനക്ക് തേവയില്ലാതെ ദേവനുക്ക് അശുദ്ധமான ദൈവ പ്രസന്നത്തിൽ ദൈവ സാന്നിധ്യത്തിൽ വരുമ്പോഴാണ് നിനക്ക് ഉറക്കം വരുന്നത്. പ്രസന്നത്തിൽ വരുമ്പോഴാണ് തൂക്കം വരുന്നത്. ആമേൻ. ചിലപ്പോ ഈ ചില കാര്യങ്ങളൊക്കെ നന്മയ്ക്കായിട്ട് ദൈവം ചെയ്യും. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ എല്ലാവற்றையும் നന്മയ്ക്കായി ചെയ്യുക. ഒരിക്കൽ ഒരിടത്ത് ഒരു പ്രശ്നം നടക്കുകയാണ്. ഒരു പ്രശ്നം നടന്നുകൊണ്ടിരുന്നത്. ആമേൻ. ആരാധന നടക്കുമ്പോൾ ഭയങ്കര പ്രശ്നം വരികയാണ്. ആരാധന നടന്നുകൊണ്ടിരുമ്പോൾ പെരിയ പ്രശ്നം ഉണ്ടായിട്ട് അപ്പോൾ ആ 4 വീടിന് അപ്പുറമുള്ള ഒരാൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. இந்த 4 வீட்டுக்கு அந்த பக்கம் உள்ளவங்களுக்கு தூங்க முடியல. അപ്പോൾ ഇദ്ദേഹം പോയി പോലീസിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തു. ഇവർ പോയി പോലീസ് അടുത്ത് പോയി കംപ്ലൈന്റ് பண்ணாங்க. അപ്പോൾ 4 വീടിന് അപ്പുറമുള്ള ഒരു പോലീസുമായിട്ട് വന്നു. 4 വീட்டுக்கு അപ്പുറത്തുള്ളവங்க പോലീസുമായി இந்த ആരാധനയ്ക്ക് വന്നു. ചർച്ചിൽ നല്ല ആരാധന നടക്കുകയാണ്. ചർച്ചിൽ നല്ല ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു. സെന്റർ തൂണിനകത്ത് அந்த സെന്റർ നടുപ്പകുതിയിൽ அந்த തൂണോട് சேர்ந்து നല്ല അവിടുത്തെ മുതിർന്ന ആ വിശ്വാസി, അതിൽ மிகவும் முக்கியமான முதிர்ந்த விசுவாசி നല്ലവണ്ണം കൂർക്കം വലിച്ചുറങ്ങുക. நல்லதுപോലെ കൂർക്കം പോട്ട് തൂങ്ങിട്ടേ இருந்தாங்க. പോലീസുകാർ ഇഞ്ഞു വിളിച്ചു അദ്ദേഹത്തെ. പോലീസുകാർ அந்த മനുഷ്യനെ ഇങ്ങ കൂപ്പിட்டாரு. കംപ്ലൈന്റ് ചെയ്ത ആളെ ഇഞ്ഞു വിളിച്ചു. அந்த பெட்டிஷன் കൊടുത്താറല്ല അവങ്ങളെ പുകാർ കൊടുത്ത മനുഷ്യനെ ഇങ്ങ വിളിച്ചു. 4 വീടിന്റെ അപ്പുറത്ത് നിനക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ 4 വീടുക്ക് அந்த பக்கம் உன்னால தூங்க முடியல. സെന്ററിൽ ഇരുന്ന് ഒരാൾ നല്ലോണം ഉറങ്ങുന്നുണ്ട്. இந்த ആരാധനയ്ക്ക് നടുവിൽ ഒരു മനുഷ്യൻ ഉറങ്ങിട്ട് இருக்கான் பாரு. ഇദ്ദേഹത്തിന് ഉറങ്ങാമെങ്കിൽ നിനക്ക് ഉറങ്ങിക്കൂടെ? இந்த இதுக்குள்ள இந்த ആരാധനയ്ക്കുള്ള ഒരാൾക്ക് തൂങ്ങ முடியுதுன்னா உனக்கு ஏன் தூங்க முடியாதுன்னு? ഞാൻ നിങ്ങളുടെ കാര്യം അല്ല പറഞ്ഞത്, உங்களை
நான் சொல்லல. ആമേൻ. ഞാൻ കേരളത്തിലുള്ളവരുടെ കാര്യം പറഞ്ഞതാ. കേരളത്തിലുള്ള ആൾക്കാരെ சொல்றேன். ആമേൻ. അങ്ങനെ ചിലർ ഉറങ്ങിയാലും ചിലർ നല്ല കാര്യത്തിനാ. அப்போ நீங்க தூங்குறதும் சிலது நல்ல காரியத்துக்காக தான். അപ്പം ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത് പോലെ കൊടുത്താൽ, ஆனால் தேவனுக்கு மகிமை கொடுக்க வேண்டிய விதத்தில் நீங்க கொடுப்பீங்க. ആരാധിക്കേണ്ടത് പോലെ ആരാധിക്കണം. ആരാധിக்க വേண்டிയ വിധത്തിൽ நீங்க ആരാധിച്ചതാകണം. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഒരു നേരമേ ആരാധിച്ചോളെങ്കിലും, நான் காலமே சொன்னது போல ஒரே ஒரு நேரம் தான் நீங்கள் ஆராதிப்பீர்கள். നന്നായിട്ട് ആരാധിക്കണം. நல்லது போல ஆராதிக்கணும். ഒരു സ്തോത്രമേ പറഞ്ഞോളെങ്കിലും, ஒரு ஸ்தோத்திரம் தான் சொன்னாலும் അത് നന്നായിട്ട് ആരാധിക്കണം. நன்றாக சொல்ல வேண்டும். ദൈവം ഇറങ്ങി വരുന്ന ആരാധനയായി, தேவன் இறங்கி வருகிற ஆராதனையாக மாற வேண்டும். എന്റെ ആഗ്രഹം എനിക്ക് 100 വർഷം ശുശ്രൂഷിക്കണമെന്നല്ല. எனக்கு 100 വർഷം ശുശ്രൂഷിക്കണമെന്നല്ല. எனக்கு விருப்பம் 100 வருடங்கள் நான் இங்க ஊழியம் செய்யணும்னு விரும்பல. ഒറ്റ ദിവസമേ ശുശ്രൂഷിച്ചോളെങ്കിൽ, ஒரே நாள் ஊழியத்தை செய்தாலும் ആത്മാർത്ഥമായി ചെയ്യണം. அது உண்மையோடு நான் செய்ய வேண்டும். ഒരു ദിവസമേ പ്രസംഗിച്ചോളെങ്കിലും, ஒரே ஒரு நாள் பிரசங்கம் பண்ணினாலும் ആത്മാർത്ഥമായി പ്രസംഗിക്കണം. உண்மையாக நான் செய்ய வேண்டும். ഒരു ദിവസമേ സ്തുതിച്ചോളെങ്കിലും, ஒரே ஒரு நாள் துதித்தாலும் ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സ്തുതിക്കണം. ഹൃദയത്തിന്റെ ആഴത്തിൽ ഞാൻ സ്തോത്രം பண்ணணும். ഇന്ന് രാത്രി ആരാധിക്കേണ്ട സമയമാണ്. இந்த இரவுகளில் ആരാധിக்க വേണ്ടിയ നേരം ഇത്. ഇവിടെ പറയാം, നിങ്ങൾ ആരാധിക്കുമ്പോൾ ഉപയോഗശൂന്യമായതിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവരികയാണ്. നിങ്ങൾ ആരാധിക്കും போது കാൽ ഊനമാനதையும் ഊനമാനതിനെ കൊണ്ടുവരുகிறீர்கள். ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുക, ആരെങ്കിലും ഈ കതവൊന്ന് അടച്ചു കളഞ്ഞായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. அங்க தேவ ஆவியானவர் சொல்றார், இந்த கதவை ஒன்று ஆராதோ அடைத்து போட்டால் நல்லா இருக்கும் என்று. ഇവര് പറയും, ഞങ്ങൾക്ക് യാഗമുണ്ടല്ലോ. ஆனால் இவர்கள் சொல்ல, எங்களுக்கு பலிகள் உண்டு, ഞങ്ങൾക്ക് ഉപവാസ പ്രാർത്ഥന ഉണ്ടല്ലോ, ഉപവാസ കൂട്ടങ്ങൾ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് സൺഡേ സർവീസ് ഉണ്ടല്ലോ, எங்களுக்கு ஞாயிற்றுக்கிழமை ആരാധന இருக்குல்லவா, ഞങ്ങൾക്ക് കൺവെൻഷൻസ് ഉണ്ടല്ലോ, எங்களுக்கு കൺവെൻഷൻ കൂട്ടങ്ങൾ இருக்குல்லவா. പക്ഷേ ഇവർ അറിഞ്ഞില്ല ഇവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് ദൂരെ പോയത്. ഇവங்களுக்கு தெரியாது இவங்களுடைய இருதயம் தேவனை விட்டு ரொம்ப தூரமாய் போயிട്ടുണ്ട്. ഹൃദയം അടുക്കാതെ നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും, இருதயம் தேவனிடத்துல சேராமல் நீங்கள் என்னதான் செய்தாலும், അതെല്ലാം പ്രദർശനമാ, അതെല്ലാം വെളിപ്രകാരமாக മാറും. അതെ, പ്രദർശനം ഒന്ന് മാറ്റിവെച്ചിട്ട് ഹൃദയം കൊണ്ട് ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരാൻ കഴിയുമോ? வெளி தோற்றங்களை கொண்டு மாற்றி வைத்துட்டு இருதயம் கொண்டு தேவனிடத்துல சமீபிக்க எத்தனை பேர் விரும்புறீங்க? യഥാർത്ഥ ആരാധനയിലേക്ക് ഒന്ന് തിരിച്ചു വരാൻ കഴിയുമോ? ഉണ്മயான ആരാധനയ്ക്ക് നേരായി ഉങ്ങളെ കടന്നു വരാൻ முடியுமா? ആമേ. പണ്ടൊക്കെ ഞങ്ങൾ ആരാധിക്കുന്ന സമയത്ത്, മുതൽ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ആരാധിക്കുമ്പോൾ, ഞാൻ രാവിലെ പറഞ്ഞില്ലേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നിരന്നു നിന്ന് ആരാധിക്കുന്ന സമയത്ത്, நான் காலமே சொன்னது போல எங்கள் பிள்ளைகள் முன்னாடி இருந்து அப்படியே நிறைய வரிசையா இருந்து ஆராதித்துக் കൊണ്ടിരിക്കുന്നു. ചാടി ദൈവത്തെ സ്തുതിക്കും, മുളങ്കാലിൽ നിന്ന് തുള്ളി தேவனை ആരാധിப்போம். ദൈവപ്രവൃത്തി ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. தேவனுடைய கிரியைகளை எங்கள் கண்ணால் நாங்கள் பார்த்திருக்கிறோம். നമ്മുടെ ഈ വിശ്വാസ പ്രസ്ഥാനം വെറുതെ വന്ന പ്രസ്ഥാനമല്ല. വിശ്വാസ സ്ഥാപനം ഒരുപോലും ചുമ്മാ വരല്ല. അത് ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ചൂട്ടും കത്തിപ്പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജപങ്ങൾക്കാக ആരാധനയ്ക്കാக തീപ്പന്തം എടുത്തുകൊണ്ട് നടന്നു നടന്നു പോன കാലങ്ങളുണ്ട്. വയലിൽ വരമ്പിൽ കൂടെ നടക്കുമ്പോൾ വിഷസർപ്പം കടിച്ചപ്പോൾ ആ പാമ്പിനെ തട്ടി നീക്കിയിട്ടിട്ട് ആരാധിക്കുവാൻ പോയൊരു ചരിത്രം നമുക്കുണ്ടായിരുന്നു. വയലിൽ കൂടെ നടന്നു പോകുമ്പോൾ വിഷപ്പാമ്പ് കടിച്ചു വിട്ടും அந்த പാമ്പை എടുത്ത് ദൂരെ എറിഞ്ഞു വിട്ട് ദൈവത്തെ ആരാധിച്ച നാൾക്കൾ ഒരു കാലം ഉണ്ടായിരുന്നത്. തിരിച്ചു വന്നപ്പോ പാമ്പ് വരമ്പിൽ ചത്തുകിടപ്പുണ്ട്. ഇവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പോയ ഒരു ചരിത്രം നമ്മുടെ പെന്തക്കോസ്തിലുണ്ടായിരുന്നു. திரும்பி வரும்போது பாம்பு சத்து கிடக்குது, ஆனா இவங்க தெய்வத்தை ஆராதித்து சந்தோஷமாக திரும்பி போன வரலாறு இந்த பெந்தக்கோஸ்துக்கு உண்டு. ആമേ. കുഷ്ഠരോഗിയായ ഒരു മത്തായിച്ചാൻ തുവയോരിൽ ആരാധിച്ചതായി കാണാൻ കഴിയും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കുഷ്ഠരോഗിയായ മത്തായി ആമേൻ എന്ന് சொல்லக்கூடிய ഒരു തകപ്പനാ ദേവനെ ആരാധിച്ചത് കാണാൻ முடியுது. നിങ്ങൾക്കറിയാമോ, ആമേ, ആരാധിക്കുന്നതിനിടയിൽ അവരുടെ കുഷ്ഠം മാറിപ്പോയി. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കുഷ്ഠം മാറിപ്പോയിട്ട് എന്നിട്ട് ആമേൻ ആമേൻ സായിപ്പുമാര് വന്ന് നോക്കുമ്പോ ഒരാളിരുന്ന് അന്യഭാഷയിൽ ആരാധിക്കുകയാ. வெளிநாட்டவர்கள் வந்து பார்த்தபோது இவர் அந்நிய பாஷையில் ദൈവത്തെ ആരാധിப்பதை കണ്ടാர்கள். ഇവർക്കറിയാവുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ ഒരാളിരുന്ന് ആരാധിക്കുകയാ. உங்களுக்கு தெரியுமோ, அந்த வெள்ளைக்காரர்கள் புரிந்து கொள்ளக்கூடிய ஆங்கில மொழியில இவர் அந்நிய பாஷையில் பேசிக்கொண்டிருந்தார். അതിശയിച്ചു, ഈ ഗ്രാമത്തിൽ എവിടുന്ന് ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാക്കും? இவர் புரிந்து கொண்டார், எப்படி இந்த கிராமத்துக்குள்ள இந்த இங்கிலீஷ் ഭാഷയെ അവർ புரிந்து கொண்டார். പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ വെളിനാട്ടുകാരൻ പോയി അവനോട് ഇംഗ്ലീഷ് സംസാരിച്ചു. വെള്ളക്കാരൻ പോയി அந்த இடத்துல போய் இங்கிலீஷ்ல பேசினார். ഒരു വാക്ക് ഇംഗ്ലീഷ് അറിയാത്തവൻ ഇംഗ്ലീഷിൽ അന്യ ഭാഷ പറഞ്ഞു. உங்களுக்கு தெரியுமா, ஒரு வார்த்தை கூட இங்கிலீஷ்ல பேச முடியாத மனுஷன் இங்கிலீஷ்ல அந்நிய பாஷையில பேச ஆரம்பித்தார். രോഗികൾ സൗഖ്യമായി ആരാധനയിൽ, വ്യാധികൾ സുഖമടഞ്ഞത് ആരാധനയിൽ, ശാപങ്ങൾ വിട്ടുമാറി ആരാധനയിൽ, വിലകി പോയിട്ട് ആരാധനയിൽ, ദൈവപ്രവൃത്തി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിയകൾ നടന്നുകൊണ്ടിരുന്നവங்க സഭ വളരാൻ തുടങ്ങി, സഭ പെരുക ആരംഭിച്ചത്. അവൻ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. தேவனுடைய பெரிய கிரியை அங்க வெளிப்பட்டது. ആരാധിക്കുന്ന ഒരു കൂട്ടം ഇറങ്ങിയപ്പോ, ആരാധിക്കக்கூடிய ഒരു കൂട്ടം ഇറങ്ങിന போது, രാത്രികാലം ദേശമേ, ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയുകയാണ്. ദേശത്തോട് ഞാൻ ഒരു செய்தியை சொல்லுகிறேன். ഞാൻ ദൈവമെങ്കിൽ എന്നോടുള്ള ആരാധന എവിടെ? தேவன் கேட்கிறார், எனக்கு கொடுக்க வேண்டிய ஆராதனை எங்கே?
இந்த சிஸ்டம் எல்லாம் முறைப்படியாய் நடக்குന്നുണ്ട്. இந்த காரியங்கள் எல்லாம் ஒழுங்காக நடக்கிறது. மியூசிக்கல் இன்ஸ்ட்ருமெண்ட்ஸ் ഭംഗിയായി പോകുന്നുണ്ട്. உன்னுடைய வாத்திய கருவிகள் எல்லாம் சரியாக மீட்டுகிறாயே. ഹൃദയത്തിലൊത്ത് നമ്മൾ ആരാധിക്കുന്നുണ്ട്. ഹൃദയത്തുകൊത്ത് ആരാധിക്കുകയോ. ഹൃദയത്തിലൊത്ത് നമ്മൾ ആരാധിക്കുന്നുണ്ട്. அந்த தாளத்துകൊത്ത് നാം ആരാധിக்கிறோம். പക്ഷെ താളം നിൽക്കുമ്പോൾ നിന്റെ ആരാധന നിൽക്കുകയല്ലേ. ஆனா தாளம் நிறுத்தப்படும்போது உன் ஆராதனை முடிந்து போகுதல்ல. ഉച്ചഭാഷയിൽ നിൽക്കുമ്പോൾ നിന്റെ ആരാധന നിൽക്കുകയല്ലേ. இந்த சத்தம் நிற்கும்போது ஆமென் உன்னுடைய ஆராதனை நின்று போகுதல்ல. എവിടെയൊക്കെയോ യഥാർത്ഥമായ ആരാധന നഷ്ടപ്പെട്ടില്ലേ. எங்கெல்லாமோ உன்னுடைய உண்மையான ஆராதனை இழந்து போய் விட்டீர்கள் அல்லவா. പണ്ട് ആരാധിക്കാൻ ഇരിക്കുമ്പോൾ നീ ക്ലോക്ക് നോക്കത്തില്ലായിരുന്നു. முன்னாடி காலங்களில் ஆராதனைக்கு உட்கார்ந்து இருக்கும்போது நம்ம கடிகாரத்தை பார்த்ததில்லை. ഇന്ന് നിന്നെ നിയന്ത്രിക്കുന്നത് ക്ലോക്ക് അല്ലേ. இன்னைக்கு நம்ம எல்லாம் கட்டுப்படுத்திக் கொண்டிருக்கிற கடிகாரம் தானே. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോ മൊബൈൽ നോക്കിയിട്ടിരിക്കും. நம்ம ஜெபம் பண்ண உட்காரும்போது மொபைல்ல மணி எத்தனை பார்த்துட்டு உட்கார்ப்போம். പ്രാർത്ഥനയുടെ മറുപടി ഏകദേശം വാട്സാപ്പിൽ വരുന്നത് പോലെ പെട്ടെന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് വാട്സാപ്പ് എടുത്ത് നോക്കും. நம்ம நினைச்சு பார்க்கிறது மாதிரி ஜெபம் முடிந்த உடனே வாட்ஸ்அப்ல மறுபடி வந்தது நினைச்சு வாட்ஸ்அப் உடனே திறந்து பார்ப்போம். എവിടെയൊക്കെയോ നമ്മൾ ദൂരെ മാറിയില്ലേ. இந்த காரியங்கள் நம்ம എங்கയോ ആണ്ടുവിനെ വിട്ട് ദൂരമായി വിലകി അങ്ങനെ പോകുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവൻ മലാക്കി വിളിച്ചു പറയാ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവിൻ, എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരും. அப்படி யாருக்காவது தென்படுகிறதையானால் ஆவியானவர் மலாக்கி மல்கியா தீர்க்கதரிசி புத்தகம் மூலம் தீர்க்கதரிசியின் மூலமாக நம்மிடத்தில் அறைகூவிட்டு சொல்லுகிறார், எங்கெல்லாமோ நம்ம இழந்து போனோம், திரும்பி வர வேண்டிய நேரம் இது என்பது. ദേശമേ ഇത് നിങ്ങളോടുള്ള ദൂതായത്. ദേശമേ ഇത് உங்களுக்கு சொல்லப்படுகிற செய்தி இது. ദൈവത്താവ് ശക്തമായി എന്നോട് പറഞ്ഞൊരു ദൂതാ. தேவ ஆவியானவர் என்னிடத்தில் சொன்ன എവിടെയെങ്കിലും നിന്റെ സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, எங்கேயாவது நேசம் அன்பு தேவனோட அன்பு குறைந்து போய்விட்டானா, എവിടെയെങ്കിലും എന്നോടുള്ള റെസ്പെക്ട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, என்னோடுள்ள கனம் குறைந்து போய்விட்டேயானால், എവിടെയെങ്കിലും ആ ആരാധനയുടെ മനോഭാവം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ஆராதிக்க வேண்டிய மனநிலை குறைந்து போய்விட்டேயானால், ഇന്ന് രാത്രികാലം മടങ്ങി വരണം. இந்த இரவில் திரும்பி வரணும். ദൈവം പ്രസാദിക്കുന്നത് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിലല്ല. தேவன் பிரியப்படுவது ஒருபோதும் இசைக்கருவிகளை மீட்டுவதனாலே அல்ல. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വേണ്ടെന്ന് ഞാൻ പറയത്തില്ല. அது வேண்டாம் என்று நான் சொல்ல மாட்டேன். തിരുവചനത്തിൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിന് അതിന്റെ പ്രാധാന്യമുണ്ട്. വേദവസനത്തിലും அந்த இசைக்கருவிகளுக்கு அதனுடைய முக்கியத்துவம் உண்டு. ആമേൻ. മൈക്രോഫോണിലല്ല ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നത്. இந்த மைக்ரோஃபோன் மூலமாக அல்ல தெய்வ பிரசன்னம் வெளிப்படுவது. നീ മുട്ടുമടക്കുമ്പോൾ ദൈവ സാന്നിധ്യം നീ മടക്കുന്നിടത്ത് ഇറങ്ങി വരണം. நீங்கள் முழங்கால் படியிடும்போது தெய்வ பிரசன்னத்தை நீங்கள் அனுபவித்தார்கள். യഥാർത്ഥമായ ആരാധനയിൽ വിടുതൽ വെളിപ്പെടണം. ഉണ്മயான ആരാധനയിൽ വിടുതലയിൽ വെളിപ്പെട്ടു തന്നെ അതിന് 100 വാട്ട്സ് ഉള്ള മൈക്ക് സിസ്റ്റം ഇല്ലേലും അവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെടും. அதற்கு 1000 வாட்ஸ் நிறைந்த சவுண்ட் சிஸ்டம் இருந்தாலும் இல்லாமல் இருந்தாலும் அங்கே தெய்வ பிரசன்னம் வெளிப்படும். അതിന് നിനക്ക് 1000 പേര് കൂടെ വേണ്ട. നീ ഒരിക്കൽ ഒരുത്തൻ മാത്രം മുട്ടുമടക്കുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യം വരും. அதற்காக இங்கு 1000 பேர் கூட வேண்டும் என்று தேவையில்லை. ஒரே ஒரு நபராய் முழங்கால் போட்டாலுமே அங்கே தெய்வ பிரசன்னம் வெளிப்படும். ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് പറയുകയാ. பரிசுத்தாவே உங்களுக்கு செய்து சொல்லுகிறார், ആദ്യ സ്നേഹത്തിലേക്കൊന്ന് മടങ്ങി വാ. முதல் அன்புலேக்கு திரும்பி வாருங்கள். എവിടെയെങ്കിലും ആ സ്നേഹം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, எங்கேயாவது அந்த அன்பு குறைந்து போய்விட்டேயானால், യേശു നിങ്ങളെ നോക്കിയിട്ട് പറയാ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു உங்களை பார்த்து சொல்கிறார், நான் உங்களை நேசிக்கிறேன். നിങ്ങൾ യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ എന്തിനാ ഞങ്ങളെ സ്നേഹിക്കുന്നു? നിങ്ങൾ യേശുவை பார்த்து கேட்கிறீங்க, ஏனப்பா என்ன நேசிக்கிறீங்க? യേശു കാണിച്ചു തരാം, ഈ ക്രൂശിനോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ஆமென். യേശു காட்டி தருவார், இந்த சிலுவையோളം நான் உன்னை நேசிக்கிறேன். രണ്ടാമത്തെ നിങ്ങൾ ചോദിക്കുക, ആമേൻ, യേശു ചോദിക്കുക, എന്നോടുള്ള ബഹുമാനം എവിടെ? அடுத்தாக ஆண்டவர் கேட்கிறார், என்னோடுக்குள்ள கனம் எங்கே? ഇപ്പോൾ എന്നെ നിങ്ങൾ അപ്പനെ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിക്കുന്നോ? இப்போ என் தகப்பனை கனம் பண்ணுகிறது போல கனம் பண்ணுகிறீர்களா? നിങ്ങൾ എന്നെ തകപ്പനെ എന്നാ വിളിക്കുന്ന, പക്ഷെ ആ ബഹുമാനം ഉണ്ടോ? என்னை அப்பான்னு கூப்பிடுறீங்க, ஆனா அந்த கனம் எனக்கு இருக்குதா? ആ ബഹുമാനം എവിടെയെന്ന് ചോദിക്കുക. அந்த கனம் எங்கே என்று ஆண்டவர் கேட்கிறார். മൂന്നാമത്തെ പരിശുദ്ധാത്മാവിൽ കൂടെ മലാക്കി പറയുക, மூன்றாவதாக பரிசுத்தாவின் மூலமாய் மல்கியா தீர்க்கதரிசி சொல்லுகிறார், ആരാധന എവിടെ? ஆராதனை எங்கே? ഒരു കാലഘട്ടത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന തലമുറയാ. ஒரு காலகட்டத்தில் தேவனுடைய பிரசன்னத்தை அனுபவித்த சுமந்த தலைமுறைகள். ദേവാലയം പണിതിട്ട് ശലോമോൻ കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു. தேவாலயத்தை கட்டி முடித்த பிறகு சாலமோன் கரமுயர்த்தி ஒன்று ஜெபித்தார். ദൈവദാസന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാത്തതുവണ്ണം ദൈവ സാന്നിധ്യം ആലയത്തിൽ ഇറങ്ങി വന്നു. ஆசாரியர்களுக்கு ஊழியம் செய்யக்கூடிய முடியாத நிலையில தெய்வ மகிமை அந்த இடத்தில் மூடினது. ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ സീനായി പർവ്വതത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. தேவனை மகிமைப்படுத்தின போது சீனாய் மலையில் தேவ பிரசன்னம் இறங்கி வந்தது. സാറാപ്പുകൾ ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ മധ്യത്തിൽ ദൈവ
സാന്നിധ്യം ഇറങ്ങി വന്നു. സെറാബുകൾ കെറൂബുകൾ ദൈവനെ മഹിമപ്പെടുത്തുന്ന പോലെ അങ്ങേ ദൈവ പ്രസന്നം ഇറങ്ങി വന്നത്. ഇന്ന് നമ്മുടെ ആരാധനയിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നുണ്ടോ? ഇങ്ങ് നമ്മെ ആരാധനയിൽ ദൈവ പ്രസന്നം ഇറങ്ങി വരുகிறதா? ഇന്നത്തെ ആരാധനയിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നുണ്ടോ? இந்த ആരാധനയിൽ ദൈവ പ്രസന്നം ഇറങ്ങി വരുகிறதா? വരുന്നില്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ആരാധനയിലേക്കൊന്ന് മടങ്ങി വരണം. ഇല്ലാവിട്ടാൽ നമ്മുടെ ഉണ്മயான ആരാധനയ്ക്ക് നമ്മൾ തിരുമ്പി വന്നു താനാകണം. നാലാമത്തെ വിശ്വസ്തതയിലേക്കൊന്ന് മടങ്ങി വരണം. നാലാമதாக ഉണ്മത്വത്തിലേക്ക് തിരുമ്പി വരണം. രണ്ടാം അധ്യായം അതിന്റെ 14ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കിടക്കുക, നിന്റെ യൗവനത്തിലെ ഭാര്യയോട് നീ വിശ്വസ്തനായിരിക്കണം. இரண்டாம் அதிகாரம் 14ஆம் வசனத்தில் இவ்விடமாய் சொல்லுகிறது, உன் இளவயதின் மனைவிக்கு நீ உண்மை உள்ளவனாக இருக்க வேண்டும். ദൈവം വിശ്വസ്തതയെ ആഗ്രഹിക്കുക. தேவன் உண்மைத்துவத்தை விரும்புகிறார். ആമേൻ. വിശ്വസ്തത ഭൂമിയിൽ കുറഞ്ഞു പോകുമ്പോൾ, உண்மைத்துவம் பூமியில் குறைந்து கொண்டிருக்கும்போது, കുടുംബത്തോടുള്ള വിശ്വസ്തത കുറഞ്ഞു പോകുമ്പോൾ, குடும்பத்தோடுள்ள உண்மைத்துவம் குறைந்து கொண்டிருக்கிற ദൈവം നിന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തിയോടുള്ള വിശ്വസ്തത കുറഞ്ഞു പോകുമ്പോൾ, தேவன் உங்களுக்கு ஏற்படுத்தி கொடுத்திருக்கிறதான காரியங்களில் உண்மைத்துவம் குறைந்து போகும்போது, ശുശ്രൂഷയിലുള്ള വിശ്വസ്തത കുറഞ്ഞു പോകുമ്പോൾ, ஊழியத்திலுள்ள உண்மைத்துவம் குறைந்து போகும்போது, ആരാധനയിലുള്ള വിശ്വസ്തത കുറഞ്ഞു പോകുമ്പോൾ, ஆராதனையில் உண்மைத்துவம் குறைந்து போகும்போது, ദൈവവേലയിലുള്ള വിശ്വസ്തത കുറഞ്ഞു പോകുമ്പോൾ, தேவனோடுள்ள உண்மைத்துவம் குறைந்து போகும்போது, ദൈവാത്മാവ് നിങ്ങളെ നോക്കി പറയുകയാ, தேவாவியானவர் உங்களை பார்த்து சொல்லுகிறார், വിശ്വസ്തതയിലേക്കൊന്ന് മടങ്ങി വാ. அந்த உண்மையிലേക്ക് திரும்பி வாருங்கள். ആമേൻ. ഇന്ന് വിശ്വസ്തത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. அந்த உண்மைத்துவம் குறைந்து கொண்டிருக்கிறது. ദൈവത്തിന്റെ വചനത്തിൽ കിടക്കുന്നു, ദൈവം ആമേൻ ഉപേക്ഷണം വെറുക്കുന്നു. தேவவசனம் சொல்லுகிறது, அவர் தள்ளுதலை அவர் வெறுத்து போடுகிறார். അതുകൊണ്ട് നിങ്ങൾ വിശ്വസ്തരായിരിപ്പീൻ. ஆகவே நீங்கள் உண்மை உள்ளவர்களாயிருங்கள் என்று. ഞാൻ പണ്ട് അമേരിക്കയിൽ നടന്നൊരു സ്റ്റോറി ഇവിടെ പറയാം. മുൻകാലത്തിൽ என்னுடைய வாழ்க்கையில் நடந்த ஒரு கதையை சொல்ல விரும்புகிறேன். ആമേൻ. നിങ്ങൾക്കറിയാമോ, ഏകദേശം ഒരു 10, 90, 80 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണിത്. 80 വർഷം 80 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം. അമേരിക്കയിൽ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ നടന്നൊരു സംഭവം. അമേരിക്കാവിലെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ നടന്ന സംഭവം. ഒരു നല്ല നവദമ്പതികൾ ഒരു കാറിൽ ഒരു കുടുംബം വന്ന് ആമേൻ ഗ്യാസ് നിറയ്ക്കുക, വണ്ടിയുടെ പെട്രോൾ നിറയ്ക്കുക. ஒரு புதிய ஒரு குடும்பம் அவருடைய வாகனத்துல வந்து அவருடைய வாகனத்துக்கு தேவையான எரிபொருளை சேர்த்து கொண்டிருந்தார்கள். അപ്പോൾ ഏകദേശം ഗ്യാസ് വാഹനത്തിന് ഇന്ധനം നിറച്ചിട്ട്, അപ്പം ഇന്ധനം നിറയ്ക്കാനുള്ള അതിന്റെ പെട്രോൾ ബങ്കിന്റെ ഓണർ അവിടെ നിൽക്കുകയായിരുന്നു. அந்த எரிபொருளை நிரப்புவதற்காக அவருடைய முக்கியமானவர் அங்கே நின்று கொண்டிருந்தார். അപ്പം അദ്ദേഹത്തിന്റെ കയ്യിൽ പണ്ടത്തെ DSLR പഴയ ഫിലിം ഇടുന്ന ക്യാമറ, അന്നത്തെ ഏറ്റവും കൂടിയ ക്യാമറ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. அந்த காலகட்டத்தில் இன்னைக்குள்ளது மாதிரி இல்லை, நம்ம ஃபிலிம் போட்டு போட்டோ எடுக்கிறதான கேமரா அவருக்கு கையில் இருந்தது. വളരെ കോസ്റ്റ്ലി ആയിട്ടൊരു ക്യാമറയായിരുന്നു, ரொம்ப വില മതിപ്പുള്ള ക്യാമറയാ ഇരുന്നത്. അപ്പോൾ പെട്രോൾ അടിക്കേണ്ട ആ സാഹചര്യത്തിൽ പെട്ടെന്ന് ഈ കാറിൽ നിന്ന് ആ ക്യാമറ താഴെ വീടല്ലെന്ന് വെച്ച് കാറിനകത്ത് ആ ക്യാമറ വെച്ചിട്ട് പെട്രോൾ അടിച്ചു. അവർ ഉടനെ அந்த பெட்ரோல் எரிபொருள் நிரப்புகிற வேளையில் அந்த கேமராவை காருக்கு உள்ள வச்சிட்டு எரிபொருளை நிரப்ப ஆரம்பித்தார். ആമേൻ. പെട്രോൾ അടിച്ചിട്ട് ഇദ്ദേഹം ഇത് എടുക്കാൻ മറന്നുപോയി. அந்த எரிபொருள் நிரப்பின பிறகு இந்த கேமராவை திரும்ப எடுக்க இவர் மறந்து போய், ഈ വണ്ടിയുടെ ഉടമസ്ഥൻ ഏകദേശം ഒരു 10-25 മൈൽസ് ദൂരെ പോയി. அந்த വണ്ടിயை ஓட்டி கொண்டு வந்தவர் கிட்டத்தட்ட ஒரு 25 மைல் தூரமாய் போயிருப்பார். അടുത്ത 25 മൈൽ പോയപ്പോഴായി ഈ ക്യാമറ ഇരിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം വേഗത്തിൽ വണ്ടി തിരിച്ചു വിട്ടു. இந்த 25 மைல் திரும்பி போன மனுஷன் இந்த கேமரா இருப்பதை பார்த்து விட்டு திரும்ப வந்து அவர் ஆரம்பித்தார். വളരെ വിശ്വസ്തനായി ഈ ക്യാമറ എന്ത് ചെയ്ത് ആ പെട്രോൾ ഉടമസ്ഥന്റെ കയ്യിൽ കൊടുത്തു. மிகவும் உண்மை உள்ளவனாக இந்த கேமராவை எடுத்து அந்த எரிபொருள் நிரப்புற மனுஷனுக்கு கையில கொடுத்தார். അദ്ദേഹത്തിന് ഒത്തിരി സന്തോഷമായി. அவருக்கு ரொம்ப சந்தோஷமாயிட்டு, ഇത്രയും ജെനുവിൻ ആയിട്ടുള്ള മനുഷ്യർ ഈ ലോകത്തിലുണ്ടോ? இப்படி உண்மை உள்ள மக்கள் இந்த உலகத்தில் இருக்கிறார்கள். അപ്പോൾ ഈ ക്യാമറ കൊണ്ട് അദ്ദേഹത്തിന് പോകാമായിരുന്നു, இந்த கேமராவை கொண்டு அவருக்கு போகலாமாയിരുന്നു. പക്ഷെ അദ്ദേഹം പോയില്ല. ஆனால் அவர் പോകவில்லை. വളരെ വിശ്വസ്തനായ വ്യക്തി, ரொம்ப உண்மை உள்ளவராயிருந்தார். പെട്രോൾ അവന്റെ ഉടമസ്ഥൻ ഇങ്ങനെ പറഞ്ഞു, அந்த பெட்ரோல் பங்குடைய உடமஸ்தன் நிமிடமாய் சொன்னார், എനിക്കൊരു പ്രസ് ഉണ്ട്, எனக்கு ஒரு பிரிண்டிங் பிரஸ் இருக்கிறது. ആമേ. ഈ നാളത്തെ ന്യൂസിൽ എനിക്ക് നിങ്ങളുടെ ഫോട്ടോ ഇടണം. எனக்கு நாளை உள்ள நியூஸ்ல உங்க போட்டோவை போட வேண்டும். നിങ്ങൾ കുടുംബമായിട്ട് വന്ന് ഇവിടെ നിൽക്കി, എനിക്കൊരു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ഫോട്ടോ എനിക്ക് നാളത്തെ പത്രത്തിൽ ഇടണം. நீங்கள் குடும்பமாய் வந்து இதுல நில்லுங்க, நான் உங்க போட்டோ எடுத்து என்னுடைய பத்திரத்துல நான் என்னுடைய பேப்பர்ல போட விரும்புகிறேன். അവിടെ ഇങ്ങനെ പറഞ്ഞു, அங்க இவனமாய் சொன்னார்கள், ഞങ്ങൾ അപ്പൊ ഫോട്ടോ ഞങ്ങളുടെ എടുക്കണ്ട, நீங்க போட்டோ எடுக்க வேண்டாம், ആമേ. ഞങ്ങളെ വിട്ടാ മതി, எங்களை சும்மா விட்டா போதும். ആമേ. പറഞ്ഞ പറ്റത്തില്ല, നിങ്ങൾ
നിങ്ങൾ ഇത്രയും വിശ്വസ്തനായ ഒരു വ്യക്തിയാ, നിങ്ങളുടെ ഫോട്ടോ എടുത്തേ പറ്റൂ. அந்த நபர் சொன்னார், நீங்க விட உண்மையா இருந்தபடினால உங்க போட்டோவை நான் எடுத்து என் செய்தித்தாள்ல நான் போட வேண்டும் என்று. ആമേൻ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ആ പെട്രോൾ ഉടമസ്ഥനോട്. அந்த பெட்ரோல் உடமஸ்தனை பார்த்து இவர் வினமாய் சொன்னார், അയ്യോ ഫോട്ടോ എടുക്കല്ലേ, போட்டோ எடுக்க வேண்டாம். ഇന്ന് കൊണ്ടുവന്നേക്കുന്ന ഈ എന്റെ അടുത്തിരിക്കുന്ന സ്ത്രീ, இன்னு நான் கொண்டு வந்திருக்கிற என் பக்கத்துல இருக்கிற இந்த ஸ்திரீ എന്റെ സ്ത്രീ ഭാര്യയല്ല, என்னுடைய மனைவி அல்ல, എന്റെ അയൽവക്കത്തെ ഭാര്യയാ, என் பக்கத்துல என்னுடைய அயல்வாசியுடைய மனைவி. ഫോട്ടോ എടുത്ത് പത്രത്തിൽ ഇട്ടാ പ്രശ്നമാവും. போட்டோ எடுத்து பேப்பர்ல போட்டாச்சா നാളെ பிரச்சனை ஆயிரும். ക്യാമറയുടെ വിശ്വസ്തൽ ഹി വാസ് ഫെയ്ത്ത്ഫുൾ. ക്യാമറയുടെ കാര്യത്തിൽ ഇവർ ഉണ്മയുള്ളവരായിരുന്നാർ അല്ലേ? ഒരു 25 മൈൽ തിരിച്ചു വന്ന് ക്യാമറ തിരിച്ചു കൊടുത്തു. 25 മൈൽ പോന മനുഷ്യൻ തിരുம்ப വന്ന് ക്യാമറ കൊടുക്കുക. ക്യാമറയിലെ ഉണ്മയാ ഇരിക്കുകയാണ്. പക്ഷേ ആമേൻ ഫാമിലിയിൽ അൺഫെയ്ത്ത്ഫുൾ ആയിട്ടുണ്ട്. കുടുംബത്തിലെ ഉണ്മയില്ലാത്തവനാ മാറിട്ടാ. പലപ്പോഴും പല ജീവിതങ്ങളും അങ്ങനെയാ. இப்படி எல்லவோ பல குடும்ப வாழ்க்கையிலும் ചില കാര്യത്തിൽ നമ്മൾ വളരെ ഫെയ്ത്ത്ഫുൾ ആ, ചില കാര്യങ്ങളിൽ നമ്മൾ ரொம்ப முக்கியமா உண்மையா இருக்கிறோம். ചില കാര്യത്തിൽ വളരെ ഫെയ്ത്ത്ഫുൾ അല്ല. ஆனா சில കാര്യങ്ങളിൽ നമ്മൾ ഉണ്മയില്ലാത്തവരാണ്. ദൈവം ആഗ്രഹിക്കുന്നത് കംപ്ലീറ്റ് ഫെയ്ത്ത്ഫുൾനെസ് ആണ്. தேவன் விரும்புகிறது மொத்தத்தில் உண்மையுள்ளவர்களாக இருக்க வேண்டும் என்று. നിങ്ങളുടെ വിശ്വസ്തതയിലേക്ക് ഒന്ന് മടങ്ങി വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. உண்மைத்துவத்திലേക്ക് திரும்பி வரும்படி என் ஆண்டவர் விரும்புகிறார். ഇവിടെ ഒന്നാമത്തെ പറഞ്ഞു, முதலாவது நம்ம படித்தோம், സ്നേഹത്തോടൊന്ന് മടങ്ങി വരണം. அன்பில திரும்பி வாருங்கள். രണ്ടാമത്തെ പറഞ്ഞു, இரண்டாவதாக ബഹുമാനത്തോടൊന്ന് മടങ്ങി വരണം. கனத்தோடு திரும்ப வாருங்கள். മൂന്നാമത്തെ പറഞ്ഞു, மூன்றாவதாக ആരാധനയോടൊന്ന് മടങ്ങി വരണം. ஆராதனையோடு திரும்ப வாருங்கள். നാലാമത്തെ പറഞ്ഞു, நான்காவதாக അവൻ വിശ്വസ്തതയോടൊന്ന് മടങ്ങി വരണം. உண்மையுள்ளவர்களாய் திரும்பி வாருங்கள். അഞ്ചാമത്തെ പറയുകയാ, ஐந்தாவதாக ദൈവത്തിന് കൊടുക്കുന്നിടത്തോടൊന്ന് മടങ്ങി വരണം. தேவனுக்கு கொடுப்பதில் நீங்க திரும்பி வாருங்கள். ദശാംശത്തിന്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് മടങ്ങി വരണം. தசமபாகம் கொடுப்பதில் நீங்க திரும்பி வர வேண்டும். ഞാൻ ഇതിനെപ്പറ്റി ഒത്തിരി എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. இதை பத்தி அதிகമായി பேச நான் പക്ഷേ விரும்பவில்லை. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിനു വേണ്ടി കൊടുക്കുന്നവരാകണം. தேவன் விரும்புகிறது தேவனுக்காக கொடுக்கிறவர்களாக வேண்டும். நம்ம ദൈവത്തിന് കൊടുക്കുന്നതിന് ഒരു എക്സാമ്പിൾ ഉണ്ട്. தேவனை கொடுப்பதற்கான ஒரு உதாரணம் உண்டு. 3 ദേശക്കാർ ഒരുമിച്ച് ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി വന്നു. 3 നാട്ടിലുള്ളവர்கள் ഒരുമിച്ച് தேவனுக்கு கொடுப்பதற்காக வந்தார்கள். ഒരാൾ ആഫ്രിക്കക്കാരൻ, ஒரு நபர் ஆப்பிரிக்காவை ഒരാൾ അമേരിക്കക്കാരൻ, ஒரு ஆள் அமெரிக்காவை சேர்ந்தவர், ഒരാൾ ഇന്ത്യക്കാരൻ. ஒரு ஆள் இந்தியாவில் உள்ளவர். ആഫ്രിക്കക്കാരൻ പറഞ്ഞു, ஆப்பிரிக்காரர் சொன்னார், ഞാൻ എനിക്ക് ദൈവം തന്നിട്ടുള്ള നന്മയെല്ലാം நான் எனக்கு தேவன் தந்த நன்மைகளை எல்லாம் കയ്യിലെടുക്കും, நான் கையில் எடுப்பேன். എന്നിട്ട് ഞാനൊരു വൃത്തം വരയ്ക്കും, நான் ஒரு வட்டத்தை போடுவேன், എന്നിട്ട് ഞാൻ മേലോട്ട് എറിയും. நான் எல்லாமே மேல தூக்கி போடுவேன். അതിനകത്ത് ഏതൊക്കെ വൃത്തത്തിനകത്ത് വീഴുന്നോ அதெல்லாம் அந்த வட்டத்துக்குள் விழுகிறதோ അത് ദൈവത്തിന്, அதெல்லாம் தெய்வத்துக்கு கொடுப்பேன். പുറത്ത് വീഴുന്നത് வெளியே விடுகிறது எல்லாமே எனக்கு. അമേരിക്കക്കാരൻ വന്നു, അമേരിക്കക്കാരൻ വന്നാ, ഞാനൊരു വലിയ വൃത്തം വരയ്ക്കും, நான் இதை விட பெரிதான வட்டத்தை வரைவேன், ഞാൻ മേലോട്ട് കാശ് വാരി എറിയും, நான் மேல காசை எடுத்து போடுவேன். പുറത്ത് വീഴുന്നത് ദൈവത്തിന്, வெளியே விழுகிறதெல்லாம் தேவனுக்கு, അകത്ത് വീഴുന്നത് എനിക്ക്. உள்ள விழுகிறதெல்லாம் எனக்கு. അടുത്ത ഇന്ത്യക്കാരൻ വന്നു, அடுத்து இந்தியக்காரன் வந்தா, ഞാൻ ഈ വട്ടമൊന്നും വരയ്ക്കത്തില്ല, நான் அந்த வட்டத்தை ஒன்றும் வரைக்க மாட்டேன், ഞാൻ എന്റെ ഫുള്ള് കാശ് എടുത്തു, நான் எல்லா என் சம்பத்தை காசை கையில் எடுப்பேன், ഇതെല്ലാം നീ തന്ന കാശാ, இதெல்லாம் நீ தந்தது ஆண்டவரே, ഞാൻ മേലോട്ട് എറിയും, மேல தூக்கி போடுவேன், നിനക്ക് വേണ്ടുന്നത് നീ എടുത്തോണം, மேல போறது உங்களுக்கு எத்தனை நாள் நீங்க பிடிச்செடுக்கிறீங்களோ அதெல்லாம் உங்களுக்கு, വേണ്ടാത്തത് തിരിച്ചിട്ടോണം, வேண்டாம் எல்லாத்தையும் கீழே வரணும். അപ്പൊ ഞാൻ ഇന്ത്യക്കാരെന്ന് പറഞ്ഞ് നമ്മളെല്ലാം കൊടുക്കുന്നവരാ. அப்படி കൊടുക്കുന്ന കൂട്ടത്തിലെ ഇന്ത്യക്കാരെല്ലാം നമ്മ മിടുക്കர்கள். ഞാൻ പറഞ്ഞത് ഞങ്ങളെല്ലാം കൊടുക്കുന്നവരെ കൊടുക്കത്തിൽ എന്നല്ല പറയുന്നത്, എല്ലാം കൊടുക്കുന്നവർ താൻ കൊടുക്കൽ വേണ്ടി சொல்லல. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് എന്റെ ദശാംശം സഭയിൽ കൊണ്ടുവരണം. നിങ്ങൾ உங்களுக்கு கத்த தருகிற நன்மைகள் எல்லாவற்றிலும் தேவனுக்கு கொடுக்க வேண்டியது கொடுத்துதான் ஆக வேண்டும். എന്നാൽ മാത്രമേ ദൈവം നിന്നെ അനുഗ്രഹിക്കൂ. എന്നാൽ மட்டும்தான் தேவன் உங்களை ஆசீர்வதிப்பார். അപ്പോൾ എന്തൊക്കെ കാര്യത്തിൽ മടങ്ങി വരണം? ഏതെല്ലാം കാര്യത്തിൽ നമ്മൾ തിരുമ്പി വരണം? ഒന്നാമത്തെ എന്തിലേക്ക് മടങ്ങി വരണം? അൻപില. നിങ്ങൾ ഞാൻ കേട്ടതുമായി നിങ്ങളൊക്കെ വലിയ സ്മാർട്ടാണെന്നാണല്ലോ. ഒന്നുകൂടെ പറഞ്ഞേ. ഒന്നാമത്തെ എന്താ? സ്നേഹത്തിലേക്ക് മടങ്ങി വരണം, അൻപിലേക്ക് മടങ്ങി വരണം. 2 ബഹുമാനത്തിലേക്ക് മടങ്ങി വരണം. 3 ആരാധനയിലേക്കും. വളരെ സ്മാർട്ടാണല്ലോ പാസ്റ്റർ നിങ്ങളുടെ വിശ്വാസികൾ. ആരാധനയിലേക്ക് മടങ്ങി വരണം. നാലാമത്തത് വിശ്വസ്തതയിലേക്ക് മടങ്ങി വരണം. 5ാമത്തത് ഗീവിംഗിലേക്ക് മടങ്ങി വരണം. ഇത് മടങ്ങി വന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം ഒന്ന് വായിച്ചാട്ട് 3-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം എല്ലാവരും എടുത്തോ. 3-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. മൽഖിയ 3:11 നമ്മൾ പഠിக்கிறோம். അവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നത്, அங்கே நாம் யூடமாய் படிக்கிறோம், ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും, நான் വെട്ടുക്കിളികളെ കടിഞ്ഞു കൊള്ളുവേൻ. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അർത്ഥം என்ன தெரியுமா? ഇസ്രായേൽ മക്കളുടെ നന്മകൾ മൊത്തം
മൊത്തം തിന്നുകളയുന്ന എന്താണെന്ന് അറിയാമോ? இஸ்ரவேல் மக்களுடைய எல்லா நன்மைகளையும் சாப்பிட்டு போடுறது என்ன தெரியுமா? ഈ വെട്ടുക്കിളിയാ. இந்த வெட்டுக்கிளிகள். നീ ഈ 5 കാര്യത്തിൽ മടങ്ങി വന്നാ, நீ இந்த 5 காரியங்களில் திரும்பி வருவாயானால் നിന്റെ നന്മ തിന്നുകളയുന്ന വെട്ടുക്കിളിയെ ദൈവം ശാസിക്കും. உன்னுடைய നന്മകളെ பட்சித்து போடுகிற வெட்டுக்கிளிகளை கர்த்தர் கடிந்து கொள்வார். ഇനി അവൻ കേരളത്തിൽ നിന്ന് ഒരു പാസ്റ്റർ വരണ്ട, இனி அதற்காக கேரளத்தில் ஒரு பாஸ்டர் வர வேண்டிய தேவை അവൻ இல்லை. വെളിനാട്ടിൽ നിന്ന് ഒരു പാസ്റ്റർ വരണ്ട, வெளிநாட்டில் ஒரு பாஸ்டர் வர வேண்டிய தேவை നീ இல்லை. 5 കാര്യത്തിൽ മടങ്ങി വന്നാൽ 5 காரியங்கள் நீங்கள் திரும்பி வருவீர்களேயானால் ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും. தேவன் உங்களுக்காக இறங்குவார். ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും. நான் வெட்டுக்கிளிகளை கடிந்து கொள்வேன். ആമേൻ. അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിക്കുകയില്ല. அவைகள் உங்கள் நிலத்தின் பலனை அழிப்பதில்லை. ആമേൻ. നാളുകളായി നശിപ്പിക്കുന്ന അനുഭവം, கடந்த நாட்களாக அழித்துக் கொண்டிருந்தது, നിന്റെ നന്മയെ ചൂഷണം ചെയ്യുന്ന അനുഭവം, உன்னுடைய நன்மைகளை கவர்ந்து கொண்ட നീ அனுபவங்கள், 5 കാര്യത്തിൽ മടങ്ങി വന്നാൽ 5 காரியங்கள் நீங்கள் திரும்பி வருவீர்களேயானால் ദൈവം വെട്ടുക്കിളിയെ ശാസിക്കും. தேவன் வெட்டுக்கிளிகளை கடிந்து கொள்வார். എന്നിട്ട് പറയും ഇത് എനിക്കുള്ളതാണെന്ന് അവകാശം പറയുകയാണ്. கடைசியாக சொல்லுவார் இது எனக்குள்ளது என்று ഇനി അത് നശിപ്പിക്കത്തില്ല. இனி நான் அழிப்பதில்லை. അടുത്ത പറയുക, அடுத்ததாக சொல்கிறார் പറമ്പിന്റെ മുന്തിരിവള്ളിയുടെ അനുഭവം வெளியில் உள்ள திராட்சை கொடியில் பழம் இல்லாமல் போவதுமில்லை, പൂക്കാതെ പൊഴിഞ്ഞു പോകത്തില്ല. அது பூக்காமல் அழிந்து போவதில்லை. അതിന്റെ അർത്ഥം എന്താ? அது அர்த்தம் என்ன தெரியுமா? നിനക്ക് തന്നിട്ടുള്ള നന്മ നീ പ്രാപിക്കും. உங்களுக்கு கர்த்தர் சொல்லி இருக்கிற நன்மைகளை நீங்கள் அனுபவிப்பீர்கள். നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട വാതിൽ നീ പ്രവേശിക്കും. உங்களுக்காக துறக்கப்பட்ட வாசல்ல நீங்க பிரவேசிப்பீர்கள். നിന്റെ തലമുറയുടെ അനുഗ്രഹം നീ പ്രാപിക്കും. உங்கள் தலைமையில் கொடுக்கிற நன்மைகளை நீங்க பெற்றுக்கொள்வீர்கள். one condition, ஆனா ஒரே ஒரு நிபந்தனை, 5 കാര്യത്തിൽ മടങ്ങി വന്നാൽ 5 காரியத்தில் நீங்க திரும்பி வர வேண்டும். എന്റെ ദൈവം വെട്ടുക്കിളിയെ ശാസിക്കും. தேவன் வெட்டுக்கிளிகளை கடிந்து கொள்வார். അത് നിന്റെ നിലത്തിലെ അനുഭവം തിന്നു കളയത്തില്ല. அது உன் நிலத்தின் கனிகளை பட்சிப்பதில்லை. മുന്തിരിയുടെ അനുഭവം മൂക്കാതെ പൊഴിഞ്ഞു പോകത്തില്ല. திராட்சை கொடியில் பழம் இல்லாமல் போவதுமில்லை. അവൻ ദൈവത്തിന്റെ വിശ്വസ്തത അവിടെ പറയുകയാണ്. தேவனுடைய உண்மை அங்கே சொல்லப்படுகிறது. അവൻ നിങ്ങൾ മനോഹരമായ ഒരു ദേശമായി തീരുമെന്ന് സകല ജാതികളും നിന്നെ നോക്കി പറയും. அப்பொழுது எல்லா ஜாதிகளும் உங்கள் பாக்கியவான்கள் என்பார்கள், தேசம் விரும்பத்தக்கதாக இருக்கும் என்று கதை சொல்லுகிறார். മടങ്ങി വരേണ്ടടുത്ത് മടങ്ങി വന്നാൽ, திரும்பி வர வேண்டிய இடத்துல திரும்பி வந்தால் നിങ്ങൾ അറിയാത്ത നന്മകൾ നിങ്ങൾ പ്രാപിക്കും. நீங்கள் அறியாத നന്മകളെ നിങ്ങൾ பெற்றுக்கொள்வீர்கள். ഇന്ന് രാത്രികാലം ഒരു തീരുമാനമെടു. இந்த இரவில் திரும்பி தீர்மானம், ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ മടങ്ങി വരേണ്ടതായിട്ടുണ്ടെങ്കിൽ, எல்லாம் காரியத்தில் நான் திரும்பி வர வேண்டுமோ, നമ്മളെ തന്നൊന്ന് ശോധന ചെയ്താൽ പരിശോധിத்து பார்ப்போமே. ഇന്ന് രാത്രികാലം ദൈവം നമുക്ക് വേണ്ടി എതിരെയുള്ള വെട്ടുക്കിളിയെ ശാസിക്കാൻ പോകുകയാണ്. நமக்கு எதிராக இருக்கிறதான வெட்டுக்களை கடிந்து கொள்ள போகிறார். അതിന്റെ 4-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയണ്ടേ, 4-ാം அதிகாரம் 2-ാം വചനത്തിൽ ഇവനമായി சொல்லுகிறது, എന്റെ നാമത്തെ ഭയപ്പെടുന്ന, എൻ നാമத்துக்கு பயப்படுகிற നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയായി ഉദിക്കും. உங்கள் மேல் நீதியின் சூரியன் உதிப்பார், அதன் சட்டைகளின் கீழ் ஆரோக்கியம் இருக்கும். അവൻ നീതി സൂര്യൻ രോഗോപശാന്തിയായി നിങ്ങൾക്ക് വേണ്ടി ഉദിക്കുമെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. நீதி சூரியன் அதன் சட்டைகளில் ஆரோக்கியமாய் உங்களுக்காக உதித்து வருவார் என்று வேதம் சொல்லுகிறது. മടങ്ങി വന്നവർക്ക് വേണ്ടി അവൻ എഴുന്നേൽക്കുന്ന ഒരു നീതി സൂര്യൻ, அவன் திரும்பி வருவர்களுக்காக எழும்புகிற நீதியின் சூரியன், അത് നിനക്ക് രോഗോപശാന്തിയായി വെളിപ്പെടും. உங்களுக்கு ஆரோக்கியமாய் வெளிப்பட்டு வரும். നീതി സൂര്യൻ ആരാണ് പുതിയ നിയമത്തിൽ എഴുതി കാണിക്കുകയാണ്. நீதி சூரியன் யார் என்று புதிய ஏற்பாட்டில் எழுதி காண்பிக்கப்படுகிறது. നസ്രയനായ യേശു ക്രിസ്തു, அது நஸ்ரேயனாகிய இயேசு கிறிஸ்து. അവൻ നിനക്ക് രോഗോപശാന്തിയായി ഉദിക്കുമെന്ന്, அவர் உங்களுக்காக ஆரோக்கியமுள்ளவராய் உதித்து வருவார் என்பதை, നിന്റെ രോഗത്തെ അവൻ ശാസിക്കുമെന്ന്, வியாதி அவர் கடிந்து கொள்வார் என்று, നിന്റെ ശാപത്തെ അവൻ ശാസിക്കുമെന്ന്, சாபத்தை அவர் கடிந்து கொள்வார் என்று, നിന്റെ പ്രശ്നത്തെ അവൻ ശാസിക്കുമെന്ന്, இன்றைக்கு உங்களுடைய பிரச்சனையை கடிந்து கொள்வார் என்று, നിനക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ കാൽവരി കൊലക്കളത്തിൽ അവൻ ഒഴുക്കി തന്ന നസ്രയനായ യേശു ക്രിസ്തു, உனக்காக கால்வரி சிலுவையிலே கடைசி துள்ளி ரத்தம் சிந்தன அந்த இயேசு கிறிஸ்து, അവൻ നിനക്ക് വേണ്ടി രോഗോപശാന്തിയായി ഉദിക്കുമെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. உங்களுக்காக ஆரோக்கியம் உள்ளவராய் உதித்து வருவார் என்று பரிசுத்த வேத புத்தகம் சொல்லுகிறது. മടങ്ങി വരാമോ? திரும்பி வரமோ? മലാക്കി പറയാ, എന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരും. மல்கியா தீர்க்கதரிசி சொல்கிறார், என்னிடத்தில் திரும்பி வாருங்கள், நான் உன்னிடத்தில் திரும்பி ഇന്ന് வருவேன். രാത്രികാലം ദൈവത്തിന്റെ ദൂതാണ് ഇത് നിങ്ങളോട് പറയുന്നത്. இது தேவன் தருகிற செய்தி உங்களுக்கு சொல்லிக் கொண்டிருக்கிறது. ഇതിനകത്ത് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ മടങ്ങി വരേണ്ടതായിട്ടുണ്ടെങ്കിൽ, இந்த காரியங்களில் எதிலாவது ஒரு விஷயத்துல நீங்கள் திரும்பி வர வேண்டி இருக்குமா? കർത്താവേ ഞാൻ മടങ്ങി വരാൻ തയ്യാറാണ്. நான் திரும்பி வர தயாரா അല്ല, இருக்கிறேன். നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ, இதுவரை அப்படி ஒரு பிரச்சனை இல்ல விட்டா നിങ്ങൾ ഇതുപോലെ തന്നെ ജീവിച്ചോ. அப்படியே ஜீவித்து கொண்டிருக்கிறேன். ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. தேவன் உங்களுக்காக கிரியை അല്ല, செய்வார். മടങ്ങി വന്നാൽ திரும்பி வந்தா ദൈവം വെട്ടുക്കിളിയെ ശാസിക്കും. தேவன் வெட்டுக்கிளிகளை கடிந்து கொள்வார். നിന്റെ മുന്തിരിയുടെ അനുഭവം മൂക്കാതെ പൊഴിയത്തില്ല. உன்னுடைய முந்திரிகள் திராட்சை கொடிகள் பழம் இல்லாமல் നിനക്ക് போகாது. വേണ്ടി നസ്രയനായ യേശു ക്രിസ്തു അവൻ രോഗോപശാന്തിയായി ഉദിക്കുമെന്ന്, உங்களுக்காக நீதியின் சூரியனாய் இருக்கிற நஸ்ரேயனாய்
രക്ഷകനായ യേശു ക്രിസ്തു ആരോഗ്യമുള്ളവരായി ഉദിച്ചു വരുവാൻ. നിന്റെ അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വരുമെന്ന്, അവന്റെ തഴമ്പുകളാൽ ഉനക്ക് ഗുണമുണ്ടാകുമെന്നും. നാളുകളായി രോഗമിട്ട് നിന്നെ അലട്ടുകയല്ലേ ശത്രു, നാൾകളാக வியாதியை போட்டு உங்களை தொந்தரவுப்படுத்திக் கொண்டிருக்கிறான் அல்லவா, விஷயமிட்டு அலட்டுകയല്ലേ ശത്രു, பலவிதமான காரணங்களை விட்டு உங்களை அலக்கழித்துக் கொண்டிருக்கிறான் அல்லவா. പോകുമ്പോൾ ഒരു വിഷയവുമില്ല, ஆமென். மருத்துவரிடத்துல போகும்போது எந்த பிரச்சனையும் இல்லை, വീട്ടിൽ വരുമ്പോൾ പിന്നെയും വിഷയമാ. ஆனா வீட்டுல வரும்போது மறுபடியும் பிரச்சனை. ഇന്ന് രാത്രി പറയുക, എന്റെ യേശു നിന്റെ രോഗത്തെ ശാസിക്കും. இந்த இரவில் நான் சொல்றேன், என் இயேசு உன் வியாதியை கடிந்து கொள்வார். നിന്റെ മുട്ടുവേദന ആയിക്കോട്ടെ, മുടങ്കാൽ വേദനയാ இருக்கலாம், നിന്റെ തലവേദന ആയിക്കോട്ടെ, തലവലിയാ இருக்கலாம், നിന്റെ ട്യൂമർ ആയിക്കോട്ടെ, നിന്റെ ക്യാൻസർ ട്യൂമറാ இருக்கலாம், നിന്റെ ക്യാൻസർ ആയിക്കോട്ടെ, ക്യാൻസറാ இருக்கலாம், നിന്റെ ഏത് വിഷയമായിക്കോട്ടെ, എതുവായിരുന്നാലും അവന്റെ അടിപ്പിണരുകളാൽ, അവന്റെ കളമ്പുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു, നിനക്ക് സുഖം വന്നിരിക്കുന്നു. ഇന്ന് രാത്രികാലം സൗഖ്യം ഡിക്ലെയർ ചെയ്യുകയാ. இந்த இரவிலே സുഖത്തെ ഞങ്ങൾ അറിയിக்கிறோம். നീ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നാൽ, നീ അൻപിലെ തിരുമ്പി വന്നാൽ, നീ ആരാധനയിലേക്ക് മടങ്ങി വന്നാൽ, ആരാധനയിലേക്ക് തിരുമ്പി വന്നാൽ, നീ ബഹുമാനത്തിലേക്ക് മടങ്ങി വന്നാൽ, ഘനത്തിലെ തിരുമ്പി നീ വന്നാൽ, വിശ്വസ്തതയിലേക്ക് മടങ്ങി വന്നാൽ, ഉണ്മയിലേക്ക് തിരുമ്പി വന്നാൽ, നീ ദൈവത്തിന് കൊടുക്കുന്നതിലേക്ക് മടങ്ങി വന്നാൽ, നിനക്ക് കൊടുപ്പതിലെ തിരുമ്പി വന്നാൽ, നിനക്ക് രോഗശാന്തി വെളിപ്പെടുമെന്ന്, ആരോഗ്യം ഉണ്ടാകുമെന്ന്, നിനക്ക് ദൈവപ്രവൃത്തി നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുമെന്ന്, ദൈവക്രിയകൾ ഉള്ളിടത്തിൽ വെളിപ്പെടുമെന്ന്, അത് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ മേൽ, ഇന്ന് ഇരവ് ഒപ്പ് കൊടുക്കുന്നവരുടെ മേൽ ഒരു നിമിഷം കൈകളെ തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്, ഏൽപ്പിച്ചു കൊടുത്താട്ട്, രോഗശാന്തി എന്റെ കുടുംബത്തിൽ ഒന്ന് വെളിപ്പെടാട്ട്, ആരോഗ്യ വല്ലമ എന്നോട് കുടുംബത്തിൽ വെളിപ്പെടട്டும், അവൻ ദൈവ അനുഗ്രഹം എന്റെ കുടുംബത്തിൽ ഒന്ന് വെളിപ്പെടട്ടെ, അവൻ ദേവന്റെ അനുഗ്രഹം എൻ കുടുംബത്തിൽ വെളിപ്പെടട്ടെ, പഴയ ആരാധനയൊക്കെ ഒന്ന് കടന്നു വാ, പഴയ ആരാധന കുടുംബത്തിൽ വെളിപ്പെടട്ടെ, അഭിഷേകത്തിന്റെ പുഷ്ടി ഒന്ന് വെളിപ്പെടട്ടെ, അഭിഷേകത്തിന്റെ വല്ലമ എന്നിടത്തിൽ വെളിപ്പെടട്ടെ, അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം നുഖത്തിന്റെ അമ്മിക്കയറുകൾ അഴിഞ്ഞു മാറുകയാ, അഭിഷേകത്തിന് മൂലമായി അവൻ നുഖത്തടികൾ ഉടൈന്നു പോകും. ഇന്ന് രാത്രി ചില ബന്ധനങ്ങൾ അഴിയട്ടെ, അവൻ ചില കട്ടുകൾ അഴിയട്ടെ, നിന്റെ ആരാധനയിൽ അഴിയാത്ത ബന്ധനമില്ല, നിന്റെ ആരാധനയിൽ അഴിയാത്ത കട്ടുകളില്ല, ചങ്ങലകൾ അഴിയും ആരാധനയിൽ, എല്ലാമേ അഴിഞ്ഞു പോകും, ബന്ധനങ്ങൾ അഴിയും ആരാധനയിൽ, അഴിഞ്ഞു പോകും ആരാധനയിൽ. അവൻ നീ പ്രാർത്ഥിക്കുന്നിടത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം, ജപിക്കുന്നിടത്ത് ഇറങ്ങി വരുന്ന ദൈവ പ്രസന്നം, എന്റെ അടുക്കലേക്ക് ഒന്ന് മടങ്ങി വാ, ദൈവത്തിന്റെ തിരുമ്പി വാ, ഞാൻ നിന്റെ അടുക്കലേക്ക് മടങ്ങി വരുമെന്ന് തിരുമ്പി വരുവേ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ദൂത് പറയുകയാണ്, പരിശുദ്ധാവ് ഇന്ന് ഇരവിലെ ദൈവത്തിന്റെ செய்தியை சொல்லுகிறார். അല്പനേരം കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട്, കരങ്ങളെ തട്ടി തട്ടുവാണെങ്കിൽ നല്ലവണ്ണം തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട്, തട്ടുമ്പോൾ നല്ലതുപോലെ ഉത്സാഹത്തോടെ അന്യഭാഷയിൽ സ്തോത്രത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്, സ്തോത്രം വിളിക്കത്രേ ആരാധിക്കും. ചില വിടുതലുകൾ നടക്കുന്ന രാത്രിയായി മാറുകയാണ്, നടക്കുന്ന ഇരവ്, ഇനി അഭിഷേകം ഇറങ്ങി വരുന്ന രാത്രിയായി മാറുകയാണ്, ഇറങ്ങി വരുന്ന ഇരവ്, രോഗം സൗഖ്യമാകുന്ന രാത്രിയായി മാറുകയാണ്, സുഖപ്പെടുന്ന ഇരവ്, ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയായി മാറുകയാണ്, വെളിപ്പെടുന്ന ഇരവ്. നീ വിശ്വാസത്താൽ ഒന്ന് കണ്ട് ആരാധിച്ചാട്ട്, വിശ്വാസത്താൽ ദർശിച്ചുകൊണ്ട് വിശ്വാസത്താൽ ഒന്ന് സ്തുതിച്ചാട്ട്, വിശ്വാസത്തോട് സ്തോത്രം பண்ணுங்க. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്, പ്രസന്നം ദൈവ ആവിയാന്റെ പ്രസന്നം ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാവിയാരുടെ വല്ലമേ ഇന്ന് രാത്രികാലം നിന്നെ അഭിഷേകം ചെയ്യുകയാണ്, ആവിയാനോ വല്ലമേ അഭിഷേകം ചെയ്യുക. എന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവീൻ, എന്നിടത്തിൽ തിരുമ്പി വാരുക, നിന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയാണ്, തിരുമ്പി വരുവേ. നിന്റെ അകലമൊന്ന് മാറ്റിയാട്ട്, ദൈവമായിട്ടുള്ള അകലമൊന്ന് മാറ്റിയാട്ട്, ദൂരമായി ഇരുപ്പതെ கொஞ்சம் குறைத்து கொண்டு வாருங்க, ദൈവ സാന്നിധ്യത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്, പ്രസന്നതകളെ ഒപ്പുകൊടുங்க, അഭിഷേകത്തിന്റെ സാന്നിധ്യത്തിൽ ഒന്ന് വെളിപ്പെടുത്തിയാട്ട്, അഭിഷേകത്തിന്റെ വല്ലമേൽ ഉങ്ങളെ ഒപ്പുകൊടുங்க, ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്, ഒന്നുകൂടെ ഒപ്പുകൊടുங்க, നിന്റെ കുടുംബത്തിന്റെ വിഷയം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്, കുടുംബത്തിന്റെ പ്രശ്നങ്ങളെ ഒപ്പുകൊടുங்க, നിന്റെ തലമുറയുടെ വിഷയം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്, തലമുറയുടെ പ്രശ്നങ്ങളെ ഒപ്പുകൊടുங்க. ദൈവം നിനക്ക് വേണ്ടി പ്രവചിക്കാൻ പോകുകയാ, ദൈവം ഉനക്കാக ക്രിയ ചെയ്യ പോകുகிறார், ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാ, ദൈവം ഉനക്കാக ക്രിയ செய்ய പോകുகிறார். ഇന്ന് രാത്രി ദൈവം നിന്റെ അടുത്ത് വരാൻ പോകുകയാ, ദൈവം ഉനക്ക് പക്കത്തിൽ വരുகிறார், നിനക്ക് രോഗോപശാന്തിയായി ഉദിക്കാൻ പോകുകയാ, ആരോഗ്യമുള്ളവരായി കടന്നു വരുகிறாർ. അല്പനേരം ആത്മാവിൽ ഒന്ന് പ്രതികരിച്ചാട്ട്, നാളുകളായി ഒതുക്കിക്കളയുന്ന വെട്ടിക്കിളിയുടെ അനുഭവങ്ങളെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ശാസിക്കുക. നാളുകളാக உங்களை നന്മകളെ കെടുത്തുകൊണ്ടിരുന്ന വെട്ടിക്കിളിയുടെ അനുഭവങ്ങളെ ആവിയാനവൻ ഇരവിലെ അധ്വാനിക്കാഞ്ഞിട്ടല്ല എല്ലാം ഓട്ടസഞ്ചിയിൽ ഇടുന്ന പോലെ പോകുകയാ. നിങ്ങൾ ഉழைக்காமல் இல்ல, இரவுகளாக உழைக்கிறீர்கள், ஆனால் எல்லாமே ஓட்ட சஞ்சியில போடுகிறது மாதிரி ஒளி போயிட்டு இருக்கு. ഇന്ന് രാത്രി ദൈവം പറയും, ഞാൻ ശാസിക്കാൻ പോകുകയാ. ஆனா நான் இந்த தேவன் சொல்லுகிறார், நான் அதை கடிந்து கொள்ள போகிறேன். നിന്റെ രോഗത്തെ ഞാൻ ശാസിക്കും, உன் வியாதியை நான் கடிந்து கொள்வேன், നിന്നെ അലട്ടുന്ന ശത്രുവിനെ ഞാൻ
ഞാൻ ശാസിക്കും. തൊന്തരവ് അലക്കളിക്കുന്ന ശത്രുവെ ഞാൻ കടിഞ്ഞുകൊള്ളുവേൻ. നിനക്ക് സമാധാനം തരാത്ത ശത്രുവിനെ ഞാൻ ശാസിക്കും. സമാധാനം തരാത്ത ശത്രുവെ ഞാൻ കടിഞ്ഞുകൊള്ളുവേൻ. ലോകം തരത്തില്ല. ലോകം വിട്ട് വാദിക്കുന്ന അന്ധകാര മണ്ഡലത്തെ ഞാൻ ഇന്ന് രാത്രികാലം ശാസിക്കും. ആദിയെ പോട്ട് ഉന്നെ അലക്കളിക്കുന്ന തൊന്തരവ് ചെയ്യുന്ന ഇരുളിൻ அதிகாரத்தை நான் கடிந்துകൊள்வேன். പ്രതികരിച്ചാട്ട് അല്പനേരം പ്രതികരിച്ചാട്ട് கொஞ்சம் ஆளுக்காக பதில் சொல்லுங்க. பதில் சொல்ல ஆண்டவரே கொஞ்சம் ரெஸ்பான்ஸ். ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് എഴുന്നള്ളി ഉലാവുന്നുണ്ട്. தேவனுடைய பிரசன்னம் நமக்குள்ள உலாவிக் கொண்டிருக்கிறது. നിന്നെ തൊടുന്ന ദൈവ സാന്നിധ്യം, உங்களை தொடுகிற தெய்வ பிரசன்னம் ഇന്ന് രാത്രികാലം നിന്റെ മേൽ വെളിപ്പെടുകയാണ്. இந்த இரவில் உங்களை வெளிப்பட்டு கொண்டிருக்கிறது. ഒരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട് கொஞ்ச நேரம் ஆண்டு சமூகத்தில் எழும்பி நிற்கலாம். നമ്മൾ ഒരുമിച്ച് പാട്ടുപാടി അല്പനേരം ആരാധിക്കാൻ പോകുകയാണ്. ഒരുമിച്ച് പാടലിൽ പാടി കർത്താവെ ആരാധിക്കാൻ പോകുന്നു. ദൈവത്തിന്റെ സ്പർശനം വെളിപ്പെടാൻ പോകുകയാണ്. ദൈവത്തിന്റെ പ്രസന്നം വെളിപ്പെടാൻ പോകുന്നത്. നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ നാം ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ആദ്യമേ പാടിയ പാട്ട്, നാം മുതലിൽ പാടുന്ന പാടൽ ആമേ തീ പോലെ ഇറങ്ങണമേ എന്നുള്ള പാട്ട്, തീ പോലെ ഇറങ്ങ വേണ്ടുമേ എന്നുള്ള പാടൽ ഒരുമിച്ച് കണ്ണടച്ച് നമ്മൾ ഒരുമിച്ച് പാടാൻ പോകുകയാണ്. ഒരുമിച്ച് കണ്ണുകളെ മൂടി ഒരുമിച്ച് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. யாரும் അങ്ങോട്ടും പക്കം பார்க்க വേണ്ട. ദൈവത്തിന്റെ അടുക്കലേക്ക് ഒന്ന് അടുത്തു വാ. ദൈവ പ്രസന്നതക്കുള്ള കടന്നു. ദൈവം നിന്നെ തൊടാൻ പോകുകയാണ്. ദൈവത്തിന്റെ സമുദ്രത്തിൽ കടന്നു വാ. ദൈവത്തിന്റെ സ്നേഹത്തോട് അടുത്തു വാ. ദൈവ സ്നേഹത്തിൽ കടന്നു വാരുങ്ങൾ. ദൈവത്തിന്റെ സ്നേഹത്തോട് അടുത്തു വാ. ദൈവത്തിന്റെ സമുഖത്തിൽ ദൈവ സ്നേഹം ആരാധനയിൽ ഒന്ന് അടുത്തു വാ. ആരാധനയിൽ അടുത്തു വാരുങ്ങൾ. നമുക്ക് ഒരുമിച്ച് പാടാം. നമുക്ക് ഒരുമിച്ച് പാടാം. തീ പോലെ ഇറങ്ങണമേ എന്നുള്ള പാട്ട്, തീ പോലെ ഇറങ്ങ വേണ്ടുമുള്ള പാടൽ ഒരുമിച്ച് പാടി ആരാധിച്ചാട്ട്. Hallelujah. Praise the Lord. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്യകാല അഭിഷേകം സകല നിറയ്ക്കണമേ. അന്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർത്താവിന്റെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിതച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർത്താവിന്റെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിതച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, ആയി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി
ഒന്ന് പ്രതികരിച്ചാട്ട്. ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. നിന്നെ സ്പർശിക്കുന്ന ദൈവ സാന്നിധ്യം கொடுக்கிற தெய்வ பிரசனம் இதுக்குள்ள உலாவிக்கொண்டிருக்கிறது. அந்த தெய்வ பிரசனத்தை விட்டு கொடுக்காத எல்லாரும் ஒப்பு கொடுத்து ஏற்றெடுத்து சமூக பிரசனத்துக்குள்ள നീ ഇവിടെ ആരാധിക്കുമ്പോൾ നിന്റെ വിഷയത്തിന് പരിഹാരം ദൈവം അയക്കുകയാ. நீங்கள் ஆராதித்துக் கொண்டிருக்கும்போது உங்களுடைய பிரச்சனைகளுக்கு பரிகாரத்தை கத்த தந்து கொண்டிருக்கிறார். നീ ഇവിടെ ആരാധിക്കുമ്പോൾ നിന്റെ രോഗത്തിന്റെ കെട്ടുകൾ അഴിയുക. நீ ஆராதிக்கும்போது ஒரு வியாதியின் கட்டுகள் அழிந்து கொண்டிருக்கிறது. നീ ഇവിടെ ആരാധിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ കെട്ടുകൾ അഴിയുക. நீ ஆராதிக்கும்போது ஒரு குடும்பத்தின் கட்டுகள் அழிந்து கொண்டிருக்கிறது. നീ ഇവിടെ ആരാധിക്കുമ്പോൾ നിന്റെ തലമുറയുടെ കെട്ടുകൾ അഴിയുക. நீ ஆராதிக்கும்போது தலைமுறையோட கட்டுகள் அழிகிறது. നിന്റെ ജോലിക്കുള്ള കെട്ടുകൾ ഇന്ന് രാത്രികാലം അഴിയുക. வேலைக்கான கட்டுகள் அழிகிறது. യേശുവിന്റെ നാമത്തിൽ இயேசுவின் நாமத்தில் അവൻ മുന്തിരിയുടെ അനുഭവം മൂക്കാലം പൊഴിയത്തില്ല. திராட்சைக்குலைகள் பழங்கள் இன்னும் இல்லாமல் போகாது. അവൻ ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും. வெட்டுக்கிளிகளை கடிந்து கொள்வேன். നിനക്ക് രോഗവും അശാന്തിയായി ദൈവം ഉദിക്കാൻ പോകുക. உனக்காக ஆரோக்கியம் உள்ளவராய் என் தேவன் நீதியின் சூரியனாய் உதித்து வருவார். നിന്റെ ശിരസിൽ ദൈവത്തിന്റെ കരം വെക്കുകയാ. உன்னுடைய சிரசில கர்த்தருடைய கரம் அமருகிறது. നിനക്ക് വേണ്ടി ദൈവ സാന്നിധ്യം വെളിപ്പെടുകയാ. உனக்காக தெய்வ பிரசன்னம் வெளிப்பட்டிருக்கிறது. ഞാൻ നിന്നെ കുറിച്ച് തന്നെ പറയുന്നത്. ஆமென். பிரேஸ் உன்னை குறித்து தான் ஆண்டவர் சொல்கிறார். ദൈവ നിയോഗം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുകയാ. தேவனுடைய திட்டங்கள் உன் குடும்பத்தில் வெளிப்பட்டு கொண்டிருக்கிறது. പഴയ ആരാധനയിലേക്ക് ഒന്ന് മടങ്ങി വാ. அந்த பழைய ആരാധനയ്ക്ക് திரும்பி வாருங்க. ആ സ്നേഹത്തിലേക്ക് ഒന്ന് മടങ്ങി വാ. அன்புல திரும்பி வாருங்க. ആ വിശ്വസ്തതയിലേക്ക് ഒന്ന് മടങ്ങി വാ. அன்புல திரும்பி வாருங்க. ആ ബഹുമാനത്തിലേക്ക് ഒന്ന് മടങ്ങി വാ. கரத்துல திரும்பி வாருங்க. ദൈവത്തിന് കൊടുക്കുന്നതിലേക്ക് ഒന്ന് മടങ്ങി വാ. கொடுப்பதில திரும்பி வாருங்க. അവൻ ഞാൻ ദൈവമായതുകൊണ്ട് എന്റെ അടുക്കലേക്ക് ഒന്ന് മടങ്ങി വാ. தேவன் விரும்புகிற அவரிடத்துல திரும்பி வரும்படிங்க. രോഗങ്ങൾ അഴിഞ്ഞു മാറട്ടെ. വ്യാധികൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ സ്വർഗ്ഗത്തിലും ഭൂമിക്കും അധികാരമുള്ള നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ വെച്ച് വെല്ലുവിളിക്കുന്ന രോഗങ്ങൾ അഴിഞ്ഞു മാറട്ടെ. வானத்திற்கும் பூமிக்கும் அதிகாரமுள்ள என் இயேசுவின் நாமத்தில் இவர்களுக்கு மேலே கிரியை செய்து கொண்டிருக்கிற எல்லா அந்தகார வல்லமையின் கட்டுகளும் அழிந்து மாறுவதாக. യേശുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കാം. இயேசுவின் நாமத்தில் விடுதலை உண்டாகட்டும். യേശുവിന്റെ നാമത്തിൽ കുടുംബ സ്വാതന്ത്ര്യം പ്രാപിക്കാം. இயேசுவின் நாமத்தில் குடும்பங்கள் சுதந்திரம் பெறுவதாக. നിന്റെ വസ്തുവിലുള്ള കെട്ട് യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. உன்னுடைய வஸ்துக்களின் மேல் கட்டப்பட்ட கட்டுகள் அவிழ்ந்து மாறட்டும். ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കുക. இந்த இரவு விடுதலை பெற்றுக் கொள்ளுங்க. യേശുവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഏൽപ്പിച്ചുകൊണ്ട് ஓ இயேசுவின் பிரசன்னத்துக்குள்ள ஒப்பு கொடுங்க. ഓ താങ്ക് യു ജീസസ്. Hallelujah. 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 ചില രോഗാത്മാവെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുകയാ. ചില വ്യാധികളിൻ കട്ടുകളെ പരിശുദ്ധാത്മാവ് എടുത്തു നിന്റെ ഉദരത്തിൽ ദൈവാത്മാവ് തൊടുകയാ. ഉദരത്തിൽ ഉடைய കരുവറയെ കത്ത തൊടുക. ആ കാണിപ്പഴുതുള്ള കരം നിന്റെ ഉദരത്തിൽ തൊടുകയാ. ആണി എടുക്കപ്പെട്ട കരം ഉൻ ഉദരത്തെ തൊടുகிறது. നിന്റെ നെർവ്സിനെ പരിശുദ്ധാത്മാവ് തൊടുകയാ. ഉடைய മേധസ്സെ കത്ത പരിശുദ്ധാത്മാവ് തൊടുക. അവൻ നിന്റെ നാഡി നരമ്പിനെ പരിശുദ്ധാത്മാവ് തൊടുകയാ. ഉடைய നാഡി നരമ്പുകളെ പരിശുദ്ധാത്മാവ് തൊടുക. നിന്റെ മസിൽസിനെ പരിശുദ്ധാത്മാവ് തൊടുകയാ. ഉடைய മസിലുകളെ പരിശുദ്ധാത്മാവ് തൊടുക. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ സുഖമടയുവதாக.